ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം മക്കളെ, സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചൊരു വീഡിയോ ഓഫ് ഉണ്ട്. വീഡിയോ ഓഫ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ ഓൺ ആക്കേണ്ടതാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും നമ്മളിപ്പോൾ പറയും. ഓക്കെ, നമുക്ക് 2 മണിക്കൂർ സമയമുണ്ട്. ഈ 2 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ മൊത്തം എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് തീർക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ മറ്റേ കരിക്കിൽ പറയുന്ന ഡയലോഗ് പോലെയാണ്, ഇത് തീരുമെന്ന്, നാളെ ഈ വീടിന്റെ പണി തീരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് ഈ ചാപ്റ്റർ മൊത്തം തീർക്കുമെന്നാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ നമ്മുടെ വിശ്വാസമാണ്, നമ്മൾ തീർക്കും. ഓക്കെ, തീർക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർക്കും അല്ലേ സാർ? ഓക്കെ, അതെ. ഓക്കെ, ഞാൻ ഇന്ന് വാശിക്കരുത്, മൊത്തം നിങ്ങൾ ഇന്ന് പഠിപ്പിച്ച് തീർത്തിട്ടേ ഞാൻ ഇന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം മക്കളെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് പഠിക്കുന്നത്, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, എടാ ഞാൻ ഇതെന്തായാലും വരും എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് വരാം, വരാതിരിക്കാം. പക്ഷെ ഞാൻ വരുമെന്ന് പറയും, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് അത് വരുമെന്ന്. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടറിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണ് ഡാറ്റ, ഇൻഫോർമേഷൻ, ഇതൊന്നും അധികം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട. എന്താണ് ജസ്റ്റ് ഡാറ്റ എന്താണ്, ഇൻഫോർമേഷൻ എന്താണെന്നാണ് ഫസ്റ്റ് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡിനോട്ട് ദ raw facts and figures such as numbers, words, etc. that can be processed or multiplied. അതായത് ഡാറ്റ എന്ന് പറയുന്നതാണ് റോ ആയിട്ടുള്ള ഡാറ്റയാണ്. അതായത് പ്രത്യേകിച്ച് അറേഞ്ച്മെന്റ് ഒന്നുമില്ല. നിങ്ങൾ ഒരു പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാറ്റ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്പേഴ്സ് ടൈപ്പ് ചെയ്താൽ അത് ഡാറ്റയാണ്. അങ്ങനെ റോ ആയിട്ട് ജസ്റ്റ് കിടക്കുന്ന ഇതിനെല്ലാം നമ്മൾ എന്ത് പറയും? ഡാറ്റ എന്ന് പറയും. അതുപോലെ തന്നെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മീനിങ്ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫ്രം ദി ഡാറ്റ. അതെന്താണ് ഡാറ്റ? നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു, ജസ്റ്റ് ഒരു നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറും ഡാറ്റയാണ്. അതേസമയം ആ ഒരു നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു, അങ്ങനെയുള്ള ഏജ്, ഹൈറ്റ്, വെയിറ്റ് അങ്ങനെയൊക്കെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പൊ എന്തായി? അതിനൊരു മീനിങ് ഉണ്ട്. ഒരാളുടെ നെയിമാണ്, അയാളുടെ ഏജ്, ഡേറ്റ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായി? അതൊരു മീനിങ് ഫുൾ ആയി. അങ്ങനെ വന്നേക്കട്ടെ നമ്മൾ എന്ത് പറയും? ഇൻഫോർമേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആൻഡ് പ്രോസസ്ഡ് ഫ്രം ദി ഡാറ്റ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കമ്പാരിസൺ ഉണ്ട്. കമ്പാരിസൺ വരുന്ന സമയത്ത് കമ്പാരിസൺസ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കാം. നമ്മൾ ഈ പറയുന്ന ഡാറ്റ, ഇൻഫോർമേഷൻ, റാം, റോം, സ്വിച്ച്, ഇഫൽസ് അങ്ങനെയുള്ള കമ്പാരിസൺസ് എന്തായാലും എന്ത് ചെയ്യുക, നോക്കി വെച്ചേക്കാം. അതെല്ലാ പേപ്പറിലും കാണും. ഓക്കെ, അപ്പോൾ ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? റോ ഫാക്ട് ആണ്. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പ്രോസസ് ഡാറ്റയാണ്. ഇനി സിമിലർ ടു റോ മെറ്റീരിയൽ, അതായത് ഡാറ്റ എന്ന് പറയുന്നത് സിമിലർ ടു റോ മെറ്റീരിയൽ. അത് അധികം ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സാധനം ബിൽഡിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്, അതായത് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നമ്മൾ സിമെന്റ്, മണൽ, അങ്ങനെയുള്ള കട്ട, ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ എന്താണ്? റോ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെയാണ് ഇവിടെ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് സിമിലർ ടു ഫിനിഷ്ഡ് പ്രോജക്റ്റ്, അതായത് ഈ റോ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും സംഭവം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താ പറയാ? ഇത് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇനി ഡാറ്റ എന്നാണ് കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്, ഡാറ്റ നേരിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഫോർമേഷൻ എന്താണ്? ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻസ്. ഇൻഫോർമേഷൻ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് വരുന്നത് ഡസ് നോട്ട് ഗിവ് എ പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. അതായത് ഡാറ്റ എന്ത് ചെയ്യില്ല, നമുക്ക് കറക്റ്റ് ഒരു ഇൻഫോർമേഷൻ തരില്ല. പകരം ഇൻഫോർമേഷൻ കിട്ടുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ഇത് കിട്ടും. എന്താണ് സംഭവം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഇവിടെ എന്താണ്? ജസ്റ്റ് ഒരു സംഭവം കാണാന്നല്ലാണ്ട് അതിനെ പ്രത്യേകിച്ച് ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഫണ്ടമെന്റൽ ഓഫ് കമ്പ്യൂട്ടർ. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം നിർബന്ധമായി മക്കളെ പഠിച്ചിരിക്കണം. എല്ലാവരും ഈ ബ്ലോക്ക് ഡയഗ്രാം എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്, അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ ആ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ തന്നേക്കുന്നത്. കമ്പ്യൂട്ടറിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. എന്തൊക്കെ ഉണ്ടാവും? ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാവും. ജസ്റ്റ് ഏതൊക്കെയാണ് ഇൻപുട്ട് യൂണിറ്റ്? നമ്മുടെ കീബോർഡ്, മൗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻപുട്ട് യൂണിറ്റ് ആണ്. ഈ വരുന്ന പോർഷൻ നമ്മൾ എന്താ പറയാ? CPU ആണ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. CPU-ന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടാവും, ഒരു ALU ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു രജിസ്റ്റർ ഉണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്തുണ്ടാവുക? CPU-ന്റെ ഉള്ളിൽ വരാം. നേരെ പിന്നെ വരുന്ന ഏതാണ്? ഔട്ട്പുട്ട് ഡിവൈസസ്. അതായത് ഇതൊക്കെയാണ് മോണിറ്റർ, സ്പീക്കർ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കേസ് ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ അറിയണം. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, എന്താണ് രജിസ്റ്റർ, എന്താണ് ALU, എന്താണ് കൺട്രോൾ യൂണിറ്റ്, ഈ വക കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ആ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട്, അതായത് നമ്മളുടെ എന്തെങ്കിലും സാധനങ്ങൾ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടെമ്പററി ആയിട്ടുള്ള ഫയൽസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? രജിസ്റ്റർ യൂസ് ചെയ്യുക. അതായത് അത് ആ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം എന്തെങ്കിലും കാര്യങ്ങൾ ടെമ്പററി ആയിട്ട് സേവ് ചെയ്ത് വെക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുക?
രജിസ്റ്റർ യൂസ് ചെയ്യുക. ആൻഡ് ALU യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ALU എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, അതായത് ലോജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് എവിടെയാണ്? ALU ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ രജിസ്റ്ററും ALU അതുപോലെ തന്നെ സ്റ്റോറേജ് യൂണിറ്റ് ഇത് മൂന്നും എന്താണ്, അതുപോലെ തന്നെ സ്റ്റോറേജ് യൂണിറ്റും രജിസ്റ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിയണം മക്കളെ. ഒരു 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കാണും. നെക്സ്റ്റ് പറയുന്നതാണ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം നമുക്ക് എന്തുണ്ട്? കമ്പ്യൂട്ടറിൽ നമ്പർ സിസ്റ്റം എത്ര ഉണ്ട്? 4 ടൈപ്സ് ആണ് വരുന്നത്. ഏതൊക്കെയുണ്ട്? ബൈനറി ഉണ്ട്, ഒക്ടൽ ഉണ്ട്, ഡെസിമൽ ഉണ്ട്, ഹെക്സാഡെസിമൽ ഉണ്ട്. ബൈനറി എന്ന് പറയുന്നത് എന്താണ്? ബൈനറിയുടെ ബേസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അതിൽ ആരൊക്കെ വരുള്ളൂ? സീറോസും വൺസും മാത്രമേ ബൈനറിയിൽ നമുക്ക് കാണുള്ളൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്ന ഒരു ബൈനറി കോഡ് കൊടുത്തിട്ടുണ്ട് 110 ബേസ് 2. അത് ബേസ് 2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയണ്ടേ? ആ തന്നിരിക്കുന്നത് ബൈനറി ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഒക്ടൽ ആണ്. ഒക്ടൽ വരുന്നത് എന്താണ്? ബേസ് 8 ആണ്. അതിൽ ഏതൊക്കെ വരും? സീറോസ് ഉണ്ടാവും, വൺസ് 2 3 4 5 6 7 വരെ എന്തുണ്ടാവുള്ളൂ? ഒക്ടൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പർ വിത്ത് ബേസ് 8 ആണെങ്കിൽ നിങ്ങൾ അപ്പൊ അത് എന്ത് ഐഡന്റിഫൈ ചെയ്യണം? അതൊരു ഒക്ടൽ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇനി ഡെസിമൽ വരുന്ന സമയത്ത് എന്താണ്? ബേസ് 10 ആണ്. അപ്പൊ സ്റ്റാർട്ടിങ് എവിടെ ആയിരിക്കും? 0 തുടങ്ങി എവിടം വരെ ഉണ്ടാവും? 9 വരെ ഉണ്ടാവും. 0 to 9 ആണ് എന്ത് നമ്മളുടെ ഡെസിമൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെസിമൽ നമ്പർ ആണ് തന്നേക്കുന്നത് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ നമ്പറിന്റെ ബേസ് ആയിട്ട്, അതായത് താഴെയായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ടാവും? 10 കൊടുത്തിട്ടുണ്ടാവും. 10 ആണെങ്കിൽ നമുക്ക് അപ്പൊ കൺഫേം ചെയ്യാം അത് എന്ത് നമ്പറാണ്? ഡെസിമൽ നമ്പർ ആണ്. ഇനി ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഹെക്സാഡെസിമൽ എത്രയുണ്ട്? ബേസ് 16 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ വരുമ്പോൾ നമ്പേഴ്സ് ഏതൊക്കെ ഇതിലുണ്ടാവും? സീറോസ് ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 7 8 9 ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തേ കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ? അത് കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സിനൊക്കെ കമ്പ്യൂട്ടർ എന്തായിട്ട് റീഡ് ചെയ്യുക? ABCDE ഈ നമ്പേഴ്സ് ആയിട്ട് റീഡ് ചെയ്യുക. അതായത് ലെറ്റേഴ്സ് ആയിട്ട് ABCDE എന്ന് റീഡ് ചെയ്യുക. അതായത് A മീൻസ് 10, B മീൻസ് 11, 12, 13 അങ്ങനെയുള്ള ഇതിനൊക്കെ എന്താണ്? ABCDE എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ വിത്ത് ലെറ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ബേസ് പോലും നോക്കണ്ട, ലെറ്റേഴ്സ് അതിൽ വരുന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യാം അതെന്താണ്? ഹെക്സാഡെസിമൽ ആണെന്നുള്ളത് കൺഫേം ചെയ്യാം. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ നമ്പർ സിസ്റ്റം? ഓക്കെ. ഇനി നമ്മളുടെ എക്സാം പേപ്പറിൽ എപ്പോഴും കാണുന്നതാണ് എന്താണ്? നമ്പർ കൺവേർഷൻ. ഒന്നുകിൽ ഡെസിമൽ ടു ബൈനറി ആയിരിക്കും, അല്ലെങ്കിൽ ബൈനറി ടു ഡെസിമൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ ടു ബൈനറി ആയിരിക്കും. ഏതെങ്കിലും ഒരു നമ്പർ കൺവേർഷൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും. അപ്പൊ നമ്പർ കൺവേർഷൻ നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഫസ്റ്റ് വൺ നിങ്ങൾ പഠിക്കുന്നത് ഡെസിമൽ ടു ബൈനറി ആണ്. ഒരു ഡെസിമൽ നമ്പറിന്, അതായത് ബേസ് 10 ആയിട്ടുള്ള ഒരു നമ്പറിന് എന്തിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ബേസ് ബൈനറിയുടെ ബേസ് എത്രയാണ്? 2 ആണ്. അപ്പൊ എന്ത് ചെയ്യാ? കണ്ടിന്യൂസ് ആയിട്ട് 2 വെച്ചിട്ട് എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്യുക. 2 വെച്ചിട്ട് എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് എന്താ? കൺവേർട്ട് 30 ബേസ് 10 ആണ്. 30 ബേസ് 10 എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 30 ബേസ് 10 ബൈനറിലോട്ട് ആക്കണം. ബൈനറിലോട്ട് ആക്കണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബൈനറിയുടെ ബേസ് ആലോചിക്കുക 2. അപ്പൊ എന്ത് ചെയ്യുക? 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 30 ഡിവൈഡ് ബൈ 2 15. 15 ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. നമുക്ക് റിമൈൻഡേഴ്സ് എന്ത് ചെയ്യുക? ഇവിടെ എഴുതി കൊടുക്കുക. 30 ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ 15, റിമൈൻഡർ 0 ആണ്. 15 ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ 7, റിമൈൻഡർ എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോവുക. സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക? റിമൈൻഡേഴ്സ് മാർക്ക് ചെയ്യുക. റിമൈൻഡേഴ്സ് എഴുതിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ? ഈ റിമൈൻഡേഴ്സിന്റെ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ടുള്ള അറേഞ്ച്മെന്റിൽ എഴുതാം. ഇവിടെ വന്നേക്കുന്നതാണ് 1 1 1 1 0. ആ അറേഞ്ച്മെന്റിൽ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യുക? ബേസ് 2 ഇട്ട് കൊടുക്കുക. അപ്പൊ 30 ബേസ് 10 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 1 1 1 0 ബേസ് 2 എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോടാ? ഡെസിമൽ ടു ബൈനറി എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൽ തന്നെ ഡെസിമൽ ചിലപ്പോൾ എന്തായിട്ട് തരാം? ഫ്രാക്ഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? 30 എന്നാണ് തന്നേക്കുന്നത്. ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്തു? നമുക്കൊരു ഡെസിമൽ നമ്പർ തന്നത് 0.625. അപ്പൊ എന്താണ്? ഫ്രാക്ഷനിലാണ് തന്നേക്കുന്നത്. ഫ്രാക്ഷനിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ചെയ്താൽ കിട്ടില്ല. ഫ്രാക്ഷനിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മറ്റേതിൽ എന്തായിരുന്നു? ഡിവിഷനിൽ മറ്റേ ബൈനറിയിൽ നോർമൽ നമ്പർ ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യായിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടാം? 0.625 into 2 കിട്ടി. അപ്പൊ കിട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടിയേ? 1.25 എന്നാ കിട്ടിയേ. ഈ ഡെസിമൽ ഫ്രാക്ഷന് മുമ്പുള്ള നമ്പർ 1 എടുത്ത് എഴുതാം. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ ബാക്കി ആരുണ്ട്? 0.25 ആണ്. 0.25 into 2 ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0.50. അപ്പൊ ഇവിടെ പോയിന്റിന് മുമ്പ് ആരാണ്? 0 ആണ്. 0നെ നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. അടുത്ത് എന്ത് എഴുതിയിരിക്കുന്നത്? ബാക്കി ഇവിടെ 0.50 ആണ്. ആ 0.50 into 2 ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. 1 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം.
അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് നിന്നാണ് 0 എന്ന് പറഞ്ഞ വന്നു. ഈ 0 വന്ന വരെ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 0 വന്ന വരെ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത് 1 കിട്ടി. അപ്പോൾ ആ 1 എഴുതി. ഇവിടെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ കേസിൽ താഴത്തുനിന്ന് മുകളിലോട്ടായിരുന്നെങ്കിൽ ഇവിടെ ആരെയാണ്, മുകളിൽ നിന്ന് താഴത്തോട്ടാണ്. അപ്പോൾ 0.625 ബേസ് 10 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 0. നമ്മൾ എന്ത് ഇടണം, ഫ്രാക്ഷനിലാണ് എഴുതുന്നതെങ്കിൽ 0 ഇടണം. 0 എന്നിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന നമ്പർ 101 ബേസ് 2 എന്ന് എഴുതാം. ഈ രീതിയിലാണ് ഫ്രാക്ഷനെ ബ്രെയിനിലോട്ട് ആക്കുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി നമുക്കിനി ഡെസിമലിൽ നിന്ന് ഒക്ടലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഡെസിമലിൽ നിന്ന് ഒക്ടലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏതാ ഡിവൈഡ് ചെയ്ത് 2 ആണ്. ഇവിടെ ഒക്ടലാണ്. ഒക്ടൽ എന്ന് പറയുമ്പോൾ ബേസ് എത്രയാണ്, 8 ആണ്. ഒക്ടലിന്റെ ബേസ് എത്രയാണ്, 8 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ നമ്പറിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ 120 ഡിവൈഡ് ബൈ 8 ചെയ്തു. അപ്പൊ എത്ര കിട്ടി, 15. അതിന്റെ റിമൈൻഡർ എന്ന് പറയുന്നത് 0. ഇനി 15നെ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ടൈംസ് ഉള്ളൂ. റിമൈൻഡർ എത്ര കിട്ടി, 7 കിട്ടി. ഇനി 1നെ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്, 0 ടൈംസ് ഉള്ളൂ. അപ്പൊ 0 ടൈംസ് പോയി കഴിയുമ്പോൾ റിമൈൻഡർ എന്ത് കിട്ടേ, 1 ആണ് കിട്ടിയത്. ഇവിടെ 0 ആയി. 0 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട അവിടെ വെച്ച് നിർത്താം. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നതാണ് 170. താഴത്തു നിന്ന് മുകളിലോട്ട്, ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ടുള്ള ഓർഡർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 170 ബേസ് 2 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഒക്ടൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് 8 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി നേരെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്, ഹെക്സാഡെസിമൽ ആണ്. ഹെക്സാഡെസിമൽ, അതായത് ഡെസിമല്ല, ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബേസ് ബൈനറി വന്നപ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തു, ഒക്ടൽ വന്നപ്പോൾ 8 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഹെക്സാഡെസിമൽ വരുമ്പോൾ എന്താണ്, ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ്, 16 ആണ്. 16 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്, 165 ഡിവൈഡ് ബൈ 16 എത്ര കിട്ടി, 10 കിട്ടി. അതിന്റെ റിമൈൻഡർ എത്രയായിരുന്നു, 5 ആയിരുന്നു. ആ 5 അവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 10നെ 16 വെച്ച് ഡിവൈഡ് ചെയ്തു. 0 ടൈംസ് പോകുള്ളൂ. 0 ടൈംസ് പോകുമ്പോൾ അതിന്റെ റിമൈൻഡർ എത്രയാണ്, 10 ആണ് വന്നേക്കുന്നത്. 10 എന്ന് പറയുന്നത് ഏതിലില്ല, നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ ഇല്ല. 10ന് പകരം നമ്മൾ ആരെ യൂസ് ചെയ്യുക, എ എന്ന് പറഞ്ഞ ലെറ്റർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതും, താഴത്തുനിന്ന് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലോട്ട്. അപ്പോൾ ബോട്ടത്തിൽ ആരാ, എ, പിന്നെ മുകളിൽ വന്നിരിക്കുന്ന ആരാ, 5. A5 ബേസ് 10 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ. ഇനി നമുക്ക് എന്താണ്, ബൈനറി ഡെസിമൽ. ബൈനറി ടു എന്ത് ചെയ്യണം, ഡെസിമൽ. ഇത്ര നേരം ഡെസിമൽ ചെയ്യുന്ന ബൈനറി, അതുപോലെ തന്നെ ഡെസിമൽ ചെയ്യുന്ന ഒക്ടൽ, ഡെസിമൽ ചെയ്യുന്ന ഹെക്സാഡെസിമൽ ആയിരുന്നെങ്കിൽ ഇനി ബൈനറി ടു ഡെസിമൽ ആണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടതാണ്, മൾട്ടിപ്പിൾ ബൈനറി ഡിജിറ്റ് ബൈ ദ പ്ലേസ് വാല്യൂ ആൻഡ് ഫൈൻഡ് ദെയർ സമ്മ്. എന്ത് ചെയ്യാ, നമുക്ക് കൺവേർട്ട് ചെയ്യണം, ബൈനറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാ, അതിന്റെ ഇപ്പൊ ഒരു ബൈനറി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, 110010 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ എന്ത് ചെയ്യാ, അതിനെ നിങ്ങൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാം. സ്ട്രെയിറ്റ് ആയിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ പൊസിഷൻ വെച്ച് നോക്കാം. പൊസിഷൻ വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. 2:0, 2:1, 2:2, 2:3, 2:4, 2:5. അതിന്റെ എന്ത് ചെയ്യുക, ആ ബൈനറിയുടെ 2 ആണ്. പ്ലസ് എന്ത് ചെയ്യുക, അതിന്റെ പൊസിഷൻ എവിടെയാണ് 0 തുടങ്ങിയത് കൊടുക്കുക. 0 1 2 1 2 0 1 2 3 4 5 ആ ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, എഴുതാം. എന്നിട്ട് എന്താണ്, ഈ പ്ലേസ് വാല്യൂനെയും ആ ബൈനറി നമ്പറിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കി ഇവിടെ ഫസ്റ്റ് 1 ഇൻറ്റു പൊസിഷൻ 2:5 പ്ലസ് പിന്നെ എന്താണ് 1 ഇൻറ്റു 2:4 പ്ലസ് 0 ഇൻറ്റു 2:3 0 ഇൻറ്റു 2:2 1 ഇൻറ്റു 2:1 0 ഇൻറ്റു 2:0. അതിനെന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ നമ്പേഴ്സ് എല്ലാം കൂടി കിട്ടുന്നത് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 50 എന്ന് കിട്ടി. അപ്പൊ എങ്ങനെ ഡിവൈഡ് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഒരു നമ്പർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ 101 നിങ്ങൾക്ക് തന്നു വിചാരിച്ചു. 101 തന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, ഇവിടത്തെ പൊസിഷൻ എന്താണ്, 2:0. ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, 2:1 2:2. ഇനി എന്ത് ചെയ്യാ, ഇവരെ തമ്മിൽ ഓരോന്നായിട്ട് എന്ത് ചെയ്യാ, മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസേഴ്സിന് തമ്മിൽ എന്ത് ചെയ്യാ, സം ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി ബൈനറി ടു ഫ്രാക്ഷൻ ആണെങ്കിൽ, ഫ്രാക്ഷന്റെ കേസ് ആണെങ്കിൽ വരുന്നതെങ്കിൽ, ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ ആണെങ്കിൽ നമുക്ക് പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, ആ സൈനിന്റെ കൂടെ ഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് എടുക്കുന്നോടത്ത് എന്ത് ചെയ്യുക, നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ നമ്മൾ അത് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, സെയിം സ്റ്റെപ്പ് പോലെ തന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആൻസറിലോട്ട് എത്തും. ഇതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ അവിടെ നെഗറ്റീവ് കൊടുക്കുന്നുള്ളൂ. ബൈനറിയുടെ ഫ്രാക്ഷൻ ക്വസ്റ്റ്യൻസ് അങ്ങനെ കാണാറില്ല. നമുക്ക് നോർമൽ ക്വസ്റ്റ്യൻസ് മാത്രമേ എക്സാമിന് കൂടുതലായിട്ടും വരാറുള്ളൂ. ഓക്കെ. ഇനി ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. ഒക്ടൽ നമ്പറിൽ നിന്ന് ഡെസിമലിലോട്ട് ആക്കണമെങ്കിൽ എന്താണ്, ബൈനറിൽ നിന്ന് ഡെസിമലിലോട്ട് ആണെങ്കിൽ നമ്മൾ 2ന്റെ പവർ വെച്ചെടുത്തെങ്കിൽ, ഇവിടെ ഒക്ടൽ വരുമ്പോൾ തന്നേക്കുന്ന നമ്പർ ഏതാണ്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ 167 ആണ് തന്നേക്കുന്നത്. 167 തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ പൊസിഷൻ കൊടുക്കുക. ഒക്ടൽ ആവുമ്പോൾ എന്തെടുക്കുക, 8 എടുക്കുക. ഇവിടെ വന്നേക്കുന്നതാണ് 0th പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, ആ ഒരു ഓർഡറിൽ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് എന്താണ്, ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 8:2 പ്ലസ് 6 ഇൻറ്റു 8:1 പ്ലസ് 7 ഇൻറ്റു 8:0 എല്ലാം കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എന്താണ്, 119 ആണ്. അപ്പൊ എന്ത് കൊടുക്കുക, 119 ബേസ് 10 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തിലോട്ട് കൺവേർട്ട് ആയി, ബൈനറിയിലോട്ട് കൺവേർട്ട് ആയി. ഓക്കെ ആണോ? ഓക്കെ അല്ലേടാ?
ഓക്കെ, ഇനി നമുക്ക് നേരെ ഇനി ആരിലോട്ട് വരെയാണ്, ഹെക്സാഡെസിമൽ ടു ബൈനറി ആണെന്ന് വിചാരിക്കുക. ഹെക്സാഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഹെക്സാഡെസിമൽ ടു ബൈനറി വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് കൊടുക്കണം? നേരത്തെ ചെയ്ത് 8 ആണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കുക? 16 കൊടുക്കുക. തന്നേക്കുന്ന നമ്പേഴ്സ് എഴുതുക, അതിന്റെ പവർ ആയിട്ട് എന്ത് കൊടുക്കുക? 16 കൊടുക്കുക. 16 റേസ് ടു പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ ഏതായിരിക്കും? 0 ആയിരിക്കും. സെക്കൻഡ് പൊസിഷൻ 1 ആയിരിക്കും. പിന്നെ വന്നത് 2 ആയിരിക്കും. ആ ഒരു ഓർഡറിൽ വേണം പോകാനായിട്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 5 into 16 റേസ് ടു 0 പ്ലസ് ബി ഇൻറ്റു ബി എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് നമ്പർ വേണം എടുക്കാനായിട്ട്. ബി എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. അപ്പൊ 11 into 16 റേസ് ടു 1 കിട്ടും. പിന്നെ എന്താണ്? 2 into 16 റേസ് ടു 2. അതിനെല്ലാം കൂടി എന്ത് ചെയ്യുക? സം ചെയ്യുക. കിട്ടുന്ന ആൻസർ ബേസ് 10 ഇട്ട് എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറി ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേടാ? അപ്പൊ എല്ലായിടത്തും എന്താണ്? മറ്റേ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കേസ് ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് പോവാ. ഇവിടെ ആണെങ്കിൽ എന്താണ്? അതിന്റെ പൊസിഷനും അതിന്റെ ബേസ് വിട്ടിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ആക്ച്വൽ നമ്പർ ആയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ സം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെക്സാഡെസിമലിലോട്ട് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ വന്നേക്കുന്നത് ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഒക്ടലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ പൊസിഷനിലും നമ്പർ ഇട്ട് കൊടുക്കുക, എന്നിട്ട് എന്താണ് ആ ഡിജിറ്റുകൾ എടുത്ത് കൺവേർട്ട് ചെയ്യുന്ന പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ നിങ്ങൾ ചെയ്തു പോയാലും മതി. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഒരു ഒക്ടൽ ഡിജിറ്റ് വന്നിട്ടുണ്ട്. ഒക്ടൽ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് 3 ഡിജിറ്റ്സ് ആണ് അവിടെ വരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ ആ നമ്പർ തന്നേക്കുന്നത് ഏതാണോ തന്നേക്കുന്ന ബൈനറി നമ്പർ അത് എഴുതാം. കൺവേർട്ട് എന്താണ്? 437 ആണ് തന്നേക്കുന്നത്. 437നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. 437നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓരോന്നിന്റെയും ബൈനറി കോഡ് അറിയാം. 4ന്റെ എത്രയാണ്? 100. ഇനി 3യുടെ വന്നേക്കുന്നത് എത്രയാണ്? 011. 7ന്റെ വന്നേക്കുന്നത് എന്താണ്? 111. ആ നമ്പേഴ്സ് എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ആയിട്ട് നേരെ അങ്ങോട്ട് സ്ട്രേറ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ആ ബൈനറി ഏതാണോ അത് അവിടെ കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺവേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു കേസാണ് എന്ത്? റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇന്റിജേഴ്സിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? 2 മെത്തേഡ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. സൈൻസ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ഉണ്ട്, പിന്നെ എന്താണ്? വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, അതിന്റെ സബ് ആയിട്ട് ആരും കൂടി ഉണ്ട്, 2's കോംപ്ലിമെന്റ് മെത്തേഡ് ഉണ്ട്. 3 മെത്തേഡ്സ് നമ്മൾ പറയുന്നത്. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് മെത്തേഡ് ഉണ്ട്, വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, 2's കോംപ്ലിമെന്റ് ഉണ്ട്. ഈ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സാമിന് ഉണ്ടാവും. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് അല്ലെങ്കിൽ 2's, ഇതിൽ ആരെങ്കിലും ഒരാളെ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന റെപ്രസെന്റേഷനിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് വൈസ് ചെയ്തു പോയാൽ മതി. ഫസ്റ്റ് ഫൈൻഡ് ബൈനറി ഇക്വാലന്റ് ഓഫ് ഇന്റിജർ ആൻഡ് റൈറ്റ് ഇൻ 8-bit ഫോം. അതായത് നമുക്ക് തന്നേക്കുന്ന നമ്പറിന്റെ ബൈനറി ഫോർമാറ്റ് എന്താണെന്ന് എഴുതാം. നമുക്ക് ഏതാണോ തന്നേക്കുന്നത് അതിന്റെ ബൈനറി നമ്പർ കാണാം. അതിനെന്താക്കുക? 8-bit ഫോർമാറ്റ് എഴുതാം. അതായത് നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? 100 ആണ് നമുക്ക് ബൈനറി കിട്ടിയേക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, 100 ആണ് ബൈനറി കിട്ടിയേക്കുന്നെങ്കിൽ ഇതിനെ 8-bit ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫ്രണ്ടിൽ കുറച്ച് സീറോസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എത്ര സീറോസ് വരണം? 100 എന്ന് പറയുമ്പോൾ 3 ആയി. പിന്നെ ഇവിടെ എത്രയാ? 5 zeros ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയിലോട്ട് മാറ്റാം. എന്നിട്ട് ബൈനറിയിൽ 8-bit ആക്കി കഴിഞ്ഞിട്ട് എന്താണ്? മേക്ക് ദ ഫസ്റ്റ് ബിറ്റ് 1 ഫോർ നെഗറ്റീവ് നമ്പേഴ്സ് ആൻഡ് 0 ഫോർ ദ പോസിറ്റീവ് നമ്പേഴ്സ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. ഇനി പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആരെ കൊടുക്കുക? 0s കൊടുക്കുക. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, റെപ്രസെന്റ് -23 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 23യുടെ 8-bit ഫോം എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയിട്ടുണ്ട്? ഇതാ 0001011 ബേസ് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ നമ്പർ നോക്കാം. നമ്പർ എന്താണ്? നമുക്ക് തന്നേക്കുന്നത് 23 ആണ്. അപ്പൊ എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ബിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് +23 അതിന്റെ പേരിൽ എന്ത് കൊടുക്കുക? ഫസ്റ്റ് ബിറ്റ് 0 ആണ്. അപ്പൊ 0011022 എന്ന് പറഞ്ഞിട്ട് അതേ ഓർഡറിൽ വരും. ഇൻ കേസ് ഇവിടെ വന്നേക്കുന്ന 23 എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരുന്നു, +23 അല്ല -23 ആണെന്ന് വിചാരിച്ചോ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സെയിം ഫോർമാറ്റ് തന്നെ. ഇവിടുത്തെ ഫസ്റ്റ് 0 ഇല്ലാടാ, അതിന് എന്തായിട്ട് നിങ്ങൾ കൊടുക്കണം? 1 ആയിട്ട് കൊടുക്കണം. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആ ഫസ്റ്റ് 0നെ 1 ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്തായിട്ട് കൊടുക്കുക? 0 തന്നെ ആയിട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇനി നമുക്കിനി എന്താണ്? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ഉണ്ട്. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നതാണ് ഏകദേശം സെയിം തന്നെയാണ്. സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. വൺസ് കോംപ്ലിമെന്റ് എന്താണ്? വൺസ് കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി ഈസ് ഒബ്റ്റൈൻഡ് ബൈ റീപ്ലേസിംഗ് എവരി 0 വിത്ത് 1 ആൻഡ് എവരി 1 വിത്ത് 0. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യം ബൈനറി കാണാം. ബൈനറി കണ്ടിട്ട് ബൈനറിയിൽ എവിടെയൊക്കെ സീറോസ് ഉണ്ട് ആ സീറോസിനൊക്കെ എന്താക്കാം? 1 ആക്കാം. 1നെയൊക്കെ എന്താക്കാം? 0 ആക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഇഫ് ദ നമ്പർ ഈസ് നെഗറ്റീവ് ഇറ്റ് റെപ്രസെന്റഡ് ആസ് വൺസ് കോംപ്ലിമെന്റ് ഓഫ് 8-bit ഫോം ബൈനറി. ഇഫ് ദ നമ്പർ ഈസ് പോസിറ്റീവ് 8-bit ഫോം ബൈനറി ഇറ്റ്സെൽഫ് ഈസ് ദ വൺസ് കോംപ്ലിമെന്റ്.
അതായത് എന്താണ്, നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ആ തന്നേക്കുന്നത് തന്നെയായിരിക്കും ബൈനറി വരിക, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ എക്സാമ്പിൾ കാണിച്ചു തരാം. +23 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ 8-bit ഫോമിലായിട്ട് എഴുതി 000100111 എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ തന്നേക്കുന്ന ബൈനറി 8 ബിറ്റ് ആകണം. ഏതൊരു ബൈനറി 8 ബിറ്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ടിൽ ഇനിയിപ്പോൾ ഒരു 5 ഉള്ളെങ്കിൽ സീറോസ് 3 കൊടുക്കുക, 4 ഉള്ളെങ്കിൽ 4 സീറോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ +23 വൺസ് കോംപ്ലിമെന്റ് ഫോം. +23 എന്ന് പറയുമ്പോൾ എന്താണ്, അത് സെയിം കോംപ്ലിമെന്റ് അതേ ഫോമിൽ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇനി നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു 8-bit ഫോമിൽ എഴുതിയില്ലേ, 8-bit ഫോമിൽ എഴുതിയിട്ട് ഇവിടെ എവിടെയെങ്കിലും എന്തുണ്ട്, ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഈ 8-bit ഫോമിൽ എഴുതിയപ്പോൾ ഫസ്റ്റ് 0 0 0 1 0 1 1 1 എന്നാണ് തന്നേക്കുന്നത്. അപ്പൊ ഇത് നെഗറ്റീവ് നമ്പർ ആയതിന്റെ പേരിൽ എന്ത് ചെയ്യുക, ഇതിന്റെ എല്ലാ സീറോസിനെയും എന്താക്കാം, 1 ആക്കാം, 1-നെയൊക്കെ 0 ആക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഫസ്റ്റ് 3 0 ആയിരുന്നെങ്കിൽ അത് എന്തായി, 1 ആയിട്ട് മാറി. പിന്നത്തെ 1 ആയിരുന്ന ആരായിട്ട് മാറി, 0 ആയിട്ട് മാറി. എവിടെയൊക്കെ 1 കാണണോ അതിനൊക്കെ എന്താക്കണം, 0 ആക്കണം. സീറോസിനൊക്കെ എന്താക്കണം, 1 ആക്കണം. അപ്പൊ എങ്ങനെ ചെയ്യാം, നമ്മൾ ആദ്യം തന്നേക്കുന്നതിന് 8-bit ആയിട്ടുള്ള ബൈനറി നമ്പർ ആയിട്ട് എഴുതിയ, ബൈനറി നമ്പർ ആയിട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെയാണ് വൺസ് കോംപ്ലിമെന്റ്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം, സീറോസ് ഉണ്ടെങ്കിൽ അതിനെ 1 ആക്കണം, 1 ഉണ്ടെങ്കിൽ എന്താക്കണം, 0 ആക്കി മാറ്റിയാൽ മതി. ഓക്കെ ആണോ, ഓക്കെ ആണോടാ, ക്ലിയർ ആണോ, ഓക്കെ ആണോ, ഓക്കെ. ഇനി 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, 2's കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വൺസ് കോംപ്ലിമെന്റ് കൂടെ തന്നെ ഉള്ളതാ, ഒരൊറ്റ സ്റ്റെപ്പ് എക്സ്ട്രാ ഉള്ളൂ. ഓക്കെ, എന്താ പറയുന്നത്, 2's കോംപ്ലിമെന്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് 1 to its വൺസ് കോംപ്ലിമെന്റ്. അതായത് 2's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ആ വൺസ് കോംപ്ലിമെന്റ് നിങ്ങൾ കണ്ടുപിടിക്കില്ലേ, നേരത്തെ ചെയ്ത പോലെ 8-bit ഫോമിലോട്ട് ആക്കി നിങ്ങൾ വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു 1-നെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരായിട്ട് മാറും, 2's കോംപ്ലിമെന്റ് ആയിട്ട് മാറും. If the number is negative, it's represented 2's complement 8-bit form binary. If the number is positive, 8-bit form binary itself has the 2's complement. Number positive ആണെങ്കിൽ നമ്മുടെ 1's complement തന്നെയാണ് 2's complement ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം, നമ്മൾ 23 തന്നെ എടുത്തു. നമ്മൾ 23 എടുത്തപ്പോൾ ഫസ്റ്റ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്, 0 0 1 0 1 1 എന്ന് പറഞ്ഞ് കിട്ടി. ഇത് തന്നെയാണ് എന്ത്, 2's complement. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് എന്താണോ അതേ ആൻസർ തന്നെയാണ് എന്ത് വരാ, 2's കോംപ്ലിമെന്റ് ആണ്. കാരണം പോസിറ്റീവ് നമ്പർ ആയതിന്റെ പേരിൽ. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടിയേക്കുന്ന ബൈനറിനെ 8 ബിറ്റ് ആക്കുക. 8 ബിറ്റ് ആക്കിയതിന് ശേഷം എന്താക്കുക, വൺസ് കോംപ്ലിമെന്റ് ആക്കുക. അതായത് 0 ഉള്ളതിനെ 1 ആക്കുക, 1 ഉള്ളതിനെ 0 ആക്കുക. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക. വൺസ് കോംപ്ലിമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഈ സ്റ്റെപ്പ് വരെ എന്താണ്, വൺസ് കോംപ്ലിമെന്റ് ആണ്. ഇത് നെഗറ്റീവ് നമ്പർ ആയതിന്റെ പേരിൽ ഈ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ നമ്മൾ ആര് ആഡ് ചെയ്യണം, ഒരു 1 കൂടി ആഡ് ചെയ്യണം. ഏതിലെ കേസിൽ മാത്രം, നെഗറ്റീവ് ആണെങ്കിൽ മാത്രം ഒരു 1 കൂടി ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആ 1 കൂടി ആഡ് ചെയ്ത്, അതായത് 1 0 0 1 0 0 0 പ്ലസ് 1 ആഡ് ചെയ്യും. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, 0യും 1ഉം കൂട്ടി കഴിഞ്ഞാൽ 1 ആണ്. അപ്പൊ എന്ത് കിട്ടും, 1 0 0 1 0 0 1 എന്ന് കിട്ടും. നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ കൂടെ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആണോ, ഓക്കെ ആണോടാ, ഓക്കെ ആണോ, ഓക്കെ. ഇനി നിങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട മെയിൻ കേസ്, ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഏക ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്, റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ക്യാരക്ടേഴ്സിനെ നമ്മൾ 4 ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആസ്കി, എപ്സിഡിക്, ഇസ്കി, യൂണിക്കോഡ്. ഈ 4 നെയിംസിന്റെ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം, നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവണം. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കൂടാ, മിക്കവാറും ആസ്കി ആയിരിക്കും ചോദിക്കാൻ പോണേ. എപ്പോഴും കാണുന്ന ഒരു സാധനം ആസ്കിയാണ്. ഓക്കെ, അപ്പോൾ ആസ്കി ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ഈ 4 കേസസ് എന്ത് ചെയ്യണം, നിർബന്ധമായും പഠിക്കണം. ആസ്കി എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോർ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, എന്താ പറയാ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്, ഫുൾ ഫോം അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ആസ്കി യൂസസ് 7 bit ഫോർ ഈച്ച് ക്യാരക്ടർ. ആസ്കി എന്ന് പറഞ്ഞാൽ ഓരോ ക്യാരക്ടറും 7 bit ആണ് യൂസ് ചെയ്യുക. ക്യാരക്ടേഴ്സ് ഓൺലി 128 ക്യാരക്ടേഴ്സ്. എത്ര ക്യാരക്ടേഴ്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, 128 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അനദർ വെർഷൻ ഓഫ് ആസ്കി 8 വിച്ച് ഈസ് യൂസ്ഡ് 8 bits. അതായത് ആസ്കിയുടെ ഒരു പുതിയ വെർഷൻ ആണ് ആസ്കി 8 എന്ന് പറയുന്നത്. അതിൽ എത്ര 7 bit പകരം 8 bit യൂസ് ചെയ്യും. അതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടാവും, 256 ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇനി എപ്സിഡിക് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ് ഫോർ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് എന്നാണ്. അതിന്റെ എന്താണ് നമുക്ക് വരുന്നത്, എത്ര ബിറ്റ് ആണ്, 8 bit ആണ് വരുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക, എത്ര ക്യാരക്ടേഴ്സ് വരെ ഉണ്ടാവും, 256 ക്യാരക്ടേഴ്സ് വരെ ഉണ്ടാവും. ഓക്കെ, ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഇനി ഇസ്കി വരുന്നത് ഇറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. അതെന്താണ്, ഇന്ത്യൻ സ്ക്രിപ്റ്റ് ആണ് വരുന്നത്. അത് എത്ര ഫോമാ വരുന്നത്, 8 bit ഫോം തന്നെയാണ്. 256 ക്യാരക്ടേഴ്സും അതിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി യൂണിക്കോഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ലാർജർ ആണ്. യൂണിക്കോഡ് വരുമ്പോൾ എന്താണ്, യൂണിക്കോഡ് 16 bit. യൂണിക്കോഡ് ബാക്കിയുള്ളതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, 16 bit ആണ് വന്നത്. അതിൽ എത്ര ക്യാരക്ടേഴ്സ് വരും, 65,536 ക്യാരക്ടേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, യൂണിക്കോഡിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇറ്റ് ക്യാൻ റെപ്രസെന്റ് ദ ഡാറ്റ ഇൻ ഓൾമോസ്റ്റ് റിട്ടൺ ലാംഗ്വേജ് ഓഫ് ദ വേൾഡ്. ഈ വേൾഡിലുള്ള ഏത് റിട്ടൺ ലാംഗ്വേജിലുള്ള ഡാറ്റാസ് എന്താണ്, യൂണിക്കോഡിന്റെ ഉള്ളിലായിട്ട് നമുക്ക് ഉണ്ടാവും.
ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മെയിൻ ആയിട്ട് ഇത് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കേസുകൾ ബ്ലോക്ക് ഡയഗ്രം പഠിക്കുക. ഓക്കെ, എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രം പഠിക്കുക. ALU രജിസ്റ്റർ, ഈ രണ്ട് ടേംസ് നിർബന്ധമായും പറഞ്ഞിരിക്കുക. സ്റ്റോറേജ് യൂണിറ്റ് എന്താണെന്ന് അറിയാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഏതെങ്കിലും വൺസ്, ടൂസ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായും പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കൺവേർഷനും പറഞ്ഞിരിക്കുക. ഏതെങ്കിലും ഒരു കൺവേർഷൻ എന്തായാലും ചോദിക്കും. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എക്സാമിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഏതാണ്? കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കമ്പോണൻസ് ആണ് ചോദിക്കുന്നത്. കമ്പോണൻസ് നമുക്ക് വരുന്നത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഹാർഡ്വെയർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഓക്കെ, ഒരു കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും? ഹാർഡ്വെയർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും. അപ്പോൾ എ മേജർ കമ്പോണന്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് കമ്പ്യൂട്ടറിൽ വരുന്നത്. ഹാർഡ്വെയറിൽ ആരൊക്കെ ഉണ്ടാവും? പ്രൊസസർ ഉണ്ടാവും, മദർ ബോർഡ് ഉണ്ടാവും, പെരിഫറൽ പോർട്സ് ഉണ്ടാവും, മെമ്മറി ഉണ്ടാവും, ഇൻപുട്ട് ഡിവൈസ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പ്രൊസസർ നോക്കണം. പ്രൊസസറിലാണ് ആരിയിരിക്കുന്നത്? നമ്മളുടെ ALUയും കൺട്രോൾ യൂണിറ്റും രജിസ്റ്റേഴ്സും ഈ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്? പ്രൊസസറിന്റെ ഉള്ളിലാണ്. നമ്മൾ നേരത്തെ പഠിച്ച അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും രജിസ്റ്റർ എല്ലാം ഇരിക്കുന്നത്. ALU എന്ന് പറയുന്നത് ALU പെർഫോം ഓൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻസ്. ഏത് അരിത്തമെറ്റിക് ആയാലും പ്ലസ് മൈനസ് ആയിട്ടുള്ളത്. അതുപോലെ ലോജിക്കല് നമ്മൾ മറ്റേ പഠിച്ചിട്ടുണ്ടായിരുന്നു, ആൻഡും നോറൊക്കെ പഠിച്ചത് ഓർക്കണില്ലടാ. ലോജിക്കൽ നോട്ട്, ലോജിക്കൽ ആൻഡ് എന്നൊക്കെ പറഞ്ഞ സാധനം പഠിച്ചത്. അതെല്ലാം വരുന്ന ആരുടെ ഉള്ളിലാണ്? ALUവിന്റെ ഉള്ളിലാണ് വരുന്നത്. പിന്നെ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതെന്ത് ചെയ്യും? ഓരോ സിഗ്നൽസും ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? CU ആണ്, കൺട്രോൾ യൂണിറ്റ് ആണ് വരുന്നത്. ഇനി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, രജിസ്റ്റേഴ്സ് ആർ സ്റ്റോറേജ് ഏരിയ ഇൻസൈഡ് CPU. രജിസ്റ്റേഴ്സ് സ്പീഡ് അപ്പ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാംസ്. പ്രോഗ്രാമിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. രജിസ്റ്റേഴ്സിന്റെ ഉള്ളിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കേസസ് ആരൊക്കെയാണ്? അക്യുമുലേറ്റർ ഉണ്ട്, മെമ്മറി അഡ്രസ് ഉണ്ട്, അതുപോലെ തന്നെ മെമ്മറി ബഫർ രജിസ്റ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്, പ്രോഗ്രാം കൺട്രോളർ ഉണ്ട്. ഇതെല്ലാം ഈ രജിസ്റ്റേഴ്സിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് വരുന്നതാണ്. ഇവർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആ ഒരു സാധനം വർക്ക് ചെയ്യുമ്പോൾ അത് കുറച്ച് നമ്മളിപ്പോൾ സ്പീഡായിട്ട് വർക്ക് ചെയ്യും. തൽക്കാലം ഒരു സാധനം മെമ്മറി ഒക്കെ സ്റ്റോർ ചെയ്ത് പെട്ടെന്ന് ആ മെസ്സേജസ് പാസ് ചെയ്ത് അങ്ങനെ എന്താണ് സ്പീഡിൽ സിസ്റ്റത്തിനെ വർക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആര്? രജിസ്റ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, രജിസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് വരുന്നതാണ് മദർ ബോർഡ് വരുന്നുണ്ട്. മദർ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിന്റഡ് സർക്യൂട്ട് ആണ്. അതിൽ എന്തുണ്ടാവും? കമ്പ്യൂട്ടറിന്റെ എല്ലാ കമ്പോണൻസും അസംബിൾ ചെയ്തേക്കുന്നത് ഇതിനുള്ളിലായിരിക്കും, മദർ ബോർഡിനുള്ളിലായിരിക്കും. റാമും റോമും കാര്യങ്ങളും എല്ലാം അസംബിൾ ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കും മദർ ബോർഡിന്റെ ഉള്ളിലായിരിക്കും വരുന്നത്. ഇനി പെരിഫറൽ പോർട്സ് ആണ്. പെരിഫറൽ പോർട്സിൽ ആരൊക്കെ ഉണ്ട്? പെരിഫറൽ പോർട്സ് എന്ന് പറയുന്നത് ആ ഡിവൈസസ് കണക്റ്റഡ് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് ഡിവൈസ് കമ്പ്യൂട്ടറിലായിട്ട് കണക്ട് ചെയ്യുന്ന ഡിവൈസ് എല്ലാം പെരിഫറൽ പോർട്സ് എന്നാ പറയാ. ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഇതെല്ലാം എന്താണ്? പെരിഫറൽസ് ആണ്. ഈ പെരിഫറൽസ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പോർട്സ് ആണ് എന്ത്? പെരിഫറൽ പോർട്സ് എന്ന് പറയുന്നത്. ആർ ദ സ്ലോട്ട്സ് ഓഫ് മദർ ബോർഡ് ടു കണക്ട് എക്സ്റ്റേണൽ ഡിവൈസസ്. എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്സിനെയാണ് നമ്മൾ എന്താ പറയാ? പെരിഫറൽ പോർട്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഡിഫറെന്റ് പോർട്സ് ആർ സീരിയൽ പോർട്സ് ഉണ്ട്, പാരലൽ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. നമ്മളുടെ ഉള്ളത് USB ആണ്, LAN ഉണ്ട്, PS2 ഓഡിയോ, VGA, HDMI ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിന്റെ ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ്. ഇതെല്ലാം എന്താണ്? പെരിഫറൽ പോർട്സ് ആണ്. അതായത് എക്സ്റ്റേണൽ ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള പോർട്സ്. അതിന് ഫസ്റ്റ് വരുന്നതാണ് സീരിയൽ പോർട്ട് ആണ്. സീരിയൽ പോർട്സ് എന്താണ് യൂസ് ചെയ്യുന്നത്? സീരിയൽ പോർട്ട് ട്രാൻസ്മിറ്റ് ഡാറ്റ 1 bit at a time. അതായത് ഡാറ്റാസ് എന്താണ്? ഒറ്റ 1 bit വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുക. ഇറ്റ് വാസ് യൂസ്ഡ് ടു കണക്ട് മോഡേൺ മോഡംസ്, മൗസ് ആൻഡ് കീബോർഡ്. അതായത് മോഡംസും മൗസും കീബോർഡും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സീരിയൽ പോർട്ട് യൂസ് ചെയ്യുക. ഇനി പാരലൽ പോർട്ട് വരുന്ന സമയത്ത് പാരലൽ പോർട്ട് ക്യാൻ ബി ട്രാൻസ്മിറ്റ് സെവറൽ ബിറ്റ്സ് ഓഫ് ഡാറ്റ അറ്റ് എ ടൈം. ഇവിടെ 1 bit വെച്ച് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ എന്താണ്? സെവറൽ ബിറ്റ്സ് എന്ത് ചെയ്യാം? അറ്റ് എ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതെന്താണ്? കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സ്പീഡ് കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് പ്രിന്റർ ഓർ സ്കാനർ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലോട്ട് എന്താണ്? പ്രിന്ററും സ്കാനറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? പെരിഫറൽ യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മളുടെ സീരിയൽ പോർട്ട് ആര് കണക്ട് ചെയ്യാണ്? മോഡംസും മൗസും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാണ്, കീബോർഡൊക്കെ കണക്ട് ചെയ്യാം. ഇനി USB ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. USB യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം. ഓക്കെ, അപ്പോൾ USB എന്ന് പറയുന്നത് USB പ്രൊവൈഡ് ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഡിവൈസസ്. രണ്ട് ഡിവൈസസ് തമ്മിൽ ഹൈ സ്പീഡ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആര് യൂസ് ചെയ്തിട്ടാണ്? USB യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് സിസ്റ്റത്തിലോട്ട് കയറണമെങ്കിൽ, സിസ്റ്റത്തിൽ നിന്ന് കോപ്പി ചെയ്യണമെങ്കിൽ എല്ലാം എന്താണ് നമ്മൾ കണക്ട് ചെയ്യുക? USB ആണ് കണക്ട് ചെയ്യുക. ഇറ്റ് യൂസ്ഡ് ടു കണക്ട് ഡിവൈസസ് ലൈക്ക് കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ എക്സെട്ര. ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. USBയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് USB പോർട്സ് ആർ കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് ഇലക്ട്രിക് പവർ ടു എക്സ്റ്റേണൽ ഡിവൈസസ്. USB യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക്
ഇലക്ട്രിക് പവർ ട്രാൻസ്ഫർ ചെയ്യാം. അതായത് നിങ്ങൾ USB കണക്ട് ചെയ്യുന്ന സമയത്ത് ഡാറ്റ മാത്രമല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്ത് പാസ് ചെയ്യുന്നുണ്ട്, പവറും പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി USB ഡിവൈസ് ക്യാൻ ബി കണക്റ്റഡ് ആൻഡ് ഡിസ്കണക്റ്റഡ് ഇവൻ ബിറ്റ്വീൻ ദ പവർ ഈസ് ഓൺ. അതായത് USB നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോ ഒരു USB കണക്ട് ചെയ്തു, നിങ്ങളുടെ ഫോണും സിസ്റ്റവും നമ്മൾ USB കേബിൾ ത്രൂ കണക്ട് ചെയ്തു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് എപ്പോൾ വേണമെങ്കിൽ തോന്നുമ്പോൾ ഡിസ്കണക്ട് ചെയ്യാം. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. അതൊക്കെ എന്താണ്, അഡ്വാൻറ്റേജസ് ആണ്, USB-യുടെ അഡ്വാൻറ്റേജസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി ഓഡിയോ പോർട്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ എന്താണ്, യൂസ് ടു കണക്ട് ഓഡിയോ. PS2 എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇന്റർനെറ്റ് ഇൻവെർട്ടഡ് ബൈ IBM, യൂസ് ടു കണക്ടിങ് കീബോർഡ് ആൻഡ് മൗസ് വെരി സ്ലോ. അതായത് പഴയ കേസുകളാണ് PS2 ഒക്കെ വരുന്നത്. PS2 ഒന്നും ഇപ്പോൾ ഉള്ള കേസസ് അല്ല. ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് USB ആണ് വരുന്നത്. പിന്നെ HDMI എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ വീഡിയോ മൾട്ടി ഓഡിയോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HDMI കേബിൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സിസ്റ്റത്തിലെ മോണിറ്ററും CPU ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ HDMI ആണ് യൂസ് ചെയ്യാറ്. കണ്ടിട്ടുള്ളതല്ലേ, അറിയാമല്ലോ HDMI ഏതാണെന്ന്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. മെയിൻ ആയിട്ട് USB ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. USB നമുക്ക് ചിലപ്പോൾ കാണാം. ഇനി വരുന്ന ഒരാളാണ് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറയുന്നത് രണ്ട് മെമ്മറീസ് ഉണ്ട് മക്കളെ. പ്രൈമറി മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. മെമ്മറി എന്തിനു വേണ്ടിയാണ്, നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ മെമ്മറി യൂസ് ചെയ്യുന്നത്. രണ്ട് കേസുകൾ വരുന്നുണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മെമ്മറീസ് എന്താണ് ഫിക്സഡ് ആണ്, ചിലത് എന്താണ് ടെമ്പററി ആണ്. അത് സിസ്റ്റം ഓഫ് ചെയ്ത് ഓൺ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തായി പോകും, അത് മാഞ്ഞു പോകും. അപ്പോൾ മെമ്മറി നമുക്ക് എന്തുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ മെമ്മറി അളക്കുന്ന യൂണിറ്റ്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് MB, GB, TB, KB, ബിറ്റ്. ഏറ്റവും ലോവസ്റ്റ് വരുന്നതാണ് എന്ത്, ബിറ്റ്. ബിറ്റിന് മുകളിലോട്ട് പോയാൽ ബിറ്റ്സ് വരും, പിന്നെ 8 ബിറ്റ്സ് 1024 ബൈറ്റ്സ്. അതായത് ഇവിടെ ബൈറ്റ്സ് വരും, പിന്നെ എന്ത് വരും, KB വരും. KBന്ന് എന്തിലോട്ട് പോകും, MBയിലോട്ട് പോകും. അതായത് 100 KB 1024 KB എന്ന് പറയുമ്പോൾ എന്താവും, 1 MB ആവും. ഇനി 1024 MB എന്ന് പറയുന്നത് എന്താവും, 1 GB ആവും. അതിന്റെ എക്സ്ട്രാ പിന്നെയും കൂടി കഴിഞ്ഞാൽ എന്താവും, TB ആവും. TB എന്ന് പോയി കഴിഞ്ഞാൽ എന്താവും, TB ആവും. ഇങ്ങനെയുള്ള കേസിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതൊന്നും അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് മെമ്മറി ഉള്ളതെന്നുള്ളത്. ഇനി ഈ ഒരു സാധനം നമ്മൾ എപ്പോഴും എക്സാമിന് കാണുന്ന ഒരു സാധനമാണ് റാമും റോമും. റാം എന്ന് പറയുന്നതാണ് റാൻഡം ആക്സസ് മെമ്മറിയാണ്. റോം എന്ന് പറയുന്നതാണ് റീഡ് ഓൺലി മെമ്മറിയാണ്. റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി, റോം എന്ന് പറയുന്നതാണ് റീഡ് ഓൺലി മെമ്മറിയാണ്. റാം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, റോമിനേക്കാൾ ഫാസ്റ്റർ ആയിരിക്കും. ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ റോം. റോം എടുക്കുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് സ്ലോവർ ദാൻ ദ സ്ലോവർ മെമ്മറി. റോം എന്ന് പറയുന്നത് വളരെ സ്ലോവർ ആയിട്ടുള്ള മെമ്മറിയാണ്. ഇനി ഇവിടുത്തെ കേസ് ഇത് അറിഞ്ഞിരിക്കുക, ഇറ്റ് സ്റ്റോറേജ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ടെമ്പററി. ഇവിടെ എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, OS ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും, പിന്നെ എന്താണ് ടെമ്പററി ഡാറ്റാസ്. അതായത് നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്ത് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഡാറ്റാസ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും, റോമിലായിരിക്കും. ഇനി റാമിലായിരിക്കും. റോം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോർസ് ദ പ്രോഗ്രാം റിക്വയർഡ് ടു ബൂട്ട് ദ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങളെല്ലാം ബൂട്ട് ചെയ്യാനും കാര്യങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എന്താണ്, റോമിലായിരിക്കുക. റോമിലുള്ള ഡാറ്റാസ് നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്താലും അവിടെ തന്നെ ഉണ്ടാവും, പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ റാമിൽ സ്റ്റോർ ചെയ്തേക്കുന്ന എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ഓൺ ആയി കഴിഞ്ഞാൽ റാമിലുള്ള ഡാറ്റാസ് എന്തായി പോകും, നമുക്ക് നഷ്ടമാവും, അത് പിന്നെ റിക്കവർ ആവില്ല. ഓക്കെ, ഇറ്റ് അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. റാമിൽ എന്തൊക്കെയുള്ളത്, റീഡിങ്ങും റൈറ്റിംഗും മാത്രമാണ്. റോമിൽ എന്താണ്, റീഡിങ് ഓൺലി ഉള്ളൂ, റൈറ്റിംഗ് പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് എ വോളറ്റൈൽ ആൻഡ് ഇറ്റ് അലൗസ് ദ ലൂസ് ഡാറ്റ ഇഫ് ദ പവർ ഈസ് ടേൺഡ് ഓഫ്. പവർ ഓഫ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ഡാറ്റ പോകും. ഇവിടെ എന്താണ്, നോൺ വോളറ്റൈലാ. ആ പവർ ഓഫ് ആയാലും എന്ത് പറ്റിയാലും ആ ഡിവൈസിലുള്ള ഡാറ്റ എല്ലായ്പ്പോഴും എന്തുണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവും. ഇൻ കേസ് എപ്പോൾ മാത്രമേ പോകുള്ളൂ, നമ്മുടെ റോം എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD ഒക്കെ എന്തെങ്കിലും കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റോമിലുള്ള ഡാറ്റാസ് പോകും. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റാംസ് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയുണ്ട്, പ്രോം ഉണ്ട്, EPROM ഉണ്ട്, EPROM ഉണ്ട്. ഓക്കെ, പ്രോം എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ റോം എന്നാണ്. EPROM എന്ന് പറഞ്ഞാൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം ആണ്. നെക്സ്റ്റ് എന്താണ്, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. അപ്പൊ റോം എത്ര ടൈപ്സ് ഉണ്ട്, 3 ടൈപ്സ് ഉണ്ട്. ആ 3 ടൈപ്സിന്റെ നെയിമും എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് അത് എന്താണെന്ന് പഠിച്ചിരിക്കും, ആ നെയിമും കാര്യങ്ങളും എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം, അതിന്റെ ഫുൾ ഫോമും പഠിച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഇതിലുള്ള വേറൊരു മെമ്മറിയാണ് കാഷെ മെമ്മറി എന്ന് പറയുന്നത്. കാഷെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണ് കാഷെ മെമ്മറി? ഈസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രൊസസർ ആൻഡ് റാം. പ്രൊസസറിനും റാമിനും ഇടയിലുള്ള ഒരു ഫാസ്റ്റർ മെമ്മറിയാണ്. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഫ്രീക്വൻലി ആക്സസ്ഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ സ്റ്റോർഡ് ഇൻ എ കാഷെ മെമ്മറി ഫോർ എ ക്വിക്ക് ആക്സസ്. അതായത് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ സിസ്റ്റത്തിൽ ഒരു സാധനം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ മെമ്മറീസ് ഒക്കെ എന്ത് ചെയ്യും, ക്യാഷിൽ സ്റ്റോറേജ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ക്യാഷെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് ക്യാഷിലുള്ള ഡാറ്റാസ് എന്ത് ചെയ്യും, പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു ടെമ്പററി ആയിട്ട് ക്യാഷെ മെമ്മറി ഇവിടെ കിടക്കുന്നുണ്ടാവും. ക്യാഷെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എന്താവും, കുറച്ചും കൂടി സ്പീഡായിട്ട് വർക്ക് ചെയ്യും. അതായത് നമ്മളൊരു സാധനം വർക്ക് ചെയ്യുമ്പോൾ തൽക്കാലത്തേക്ക് സേവ് ചെയ്ത് വെക്കുന്ന എവിടെ, ക്യാഷിലാണ്. ക്യാഷെ ഈസ് എ ഫാസ്റ്റർ ദാൻ റാം. ക്യാഷ് എന്ന് പറയുന്നത് റാമിനേക്കാൾ ഫാസ്റ്റർ ആണ്. ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ റാം. അതെന്താണ്, റാമിനേക്കാൾ എക്സ്പെൻസീവും ആണ്. ഇതെല്ലാം ഏതി പെടും, പ്രൈമറിയിൽ വരുന്ന കേസാണ്. ഇനി സെക്കൻഡറിയിൽ വരുന്ന ആളുകളാണ് എന്ത്,
സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് ഓക്സിലറി മെമ്മറി ആണ്, നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്ന മെമ്മറീസ് ആണ്. സെക്കൻഡറി മെമ്മറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഓഫ് എ പ്രോഗ്രാംസ് പെർമനന്റ്ലി. അതായത് എന്താണ്, പെർമനന്റ് ആയിട്ട് ഡാറ്റാസും കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെക്കാനാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നത്. അതെന്താണ്, നോൺ വോൾട്ടൈൽ ആണ്. അതായത് പവർ ഓഫ് ചെയ്താലൊന്നും പോവില്ല. ഇറ്റ് ഈസ് മച്ച് ലാർജർ ദാൻ ദ റാം. റാമിന്റെ സൈസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, വളരെ ലാർജർ ആയിരിക്കും. അതായത് റാം ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ഡിവൈസിൽ മാക്സിമം എന്താണ് 16 GB, ചിലപ്പോൾ 32 GB ഒക്കെ റാം കാണും. അതേസമയം റോം വരുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ 1 TB 512 GB അങ്ങനെയൊക്കെ ആയിരിക്കും റോമിന്റെ വര. അതായത് ഇതെന്താണ്, കുറച്ചും കൂടി റോമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്താണ്, റാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റോം എന്ന് പറയുന്നത് ലാർജർ ആയിരിക്കും. ഇനി ഇറ്റ് ഈസ് സ്ലോവർ ദാൻ റാം. റാമിനെ വെച്ച് നോക്കുമ്പോൾ റോം എന്താണ്, സ്ലോവർ ആണ്. ഇറ്റ് ആക്ട് ആസ് എ ബാക്കപ്പ്. അതായത് എന്തെങ്കിലും ബാക്കപ്പ് ആയിട്ട് അത് ആക്ട് ചെയ്യും. കാരണം നമ്മൾ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കപ്പ് എടുത്ത് വെക്കാനും കാര്യങ്ങളും സേവ് ആയിട്ട് വെക്കാൻ. റോമിലുള്ള കാര്യങ്ങൾ എന്താണ്, ഒരിക്കലും പോവില്ല. റാമിലുള്ള എന്താണ്, ഡിവൈസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യാം. അതിന് വരുന്ന കേസുകൾ ഏതൊക്കെയാണ്, മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസസ്, ഇതൊക്കെ ഒന്നും ഇപ്പോൾ ഇല്ല. CD, DVD, ബ്ലൂറേ, DVD ഇതും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, USB ഫ്ലാഷ് ഡ്രൈവ് യൂസ് ചെയ്യാറുണ്ട്, അതായത് പെൻ ഡ്രൈവ്, അതിപ്പോൾ കമ്പാരിറ്റീവ് അതും യൂസ് ചെയ്യാറില്ല. മെമ്മറി കാർഡ് അതും നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല. പിന്നുള്ളത് ഹാർഡ് ഡിസ്കുകൾ യൂസ് ചെയ്യാറുണ്ട്, SSD യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, സെമി കണ്ടക്ടർ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നത് SSD ആണ്. SSD യൂസ് ചെയ്യാം. HDD എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആണ്, ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാം. ഫ്ലാഷ് ഡ്രൈവ് ഇതെല്ലാം എന്താണ്, സെക്കൻഡറി മെമ്മറീസ് ആണ്. ഇതെന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഈ ഒരു ടേബിളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണോ മക്കളെ. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ വരണം എന്നില്ല. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഏതെങ്കിലും ഇങ്ങനെ നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. രജിസ്റ്ററോ ക്യാഷയോ റാമോ ഹാർഡ് ഡിസ്കോ ഒന്നും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവില്ല. ഇതിന്റെ ബാക്കിയുള്ള കേസുകൾ ഉണ്ടാവും, സ്പീഡൊക്കെ തന്നിട്ടുണ്ടാവും. സ്പീഡ് ഇത് വെച്ചിട്ടായിരിക്കില്ല, ഫാസ്റ്റസ്റ്റ് ഒന്നും ആയിരിക്കില്ല, എന്നങ്ങനെ കമ്പയർ ചെയ്ത് വെച്ചൊക്കെയായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഇത് കൂടുതലായിരിക്കും, ഇത് കുറച്ച് കുറവായിരിക്കും, അങ്ങനെയുള്ള രീതിയിലായിരിക്കും വന്നങ്ങനെ. അപ്പൊ നിങ്ങൾ ഈ ഒരു ടേബിൾ അറിഞ്ഞിരിക്കണം. അതായത് രജിസ്റ്റർ ആണെങ്കിൽ എന്തായിരിക്കും, ഫാസ്റ്റസ്റ്റ് ആയിരിക്കും. ഇനി ക്യാഷ് ആണെങ്കിലായിരിക്കും എന്ത്, ഏറ്റവും കൂടുതൽ വരാം. ഇനി റാം വരുന്നത് എന്താണ്, വെരി ഫാസ്റ്റ് ആയിരിക്കും. ഇതിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ റാം എന്തായിരിക്കും, ക്യാഷെ റാമിനേക്കാളും കൂടുതലായിരിക്കും കേട്ടോ. ക്യാഷയുടെ സ്പീഡ് എന്ന് പറയുന്നത് റാമിനേക്കാൾ കൂടുതലായിരിക്കും. റാം വെരി ഫാസ്റ്റ് ആയിരിക്കും. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അവിടെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ, ഈ കാര്യങ്ങൾ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ളതായിട്ടായിരിക്കും ഹാർഡ് ഡിസ്കിന്റെ സ്പീഡ് ആയിരിക്കും വരാം. ഇനി കപ്പാസിറ്റി എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സിന് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ക്യാഷയ്ക്ക് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ റാം വരുമ്പോൾ സമയത്ത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഉണ്ടാവും. ഹാർഡ് ഡിസ്ക് വരുമ്പോൾ എന്താണ്, സൈസ് വളരെ കൂടുതലായിരിക്കും. ഇനി റിലേറ്റീവ് കോസ്റ്റ് എപ്പോഴും ആർക്കായിരിക്കും കൂടുതൽ, രജിസ്റ്റേഴ്സിനും ക്യാഷയ്ക്കും ആയിരിക്കും കൂടുതലായിട്ട് വരാം. റാമും ഹാർഡ് ഡിസ്ക് ഒന്നും അതിനെയും കമ്പയർ ചെയ്ത് വെച്ചുമ്പോൾ കുറവായിരിക്കും. ഇതെല്ലാം എന്തായിരിക്കും, ക്യാഷ്, രജിസ്റ്റർ, റാം ഇത് മൂന്നും വോളട്ടൈൽ ആയിരിക്കും. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒട്ടും സ്പീഡ് ഉണ്ടാവില്ല. ഓക്കെ, വോൾട്ടൈൽ ആയിരിക്കില്ല, നോൺ വോൾട്ടൈൽ ആയിരിക്കും. കാരണം എന്താ, അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ല. അത് അപ്പോഴും എന്തുണ്ടാവും, ആ ഡാറ്റ അവിടെ ഉണ്ടാവും. ഈ ഒരു ടേബിള് എവിടെയൊക്കെ ആർക്കൊക്കെയാണ് സ്പീഡ് കൂടുതൽ, ആർക്കൊക്കെയാണ് സ്പീഡ് കുറവ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ഒരു തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ടഫായിരുന്നു, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നേക്കുന്നത് എന്തായിരുന്നു, ഇവിടുത്തെ ആളുകളുടെ പേരൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പകരം ഈ സാധനങ്ങളൊക്കെ തന്നു. അതായത് നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂസാണ് തന്നത്. ഇപ്പൊ ഫാസ്റ്റസ്റ്റ്, വെരി ഫാസ്റ്റ്, ഇത് സ്പീഡൊക്കെ എന്താണ് വാല്യൂസ് ആയിട്ടാണ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ കപ്പാസിറ്റിയും എന്താണ് വാല്യൂസ് ആയിട്ടൊക്കെ തന്നത്. അതുപോലെ തന്നെ കോസ്റ്റും വാല്യൂസ് ആയിട്ടൊക്കെ തന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ആ ഒരു കോസ്റ്റും വാല്യൂസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അതിന്റെ നെയിംസും കാര്യങ്ങളും കണ്ടുപിടിക്കുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരുന്നേക്ക് കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതിലെ ടോപ്പിക് എന്ന് പറയുന്നത് E-Waste ആണ്. E-Waste എന്ന് പറയുന്ന ടോപ്പിക് എന്തായാലും ഉണ്ടാവടാ. E-Waste കുറിച്ച് ജസ്റ്റ് ഒരു 4 മാർക്സ് 5 മാർക്സ് ആയിട്ട് E-Waste എന്ത് ചെയ്യണം, എഴുതാനുണ്ടാവും. അല്ലെങ്കിൽ ഒരു മിനിമം 3 മാർക്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. E-Waste കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എഴുതാനുണ്ടാവും. ജസ്റ്റ് തള്ളാനുള്ള ഓപ്ഷൻ ഉള്ളതാ. E-Waste കേസിൽ നമുക്ക് തള്ളാം, ഇഷ്ടം പോലെ നിങ്ങൾക്ക് തള്ളാനുണ്ട്. ഓക്കെ, കൺസെപ്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തള്ളാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് E-Waste എന്ന് പറയുന്നത്. എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കോ. ഓക്കെ, അപ്പൊ E-Waste എന്ന് പറയുന്നത്, പക്ഷെ തള്ളുമ്പോൾ കണ്ടന്റ് ഉണ്ടാവണം, വേറെ സിനിമാ കഥകൾ വരരുത്. ഓക്കെ, അപ്പോൾ E-Waste എന്ന് പറയുന്നത് എന്താണ്, റെഫേഴ്സ് ടു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് നിയറിംഗ് ടു ദ എൻഡ് ഓഫ് ദെയർ യൂസ്ഫുൾ ലൈഫ്. അതായത് നമ്മൾ ഏതെങ്കിലും ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് എന്താണ്, അത് എൻഡായി, അതായത് ചത്തു. അത് ഇപ്പൊ നമ്മൾ ഫോണൊക്കെ ഒരു 8 കൊല്ലമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഫോണിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല, അതിന് ജീവനില്ല. അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കളയുന്നതിനാണ് നമ്മൾ എന്താ പറയാ, E-Waste എന്ന് പറയാം. E-Waste ഡിസ്പോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് അറിയണം. ഏതൊക്കെയാണ്, റീയൂസ് ഉണ്ട്, ഇൻസിനറേഷൻ ഉണ്ട്, റീസൈക്ലിംഗ് ഉണ്ട്, ലാൻഡ് ഫില്ലിംഗ് ഉണ്ട്. റീയൂസ് എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് ഹാൻഡ് യൂസ് ആയിട്ട് നമ്മൾ, അതായത് നമുക്ക് ഉപയോഗിച്ച് കളയുന്നതിന് വരായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് പിന്നെ അതിന് യൂസ് ചെയ്യുന്നതാണ് റീയൂസ് എന്ന് പറയാം. ഇൻസിനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പൾഷൻ പ്രോസസ് ഇൻ വിച്ച് ദ E-Waste is burned at a high temperature. വളരെ വലിയൊരു ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും,
അതിനെ ബേൺ ചെയ്യും. എല്ലാത്തിനെയും മെൽറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ബേൺ ചെയ്ത് കഴിയും. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ന്യൂ പ്രൊഡക്റ്റ് ഫ്രം ദ ഓൾഡ് ഡിവൈസ്. അതായത് പഴയ ഡിവൈസസിന്റെ എന്ത് ചെയ്യും, സാധനങ്ങളൊക്കെ എടുത്ത് പറക്കി വെച്ചിട്ട് നമ്മൾ പുതിയ ഡിവൈസസ് ക്രിയേറ്റ് ചെയ്യും. അതായത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഫോൺസ് ഒക്കെ അടിച്ചു പോയ ഫോൺസ് ഒക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു 600-700 രൂപയൊക്കെ നമുക്ക് കടക്കാർ തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഫോം വരുമ്പോൾ പാർട്സ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പഴയ ഫോണിന്റെ വർക്ക് ചെയ്യുന്ന പാർട്സ് ചെക്ക് ചെയ്തിട്ട് അതെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഉപയോഗിച്ച് കൊടുക്കും. അപ്പൊ നമുക്ക് കുറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ വരുന്നതാണ് ലാൻഡ് ഫില്ലിംഗ്. ഇൻ ദിസ് മെത്തേഡ് സോയിൽ ഈസ് എക്സ്കവേറ്റഡ് ആൻഡ് ഇ വേസ്റ്റ് ഈസ് ബറിഡ് ഇറ്റ്. അതായത് അത്ര ഉള്ളൂ, എന്ത് ചെയ്യാ, കുഴിച്ചു മൂടാം. സാധനങ്ങൾ എടുത്തിട്ട് എന്താണ് കുഴിച്ചു കൂടുന്നതിനാണ് നമ്മൾ എന്താ പറയാ, ലാൻഡ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഈ സംഭവങ്ങൾ വെച്ചിട്ട് വേണ്ട നിങ്ങൾ ഒന്ന് ഇതിനെ നീട്ടണം, ചെറുതായിട്ടൊന്ന് വലിച്ചു നീട്ടിയെടുക്കുക. ഇനി ഇതിന്റെ എന്താണ്, വൈ ഷുഡ് ബി ബി കൺസേൺഡ് അബൌട്ട് ഇ വേസ്റ്റ്? ഇ വേസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ കൺസേൺ ചെയ്യുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഇലക്ട്രോണിക് വേസ്റ്റ് കണ്ടെയ്ൻസ് സം ടോക്സിക് സബ്സ്റ്റൻസ് ആൻഡ് സച്ച് ആസ് മെർക്കുറി, ലെഡ് എക്സെട്ര. അതായത് ഇതിന്റെ ഉള്ളിൽ ബോർഡ് ഉണ്ടല്ലോ, ബോർഡിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വരുന്നുണ്ട്, മെർക്കുറിയും ലെഡും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെന്താണ്, നമുക്ക് വളരെ ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ്. ഇനി ദ ടോക്സിക് മെറ്റീരിയൽസ് ക്യാൻ ബി കോസ് ക്യാൻസർ ആൻഡ് മേ അതർ ഹെൽത്ത് പ്രോബ്ലംസ് ഇറ്റ് നോട്ട് ബി പ്രോപ്പർലി മാനേജ്ഡ്. അതായത് ഈ വേസ്റ്റ് എന്താണ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് ക്യാൻസർ അടക്കമുള്ള അസുഖങ്ങൾ വരാം. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനും കൂടുതൽ നമുക്ക് വേസ്റ്റ് വരാൻ പോകുന്ന കേസാണ് ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഉപയോഗിച്ച് നിങ്ങളുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് നമ്മൾ ഇടുന്ന വാച്ച് അടക്കം എന്താണ്, നോർമൽ വാച്ച് ആരും എടുക്കാറില്ല, സ്മാർട്ട് വാച്ച് അത് എടുക്കാറുള്ളൂ. അപ്പൊ അവിടെ തുടങ്ങി എല്ലാ കാര്യത്തിലും എന്തുണ്ട്, ഇ വേസ്റ്റും കാര്യങ്ങളുണ്ട്. ഇനി സ്റ്റുഡൻസ് റോൾ ഇൻ ദ ഇ വേസ്റ്റ് ഡിസ്പോസൽ. അത് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇത് നമുക്ക് എങ്ങനെ, അതായത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ആ സാധനം എഴുതണം, എങ്ങനെയൊക്കെ അത് റീയൂസ് ചെയ്യാം, എങ്ങനെയൊക്കെ അത് സോൾവ് ചെയ്യാന്ന് എഴുതണം, അതിന്റെ ഇഷ്യൂസ് എഴുതണം. അതിന് നിങ്ങളുടെ എന്തെങ്കിലും റോൾസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് കൊടുക്കാം, സ്റ്റോപ്പ് ബൈയിങ് അൺനെസറി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. ഓക്കെ. ഇനി ട്രൈ ടു റിപ്പയർ ഫോൾട്ടി ഡിവൈസസ് ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ന്യൂ വൺ. അതായത് പഴയ സാധനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് കളഞ്ഞ് പുതിയത് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് അതിനെ ശരിയാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ആരും അത് ചെയ്യാറില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ട്രൈ ടു റീസൈക്ലിംഗ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യാൻ നോക്കുക. ബൈ റീചാർജബിൾ ഇൻസ്റ്റെഡ് ഓഫ് ഡിസ്പോസൽ ബാറ്ററീസ്. അതായത് റീചാർജബിൾ ബാറ്ററീസ് വാങ്ങിക്കുക, ഡിസ്പോസൽ ബാറ്ററീസ് ഒഴിവാക്കാം. അത് കോമൺ ആയിട്ട് ഇപ്പൊ ആരും ഡിസ്പോസൽ വാങ്ങിക്കാറില്ല, റീചാർജബിൾ ആണ് നമ്മൾ കൂടുതലും വാങ്ങിക്കാറ്. ബൈ പ്രൊഡക്റ്റ് വിത്ത് ഗുഡ് വാറന്റി. നല്ല വാറന്റി ഉള്ള സാധനങ്ങൾ വാങ്ങിക്കുക, ചാത്തൻ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വാറന്റി ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വേസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഈ സംഭവങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങ് വലിക്കുക. എസ് എ വന്നു കഴിഞ്ഞാൽ അത് ചെയ്താൽ മതി, നമുക്ക് മാർക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് കൊടുക്കുക, കണ്ടന്റ് കൊടുത്തിട്ട് അതിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ മാർക്കിനുള്ള സംഭവം ഉണ്ടാവും. ഓക്കെ. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, OS എന്നാണ് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. യൂസറും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്താ പറയാ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ട്, ആ സിസ്റ്റത്തിൽ OS ഇല്ലെങ്കിൽ ആ സിസ്റ്റം വെറുതെയാണ്, അതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വിൻഡോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉബണ്ടു ഉണ്ടാവും, ചിലപ്പോൾ ലിനക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ മാക് ആണെങ്കിൽ മാക്കിന്റെ ആയിരിക്കും, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്ക് സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് യൂസറും ഹാർഡ്വെയറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ വർക്ക് ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മേജർ ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് എന്താണ്, പ്രോസസ് മാനേജ്, മെമ്മറി മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. എന്തൊക്കെയാണ്? പ്രോസസർ മാനേജ് ചെയ്യുക, മെമ്മറി മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഫയൽസ് മാനേജ് ചെയ്യുക, ഡിവൈസിനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. ഇതാണ് ഈ ഒരു മാനേജ്മെന്റ് ആണ് ആര് നോക്കുന്നത്, നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിൽ പിന്നെ നമുക്ക് അതിൽ വേറെ ഒരു കേസ് പഠിക്കാനുള്ളത്, 2 ടൈപ്പ് ലാംഗ്വേജസ് വരുന്നുണ്ട് സിസ്റ്റത്തിൽ. 2 ടൈപ്പ് ലാംഗ്വേജസ് വരുന്നുണ്ട്. 2 ടൈപ്പിൽ ഏതൊക്കെയാണ്? ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ഓക്കെ. ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജിനുള്ളിൽ 2 ആൾക്കാരുണ്ട്, ഒന്ന് മെഷീൻ ലാംഗ്വേജും ഒന്ന് അസംബ്ലി ലാംഗ്വേജും. മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, ദ ലാംഗ്വേജ് വിച്ച് യൂസസ് ദ ബൈനറി ഡിജിറ്റ് സീറോസ് ആൻഡ് വൺസ്. അതായത് മെഷീൻ ലാംഗ്വേജിൽ എന്താണ്, അതിന് എന്ത് മാത്രമേ ഉള്ളൂ, സീറോസും വൺസും മാത്രമേ ഉള്ളൂ. എന്ത് പറഞ്ഞാലും സീറോസിനും വൺസിനും മാത്രം റീഡ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ലാംഗ്വേജിനാ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയും. ഇനി അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റർമീഡിയറ്റ് ലെവൽ സിംബോളിക് പ്രോഗ്രാം ലാംഗ്വേജ്. ഇറ്റ്സ് യൂസസ് സിംബൽസ് ലൈക്ക് ADD, സബ് എക്സെട്ര. അതായത് വേറൊരു ടൈപ്പ് നമ്മളുടെ ഏത് സാധനമാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അഡ്രിനോളൊക്കെ വരുന്ന ഒരു ടൈപ്പ് സംഭവം. അതിലൊക്കെ വരുന്ന ഉള്ളിലോട്ട് വരുമ്പോൾ ഉള്ള ലാംഗ്വേജ് ആണ് നമുക്ക് ഇതിൽ. അസംബ്ലി ലാംഗ്വേജിൽ ADD, സബ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരാം.
അസംബ്ലി ലാംഗ്വേജ് അറിഞ്ഞില്ലെങ്കിലും മെഷീൻ ലാംഗ്വേജ് നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തിനാണ്? ഇറ്റ് ഇസ് സിംപ്ലർ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ. അതായത് നമുക്ക് സീറോസും വൺസും വെച്ച് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാം എഴുതുമ്പോൾ സീറോസും വൺസും വെച്ച് നമുക്ക് ആ പ്രോഗ്രാം എഴുതി തീർക്കാൻ പറ്റുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഈസിലി വായിക്കാൻ പറ്റുന്നതിനും നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യത്തിലാണ് നമ്മൾ എന്താ പറയാ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ കമ്പ്യൂട്ടറിന് എന്തറിയില്ല? ഹൈ ലെവൽ ലാംഗ്വേജ് അറിയില്ല. ആർക്കും അത്ര അറിയുള്ളൂ? നമുക്കേ അറിയുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് C++. നമ്മൾ പഠിക്കുന്ന C++ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ്. നമ്മൾ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടറിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് C++ എന്ന് പറഞ്ഞ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. സീറോസും വൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ സിസ്റ്റം മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യും? ലാംഗ്വേജ് പ്രൊസസ്സേഴ്സിനെ യൂസ് ചെയ്യും. അതായത് നമ്മൾ പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജാ, കമ്പ്യൂട്ടർ മനസ്സിലാവുന്നത് മെഷീൻ ലാംഗ്വേജോ അസംബ്ലർ ലാംഗ്വേജോ. അപ്പൊ ഇതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ലാംഗ്വേജ് പ്രൊസസ്സേഴ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? അസംബ്ലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്, കമ്പൈലർ ഉണ്ട്. അസംബ്ലർ ഉണ്ട്, ഇന്റർപ്രറ്റർ ഉണ്ട്, കമ്പൈലർ ഉണ്ട്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേഴ്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെ സബും USSD ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അസംബ്ലി ലാംഗ്വേജിനെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് അസംബ്ലർ. ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് ഇറ്റ് കൺവേർട്സ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ബൈ ലൈൻ. ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് എന്താണ് നമ്മളുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റർ യൂസ് ചെയ്യുന്ന നമ്മളെ പൈത്തൺ ഒക്കെ എന്താണ് ഇന്റർപ്രറ്റർ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. പൈത്തൺ ഒക്കെ എന്താണ് ഇന്റർപ്രറ്റർ. ഇനി നമുക്ക് വരുന്ന ആരാണ്? കമ്പൈലർ ആണ്. കമ്പൈലർ എന്ത് ചെയ്യുക? ഇറ്റ് കൺവേർട്സ് ദ ഹോൾ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അതായത് ഇന്റർപ്രറ്റർ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ ലൈൻ എന്താണ് ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യും. കമ്പൈലർ എന്ത് ചെയ്യുക? മൊത്തം പ്രോഗ്രാമിന് എന്ത് ചെയ്യും? ഒറ്റയടിക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ. നമുക്ക് ആരാ വരുന്നത്? C++ലേക്ക് ആരാ വരുന്നത്? കമ്പൈലർ ആണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇതിൽ അറിയേണ്ട ഒരു കേസാണ് ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, എന്താണ് ഫ്രീ വെയർ, എന്താണ് ഷെയർ വെയർ എന്നുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നുമില്ല. ഫ്രീ വെയർ എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് സോഫ്റ്റ്വെയർ അവൈലബിൾ ഫോർ ഫ്രീ കോസ്റ്റ് ആൻഡ് അൾട്ടിമേറ്റ് പീരിയഡ്. അതായത് എന്താണ്? പ്രത്യേകിച്ച് പൈസ ചിലവൊന്നും ഇല്ലാതെ നമ്മുടെ ഡിവൈസിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റുന്ന സോഫ്റ്റ്വെയർസിന് എന്താ പറയാ? ഫ്രീ വെയർ എന്ന് പറയാം. ഇനി നമ്മൾ അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ഗിവ് us യൂസേഴ്സ് ചാൻസ് ടു ട്രൈ സോഫ്റ്റ്വെയർ ബിഫോർ ബൈയിങ് ഇറ്റ്. അതായത് നിങ്ങളൊക്കെ എന്താണ് ഇപ്പോ ഏതാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? നിങ്ങളൊക്കെ ഓഫീസ് 360 എന്ന് പറഞ്ഞിട്ട് വേർഡൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഓഫീസ് 360 എന്ന് പറഞ്ഞ കേസ് ഉണ്ട്. അവർ നമുക്ക് ഫ്രീ വെർഷൻ തരും. പക്ഷെ അതിൽ എല്ലാ സാധനവും ഉണ്ടാവില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്ന ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പൈസ കൊടുത്താണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിന് എന്താ പറയുക? ഷെയർ വെയർ എന്ന് പറയാം. എൻറ്റയർലി ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്ത് ഫ്രീ വെയർ എന്ന് പറയാം. അതായത് സോഫ്റ്റ്വെയർസ് നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് ഇട്ടിക്കഴിഞ്ഞാൽ ഫ്രീ വെയറും, അതുപോലെ തന്നെ തൽക്കാലം ഉപയോഗിക്കുന്നതിന് എന്ത് പറയും? ഷെയർ വെയർ എന്നും പറയും. ഇനി ഓൾ ദ ഫീച്ചേഴ്സ് ആർ ഫ്രീ. ഇവിടെ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. ഇവിടെ എന്താണ്? ഓൾ ദ ഫീച്ചേഴ്സ് ആർ നോട്ട് അവൈലബിൾ. അതായത് ചിലതൊന്നും തരില്ല. നമ്മൾ ചില സോഫ്റ്റ്വെയറിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവർ നമ്മൾ ചിലതൊക്കെ നിങ്ങൾ എഡിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ആണെങ്കിൽ അതിലെല്ലാം അവർ ഫ്രീ ആയിരിക്കില്ല. ചിലതൊക്കെ അവർ എന്ത് ചെയ്യും? നമുക്ക് ഫ്രീ ആയിട്ട് തരാതെ പൈസ കൊടുത്താൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളത് എന്താ പറയാ? ഷെയർ വെയർ എന്ന് പറയാം. ഇനി ഫ്രീ വെയർ പ്രോഗ്രാംസ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീ ഓഫ് കോസ്റ്റ്. അതായത് എന്താണ്? അത് നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും? അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടെ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ഫ്രീലി. എന്താണ്? ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ചിലപ്പോൾ എന്താണ് മേ നോട്ട് ബി ഫ്രീലി. അതായത് ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതാണ് ഫ്രീ വെയറും ഷെയർ വെയറും തമ്മിലുള്ള ഡിഫറൻസ്. അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇൻ കേസ് ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, വലിയ കാര്യമായിട്ട് ഫ്രീ വെയറും ഷെയർ വെയറും അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ട് വലിയ രീതിയിൽ കണ്ടിട്ടില്ല. പക്ഷെ 2-3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പോയാലോ മക്കളെ? അടുത്തത് പോകുന്നതിന് മുമ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ? ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോ. 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം കേട്ടോ. വീഡിയോ ഓൺ ചെയ്യാടാ, വേഗാവട്ടെ. എല്ലാവരും തിരിച്ചെന്ന് വീഡിയോ ഓൺ ചെയ്ത്. ഗൈസ് 5 മിനിറ്റ്സ് ഉണ്ടായുള്ളൂ. എല്ലാവരും തിരിച്ചെന്ന് വീഡിയോ ഓൺ ചെയ്യേണ്ടതാണ്. നമുക്ക് കുറേ ദൂരങ്ങൾ സഞ്ചരിക്കാനുള്ളതാണ്. ഓക്കെ, എടാ എല്ലാവരും വീഡിയോ ഓൺ ചെയ്യട്ടാ. തിരിച്ചു വന്നില്ലേ? വെയിറ്റ് ചെയ്യാ. അതെ, എല്ലാരും വന്ന് ഓൺ ചെയ്യാ. അലക്സൊക്കെ എവിടെ? അലക്സിനൊന്നും കാണാനില്ല. അതെ, അലക്സേ മക്കളെല്ലാരും വീഡിയോ ഓൺ ചെയ്തോ. ഓക്കെ, അപ്പോ നമുക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാം. ഇനി വീഡിയോ ഓൺ ചെയ്യാത്തവരെല്ലാവരെയും സാറന്മാർ ഡീലാക്കിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം.
മൂന്നാമത്തെ ചാപ്റ്റർ ആണ് മക്കളെ. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എന്തായിരുന്നു അൽഗോരിതം ഫ്ലോ ചാർട്ട്സും ആണ് പഠിച്ചത്. അൽഗോരിതം ഫ്ലോ ചാർട്ടും എന്തായാലും പഠിക്കണം കേട്ടോ. പ്രോഗ്രാം എഴുതാൻ നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും അൽഗോരിതം ഫ്ലോ ചാർട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അൽഗോരിതം ഫ്ലോ ചാർട്ട്സും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അൽഗോരിതം ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു വീട് പണിയുമ്പോൾ അതിന്റെ പ്ലാൻ പോലെയാണ് നമ്മളുടെ പ്രോഗ്രാമിങ്ങിന്റെ അൽഗോരിതം ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അൽഗോരിതം എന്ന് പറയുന്നത് അതിന്റെ എന്താണ്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതിന് അൽഗോരിതം എന്ന് പറയും. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നതാണ് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയ സാധനത്തിന് നമ്മൾ ഒരു പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് പറയും? നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസുകളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എന്താണ് അൽഗോരിതം, എന്താണ് ഫ്ലോ ചാർട്ട് എന്നുള്ളത് നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാവണം, എഴുതാനും പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അൽഗോരിതം എന്ന് പറയുന്ന അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗിൽ രണ്ട് ടൈപ്പിലാണ് നമുക്ക് വരുന്നത്. ഒരു പ്രോബ്ലത്തിന് നമുക്ക് ടോപ്പ് ഡൗൺ ഡിസൈൻ ഉണ്ട്, ബോട്ടം അപ്പ് ഡിസൈൻ ഉണ്ട്. അതായത് നമ്മളൊരു ഫുൾ പ്രോഗ്രാമിന് എന്ത് ചെയ്യും? സബായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് ഓരോരുത്തർക്കായിട്ട് വർക്ക് ചെയ്യാൻ കൊടുക്കുക, എന്നിട്ട് അതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ പ്രോഗ്രാം ആയിട്ട് നമ്മൾ മാറ്റും. അതിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു പ്രോഗ്രാമിനെ ഫുൾ ആയിട്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഒരാൾ ഇന്നല്ല ചെയ്യാം, പലരും ചെയ്യാം. അപ്പൊ അതിനുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിന്റെ ചെയ്യും ഓരോരുത്തർക്കായിട്ട് ചെയ്തിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് ഒറ്റൊരു പ്രോഗ്രാം ആയിട്ട് മാറുന്നതിന് നമ്മൾ എന്ത് പറയും? ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള കേസസ് ആണ് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നമുക്കൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ മാത്സ് പോലെ തന്നെയാണ്. മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം മനസ്സിലാക്കും. പ്രോബ്ലത്തിന് എന്ത് ചെയ്യും? ഐഡന്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ ആലോചിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് അത് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ, അതാണ് എന്താ പറയുന്നത്? പ്രിപ്പയറിംഗ് അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. എന്നിട്ട് എന്താണ് നെക്സ്റ്റ് വൺ? കോഡിംഗ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാം എന്ത് ചെയ്യും? നമ്മൾ എഴുതി കോഡ് ചെയ്ത് പ്രോഗ്രാം. ഇപ്പൊ C++ ആണ്, C++ ലാംഗ്വേജിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. C++ ലാംഗ്വേജ് ആണെങ്കിൽ C++ ലാംഗ്വേജിൽ ഇതേ പ്രോഗ്രാം കമ്പ്യൂട്ടറിന് അറിയില്ല. കമ്പ്യൂട്ടറിന് ആരെ അറിയുള്ളൂ? ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യണം. C++ എന്താ? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പൈലറോ ഇന്റർപ്രറ്ററോ ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യും. ഇനി എന്താണ് ഡീബഗിങ്? ഡീബഗിങ് എന്ന് പറയുന്നത് എന്താണ്? ഡീബഗിങ് മീൻസ് ആ എഴുതിയ പ്രോഗ്രാം കോഡിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും? നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതെന്ത് ചെയ്യും? ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. അതായത് ആ സംഭവം എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ റൺ ചെയ്യും. റൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളൊന്ന് ചിലപ്പോൾ സോഫ്റ്റ് കോപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിട്ടോ എന്ത് ചെയ്യും? സേവ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ ഡോക്യുമെന്റേഷൻ എന്ന് പറയും. ഇത് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് കോട്ടപ്പുറത്ത് നിന്ന് എടപ്പള്ളി പോകുന്ന വഴി പോകുന്ന ബസ്സൊക്കെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മൾ മാപ്പൊക്കെ വെച്ചിട്ട്. ഓക്കെ, ഓർക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു ഐഡിയയിൽ ആലോചിച്ചെടുത്തെടുക്കുക. അപ്പോൾ എന്താണ് പ്രോഗ്രാമിന്റെ ഫേസ് വരുന്നത്? ആദ്യം ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അൽഗോരിതം ഫ്ലോ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക, കോഡ് എഴുതുക, കോഡ് എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഡീബഗ് ചെയ്യുക, ഡീബഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഡോക്യുമെന്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നതാണ്. ഇൻ ദ ഫേസ് വി വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ദ ഡാറ്റ ഇൻവോൾവ് ഇൻ ദ പ്രോസസിംഗ്, ഇറ്റ്സ് ടൈപ്പ് ആൻഡ് ക്വാണ്ടിറ്റി ഫോർമുല ടു ബി യൂസ്ഡ്, ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആൻഡ് ദ ഔട്ട്പുട്ട് ടു ബി ഒബ്റ്റെയിൻഡ്. അതായത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ, എന്തൊക്കെ ചെയ്യണം, ഏത് ചെയ്യണം, ഏതൊക്കെ ഉപയോഗിക്കണം, ആരൊക്കെ ഉപയോഗിക്കണം, അഡീഷൻ വേണോ, സബ്ട്രാക്ഷൻ വേണോ, മൾട്ടിപ്ലിക്കേഷൻ വേണോ, ഇനി എന്താണ് നമ്മൾ അതിൽ കൊണ്ടുവരേണ്ട ഐഡിയ, അവസാനം കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലം ഐഡന്റിഫിക്കേഷനിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ അതിന്റെ അൽഗോരിതം എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്. ഇപ്പൊ നമുക്ക് വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ഒക്കെ പറഞ്ഞ സമയത്ത് അതെങ്ങനെ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ എഴുതി തന്നു. അതുപോലെ തന്നെ ഒരു കോഡ് എഴുതുമ്പോൾ ആ കോഡ് ഒരു പ്രോഗ്രാം എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുന്നതിന് എന്താ പറയാ? അൽഗോരിതം എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സ് ഓഫ് അൽഗോരിതം എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ്? ഇത് അറിഞ്ഞിരിക്കണം. ക്യാരക്ടേഴ്സ് ഓഫ് അൽഗോരിതം ഷുഡ് ബിഗിൻ വിത്ത് ഇൻസ്ട്രക്ഷൻ ടു ആക്സെപ്റ്റ് ഇൻപുട്ട്. അതായത് എന്താണ്? ഒരു ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാനുള്ളത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് യൂസ് വേരിയബിൾ ടു റെഫർ ദ ഡാറ്റ ഉപയോഗിക്കാനായിട്ട് വേരിയബിൾസിന് ഉപയോഗിക്കണം. ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺആംബിജിയസ്. അതായത് എന്താണ്? വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വേണം. അതായത് നമ്മൾ ഒരുപാട് നമ്മൾ വെച്ചിട്ട് എഴുതിയത് കറക്റ്റ് ആയിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഇനി the total time to carry out the all steps in an algorithm must be finite. അതായത്
എത്ര സ്റ്റെപ്പിൽ ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് വേണം. അതായത് ഒരു എക്സാം ഒരു ഇതുപോലെ പോകരുത്, ഇൻഫിനിറ്റ് ആയിട്ട് പോകരുത്. കറക്റ്റ് ആയിട്ട് ഒരു 5 സ്റ്റെപ്പ് ആണെങ്കിൽ ആ 5 സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഒരു ഇത്ര സ്റ്റെപ്പേ പാടുള്ളൂ എന്നുണ്ട്. അതുപോലെ തന്നെ അൽഗോരിതം എഴുതുമ്പോൾ എന്താണ് മിനിമൽ ആയിരിക്കണം, ഒരുപാട് സ്റ്റെപ്പ് പോകരുത്. അതായത് ഏത് രീതിയിലാണോ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക, ഏറ്റവും കുറവ് സ്റ്റെപ്പ് എവിടെയാണോ യൂസ് ചെയ്യാൻ പറ്റുക, ആ അൽഗോരിതം ആയിരിക്കും ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അൽഗോരിതം. നിങ്ങൾ അൽഗോരിതം എഴുതുമ്പോൾ ചിലപ്പോൾ 5 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും, ചില ഒരു 10 സ്റ്റെപ്പ് എടുക്കുന്നുണ്ടാവും. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള അൽഗോരിതം ആയിരിക്കും 5 സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ 5 സ്റ്റെപ്പ് പൊട്ടത്തരമാണെങ്കിൽ അത് മൊത്തത്തിൽ പൊട്ടത്തരാവും. ഓക്കെ, ഇനി ആഫ്റ്റർ പെൻഡിങ് ദ ഇൻസ്ട്രക്ഷൻ പെർഫോം ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ ഇൻ ദ അൽഗോരിതം the desired result must be obtained. നമ്മൾ എന്താണ് അൽഗോരിതത്തിൽ പറയുന്ന സ്റ്റെപ്സ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. ഇവിടെ എന്താ പറയുക, ലാസ്റ്റ് ഒരു പോർഷൻ, the algorithm which will be executed faster with the minimum amount of memory space is considered all the best algorithm for a problem. അതായത് നമ്മൾ എപ്പോഴും ഏറ്റവും നല്ല അൽഗോരിതമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, മിനിമം സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ചിലവരൊരു മാത്സിലെ പ്രോബ്ലം കിട്ടുന്നില്ല, മാത്സിലെ പ്രോബ്ലം 2 പേജിലും ചെയ്യാൻ പറ്റും, ബുദ്ധിയുള്ളവർക്ക് ഒരു ഹാഫ് പേജിലും ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുന്നവരുടെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി. അതാണ് അൽഗോരിതം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കോഡ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതുന്ന ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ എന്ത് ചെയ്യാണ്, മെമ്മറി യൂസ് ചെയ്യാണ്. അപ്പൊ അധികം മെമ്മറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം എന്താവും, സ്ലോവർ ആവും. അപ്പൊ സിസ്റ്റത്തിൽ മെമ്മറി അധികം യൂസ് ചെയ്യാത്ത രീതിയിൽ എളുപ്പത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ നല്ല മെമ്മറി ആയിട്ട് എടുക്കും. ഇനി നമുക്ക് ഫ്ലോ ചാർട്ട് വരുന്ന സമയത്ത് ഈ അൽഗോരിതത്തിനെ നമ്മൾ എന്താണ്, ഒരു പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ഒരു എളുപ്പത്തിലൊരു നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒരു മാപ്പിൽ കാണിക്കുന്ന പോലെ ഒരു പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ അതെന്താണ്, ഫ്ലോ ചാർട്ട് ആണ്. പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം ആണ് എന്ത്, ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ഫ്ലോ ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, എലിപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനു വേണ്ട, സ്റ്റാർട്ടും സ്റ്റോപ്പും ആരുടെ ഉള്ളിലായിരിക്കും, എലിപ്സിന്റെ ഉള്ളിലായിരിക്കും. പാരലോഗ്രാം യൂസ് ചെയ്യുന്നതാണ്, ഇൻപുട്ട് കൊടുക്കുന്ന കാര്യങ്ങളും ഔട്ട്പുട്ട് കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാം വരുന്നത് എവിടെയായിരിക്കും, പാരലോഗ്രാമിന്റെ ഉള്ളിലായിരിക്കും. റെക്ടാംഗിൾ യൂസ് ചെയ്യുന്നതാണ് പ്രോസസിങ് സ്റ്റെപ്സ്, അതായത് നമുക്ക് എന്താണ് ഏതെങ്കിലും സ്റ്റെപ്പുകളൊക്കെ പ്രോസസ് ചെയ്യാനുണ്ട്, അഡീഷൻ തട്ട അങ്ങനെയൊക്കെ വരുന്നത് എന്തായിരിക്കും, റെക്ടാംഗിളിനുള്ളിലായിരിക്കും. റോംബസ് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ പ്രോസസിങ് അല്ല, ചിലപ്പോൾ ഒരു കണ്ടീഷനാണ്. അതായത് ഇന്നൊരു സാധനം ശരിയായി കഴിഞ്ഞാൽ ഇന്നത് വേണം, തെറ്റായി കഴിഞ്ഞാൽ ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞ് ഈഫെൽസ് ഒക്കെ പഠിച്ചപ്പോൾ കണ്ടീഷൻസിൽ അതൊക്കെ എവിടെ വരാം, നമുക്ക് ഈ റോംബസിന്റെ ഉള്ളിൽ വരാം. ഇനി ആരോ മാർക്ക് ചെയ്യുന്നത്, ഫ്ലോ ലൈൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഏതാണ് ഡയറക്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്ലോ ലൈൻസ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് അറിഞ്ഞിരിക്കണം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ. അൽഗോരിതം വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇത് നമുക്ക് പിക്ചർ കാണുമ്പോൾ അറിയാം, ഇന്ന സ്ഥലത്ത് ഇന്നതാണ്, സ്റ്റാർട്ടാണ്, ഇത് സ്റ്റോപ്പാണ്, ഇവിടെ എന്തോ പ്രോസസ് ചെയ്യാനാണ്. ഓരോ ഷേപ്പ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെപ്പുകളും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. എഫക്റ്റീവ് അനാലിസിസ് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് എഫക്റ്റീവ് സിന്തസിസ്, കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരുന്നത്, നമുക്ക് ഫ്ലോ ചാർട്ടിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് ഒരുപാട് ടൈം വരും. ഇനി അതുപോലെ തന്നെ വേറൊരു ലിമിറ്റേഷൻ കൂടി ഉണ്ട് മക്കളെ, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമുക്ക് പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ നിങ്ങൾ വിചാരിച്ചു, ആ ചേഞ്ച് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ മൊത്തം ഫ്ലോ ചാർട്ട് പൊളിച്ചു പണിയേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് നമുക്ക് പിന്നെ കൊണ്ടുവരാനും പോസിബിൾ ആയിരിക്കില്ല. 2 പോയിന്റ് ഉണ്ട് കേട്ടോ, ഒരു പോയിന്റ് കൂടി ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന കൂടുതൽ വലിയ ഇതായിട്ട് പോകില്ല, ഒന്നെങ്കിൽ ആവറേജ് കാണാൻ, അല്ലെങ്കിൽ വല്ല ഏരിയ കാണാൻ, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കോമൺ ആയിട്ട് ഒരു അൽഗോരിതത്തിൽ നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ എന്താ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിച്ചാൽ ഇവിടെ എന്താണ്, റൈറ്റ് ആൻ അൽഗോരിതം ടു ഡ്രോ എ ഫ്ലോ ചാർട്ട് ആൻഡ് ഫൈൻഡ് ദ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സിന്റെ സമ്മും ആവറേജും കാണാനുള്ള അൽഗോരിതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടും വരയ്ക്കണം. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ്, അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ട് ഉണ്ടാവും, സ്റ്റോപ്പ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, സ്റ്റാർട്ട് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് 3 നമ്പേഴ്സിന്റെ സമ്മ് കാണണം. അപ്പൊ നമ്മൾ യൂസറുടെ നിന്ന് 3 നമ്പേഴ്സ് വാങ്ങിക്കണം. അപ്പൊ എന്താണ്, ഇൻപുട്ട് 3 നമ്പേഴ്സ് A B C അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, അതിന്റെ സമ്മ് കാണണം. സമ്മ് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമ്മ് കാണാനായിട്ട് എന്ത് ചെയ്യാം, ആ 3 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ 3 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, എസ് അസൈൻ A + B + C, അതായത് എന്താണ്, എയും ബിയും സിയും തമ്മിൽ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, SC കൊണ്ടുപോയി ഇരുത്തും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ആവറേജ് കാണണം. അപ്പൊ എന്ത് ചെയ്യാം, 3 നമ്പറിനെ ഡിവൈഡ് ബൈ 3 ചെയ്യാം. അപ്പൊ ആവറേജ് കാണാനായിട്ട് S ഡിവൈഡ് ബൈ 3 ചെയ്യാം. ഇനി നമുക്ക് എന്താണ്, പ്രിന്റ് S കൊടുക്കുക. എന്നിട്ട് എന്താണ്, നമുക്ക് സമ്മോ ആവറേജും കാണെങ്കിൽ S കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് സമ്മ് വരും. ആവറേജ് കാണണമെങ്കിൽ എന്ത് വരും, പ്രിന്റ് ആവറേജ് എന്ന് പറഞ്ഞാലും. എന്നിട്ട് എന്താണ്, ഇനി നമുക്ക് സ്റ്റോപ്പ് കൊടുക്കണം. അത് പ്രോഗ്രാം കഴിഞ്ഞു, ഇത്ര സ്റ്റെപ്പ് നമുക്ക് ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് കൊടുത്തു. ഇനി ഞാൻ ഫ്ലോ ചാർട്ടിലോട്ട് മാറ്റുകയാണെങ്കിൽ ഫ്ലോ ചാർട്ടിൽ സ്റ്റാർട്ട് എപ്പോഴും എന്താണ്, എലിപ്സിന്റെ ഉള്ളിൽ. അപ്പൊ എലിപ്സിന്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താം. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻപുട്ട് ABC, അതായത് യൂസർ ഇൻപുട്ട് വാങ്ങിക്കണം. ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇത് സിമ്പിളിന്റെ ഉള്ളിലാ, പാരലോഗ്രാം. പാരലോഗ്രാമിന്റെ ഉള്ളിൽ ഇൻപുട്ട് ABC നമ്മൾ കൊടുത്തു. ഇനി നെക്സ്റ്റ് പറയുന്നത് S = A + B + C ആൻഡ് ആവറേജ് = S
/3. അത് രണ്ടും എന്താണ്? പ്രോസസ്സിംഗ്. ഒരു കാര്യത്തിന് നമ്മൾ പ്രോസസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളെല്ലാം ഇതിന്റെ ഉള്ളിൽ റെക്ടാങ്കിളിനുള്ളിലാണ് കൊടുക്കുക. അപ്പൊ റെക്ടാങ്കിൾ നമ്മൾ എന്ത് ചെയ്താ? സം അസൈൻ a + b + c ആൻഡ് ആവറേജ് അസൈൻ s /3 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് എന്താണ്? പ്രിന്റ് ലാസ്റ്റ് എന്താ? ഈ നമ്മൾ കിട്ടിയ ആൻസർ യൂസർക്ക് മോണിറ്ററിന്റെ ഉള്ളിൽ കാണണമെങ്കിൽ ആരെ യൂസ് ചെയ്യാം? പ്രിന്റ് യൂസ് ചെയ്യാം. അപ്പൊ പ്രിന്റ് കൊടുത്തിട്ട് നമുക്ക് എന്താണ്? എസ് കോമ ആവറേജ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് സമ്മിന്റെ ഉള്ളിലുള്ള വാല്യൂ എത്രയാണോ അത് കാണും, ആവറേജിന്റെ ഉള്ള വാല്യൂ എത്രയാണോ അത് കാണും. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യുക? എലിപ്സ് യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു അൽഗോരിതം എഴുതുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇൻ കേസ് നിങ്ങൾ വരുന്ന കേസിൽ നിങ്ങൾക്ക് ഒരു ഇഫ് എൽസ് വന്നിട്ടുണ്ട്, അതായത് ഇന്നത് വന്നാൽ ഇന്നത് ചെയ്താൽ എന്നുള്ളൊരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? റോംബസ് ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനത്തെ കണ്ടീഷൻ വരുന്നതാണ് നെക്സ്റ്റ് നോക്കുന്നത്. ഇവിടെ റൈറ്റ് അൽഗോരിതം ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ്. 2 നമ്പേഴ്സിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാം. മിക്കവാറും ഇങ്ങനത്തെ വരാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഏരിയ റെക്ടാങ്കിൾ, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഏരിയ കാണാം, അല്ലെങ്കിൽ ലെങ്ത് ഒരു ഏരിയ ഓഫ് എ സർക്കിൾ, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് വരുന്നത് സ്റ്റാർട്ട് ഉണ്ടാവും. സ്റ്റാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 2 നമ്പേഴ്സിൽ ഏതാണ് വലുതെന്നാണ്. അപ്പൊ യൂസറിന്റെ 2 നമ്പേഴ്സ് വാങ്ങിക്കണം. അപ്പൊ ഇൻപുട്ട് 2 നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ഇൻപുട്ട് n1 n2 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് 2ൽ ആരാണ് വലുതെന്ന് കാണിക്കണം. ഓക്കെ, 2ൽ ആരാണ് വലുതെന്ന് കാണിക്കണമെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് n1 ഗ്രേറ്റർ ദാൻ n2, ഫസ്റ്റ് നമ്പർ രണ്ടാമത്തിനേക്കാൾ വലുതാണെങ്കിൽ, ഗ്രേറ്റർ ആണെങ്കിൽ പ്രിന്റ് n1. അപ്പൊ ലാർജർ നമ്പർ നമ്മൾ n1 എന്ന് കൊടുക്കും. അല്ലെങ്കിൽ എൽസ് നമ്മൾ എന്ത് കൊടുത്ത്? എൽസ് എന്ന് കൊടുക്കുക, പ്രിന്റ് n2. അതായത് എന്താണ്? ഇതല്ല ഇവിടെ നിന്ന്, അതായത് n1 ഗ്രേറ്റർ ദാൻ n2 നോക്കുന്ന സമയത്ത് ഇതല്ല വരുന്നത്, കറക്റ്റ് അല്ല എങ്കിൽ എന്ത് കൊടുക്കുക? എൽസ് n2 കൊടുക്കുക. എൻഡ് ഓഫ് ഇറ്റ് പ്രിന്റ് സ്റ്റോപ്പ് കൊടുക്കുക. എന്ത് ചെയ്യുക? പ്രോഗ്രാം എൻഡ് ചെയ്യുക. ഈ എൻഡ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞ ലൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല മക്കളെ, സ്റ്റോപ്പ് കൊടുത്താൽ മതി. എൻഡ് ഓഫ് ഇറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ കൊടുത്തില്ലെങ്കിലും ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും വരാം? സ്റ്റാർട്ട് എന്ന് പറയുന്നത് എലിപ്സിന്റെ ഉള്ളിൽ കൊടുക്കും. എന്നിട്ട് ഇൻപുട്ട് n1 n2 അത് ആരുടെ ഉള്ളിൽ കൊടുക്കും? പാരലോഗ്രാമിന്റെ ഉള്ളിൽ കൊടുക്കും. അടുത്ത എന്താണ്? ഈഫ് കേസ് ആണ് n1 ഗ്രേറ്റർ ദാൻ n2. അവിടെ എന്താണ്? ഒരു കണ്ടീഷൻ ആണ്. കണ്ടീഷൻ വരുന്ന കേസുകളിൽ എന്ത് വരാം? റോംബസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ റോംബസിനുള്ളിൽ എന്ത് കൊടുക്കും? ഈഫ് n1 ഗ്രേറ്റർ ദാൻ n2 എന്ന് കൊടുക്കും. ആണെങ്കിൽ 2 കേസുകൾ വരുന്നുണ്ട്. ഈഫ് n1 n2 ഗ്രേറ്റർ ആണെങ്കിൽ, ശരിയാണെങ്കിൽ എന്താണ്? പ്രിന്റ് n1 ആണ്. ശരിയാണെങ്കിൽ എസ് ആണെങ്കിൽ എന്താണ്? പ്രിന്റ് n1. എസ് ആണെങ്കിൽ പ്രിന്റ് n1 റോംബസിനുള്ളിൽ. ഇനി അല്ല, തെറ്റാണ്, നോ ആണെങ്കിൽ n1 n2നേക്കാൾ ഗ്രേറ്റർ അല്ല, നോ ആണെങ്കിൽ എന്ത് ചെയ്യുക? പ്രിന്റ് n2. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടീഷൻ കൊടുക്കാം. ഇത് എസ് ഇവിടെ തന്നെ, നോ ഇവിടെ തന്നെ വേണമെന്നൊന്നുമില്ല. എസ് ഇവിടെ വേണമെങ്കിൽ കൊടുക്കുക, നോ ഇവിടെ വേണമെങ്കിൽ കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ സ്റ്റോപ്പ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം എൻഡ് ആവും. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ഇനിയുള്ള കേസ് കോഡിംഗ് ആണ്. അതായത് നമ്മൾ ഇതിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അൽഗോരിതം ഫ്ലോ ചാർട്ടും കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഫേസ് എന്താണ്? നിങ്ങൾ കോഡ് എഴുതണം. കോഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ പറഞ്ഞ അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ എന്താണ്? പ്രോഗ്രാമിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോഗ്രാം യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് നിങ്ങൾ നേരത്തെ എഴുതിയ അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ യൂസ് ചെയ്ത്, ആ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്ത് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിങ്ങൾ എഴുതുന്നത് എന്താ പറയാ? കോഡിംഗ് എന്ന് പറയാ. The program written in high level language is called source code. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാമിന് നമ്മൾ എന്താ പറയാ? സോഴ്സ് കോഡ് എന്നാണ് പറയാ. ഇനി വേറെ കേസാണ് എന്ത്? ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ടൊക്കെ മാറ്റുന്നതാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു ദ ഇക്വലന്റ് വെർഷൻ ഓഫ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിന്റെ ഏത് വെർഷൻ ആണോ അതിലോട്ട് മാറ്റുന്നതിനാണ് എന്താ പറയാ? ട്രാൻസ്ലേഷൻ എന്ന് പറയാ. ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം മക്കളെ. സോഴ്സ് കോഡ് എന്ന് പറഞ്ഞൊരു ബോക്സ് തന്നിട്ടുണ്ടോ? ഇവിടുത്തെ കേസ് ഒരു ബോക്സ് വേക്കന്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. ചിലപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു ഫിഗർ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സോഴ്സ് കോഡ് ഇവിടെ ഒബ്ജക്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വരാ? ട്രാൻസ്ലേഷൻ ആയിരിക്കും വരാം. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് എന്താ പറയാ? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ബോക്സ് ചിലപ്പോൾ കാണാം. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ക്ലിയർ അല്ലേടാ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന കേസാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. ഡീബഗിങ് എന്ന് പറയുന്നതാണ് ഡീബഗിങ് മീൻസ് അവിടെ എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ എന്ന് ഫൈൻഡ് ചെയ്യാം. പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ നോൺ ബഗ്സ്. ബഗ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നതിനാണ് ഡീബഗിങ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ദ എറേഴ്സ്. എറേഴ്സ് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യുന്നതിനാ ഡീബഗിങ് എന്ന് പറയാ. നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്പ് എററുകൾ വരും. നിങ്ങളൊരു കോഡ് എഴുതുമ്പോൾ നമുക്ക് 3 ടൈപ്പ് എറർ വരും. സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ. ഓക്കെ, നമുക്ക് 3 ടൈപ്പ് ഏതൊക്കെയാണ്? സിന്റാക്സ് എറർ ഉണ്ട്, ലോജിക്കൽ ഉണ്ട്, അതുപോലെ തന്നെ റൺ ടൈം എറർ ഉണ്ട്. സിന്റാക്സ് എറർ എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. എറർ വിച്ച് occurred when the rules of a syntax of a programming codes are not followed. അതായത് നിങ്ങൾ എന്താണ് ഹാഷിംഗ് റോഡ്, IO സ്ട്രീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? ആ സാധനം കറക്റ്റ് ആയിട്ട് എഴുതിയില്ലെങ്കിൽ വരുന്ന എററിന് നമ്മൾ എന്ത് പറയും? സിന്റാക്സ് എറർ എന്ന് പറയും. ഇനി ലോജിക്കൽ എറർ എന്ന് പറയുന്നത് അത് നമ്മൾ ഉണ്ടാക്കുന്ന എറേഴ്സാ. അതായത് നിങ്ങൾ എന്ത് ചെയ്തു? പ്രോപ്പർ ആയിട്ട് ചെയ്തില്ല. ഞാനിപ്പോ എന്ത് ചെയ്തേക്ക്?
ഇപ്പൊ എന്ത് പറയാൻ പറ്റും, ലോജിക്കൽ എറർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഒരു കാര്യം ചെയ്തേക്കുന്നത്, എനിക്ക് സമ്മ് കാണണം. സമ്മ് കാണാനുള്ള പ്രോഗ്രാമിൽ ഞാൻ സമ്മ അസൈൻ A+2 എന്ന് കൊടുത്തു. ഓക്കെ, സോറി, A×2 എന്ന് കൊടുത്തു. സമ്മ് കാണുന്നതിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്തു, A×2 എന്നാണ് അവിടെ മെൻഷൻ ചെയ്തെന്ന് വിചാരിക്കുക. സമ്മ അസൈൻ A×2 എന്നാണ് ഞാൻ കൊടുത്തത്. ശരിക്കും ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സമ്മ് കാണാനായിരുന്നു. പക്ഷെ ഇവിടെ ഞാൻ കൊടുത്ത് മൾട്ടിപ്ലിക്കേഷൻ ആയി പോയി. അപ്പൊ അതെന്റെ ഒരു ലോജിക്കൽ എറർ, ലോജിക്കലുള്ള തിങ്കിങ്ങിനുള്ള എറർ ആണ്. അങ്ങനെയുള്ള എറേഴ്സിനെ നമ്മൾ എന്താ പറയും, ലോജിക്കൽ എറർ എന്ന് പറയും. ഓക്കെ, അതായത് പ്രോഗ്രാം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാത്തതിന്റെ പേരിൽ വരുന്ന എറേഴ്സ്, അങ്ങനത്തെ ലോജിക്കൽ എറർ എന്ന് പറയും. റൺ ടൈം എറർ വിച്ച് ഒക്കെ ഡൂയിങ് എ പ്രോഗ്രാം എക്സിക്യൂഷൻ, അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന എറേഴ്സിനാണ് റൺ ടൈം എറർ. അതായത് നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിൽ ഏതെങ്കിലും നമ്പറിനെ ഡിവൈഡ് ബൈ 0 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അപ്പോൾ റൺ ടൈം എറർ വരും. കാരണം ഒരു നമ്പറിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കമ്പ്യൂട്ടറിന് അറിയാം. അതിന്റെ പേരിൽ അവിടെ നമുക്ക് റൺ ടൈം എറർ വരും. അപ്പൊ ഇങ്ങനെയുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് ആണ്. എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോക്സ് റണ്ണിംഗ് പ്രോഗ്രാം ഇൻ ടു എ പ്രോസസ് ടു ടെസ്റ്റ് ഡാറ്റ ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് നോൺ ആസ് റിസൾട്ട്. അതായത് നമുക്ക് എന്താണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. അതിന് നമ്മൾ വാല്യൂസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. അതിനാണ് എന്താ പറയുക, എക്സിക്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ആ നമ്മളുടെ ഈ ഒരു എൻറ്റയർ പ്രോഗ്രാമിന് നമ്മൾ എന്താണ് ഹാർഡ് കോപ്പി ഓർ സോഫ്റ്റ് കോപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകിൽ റൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സേവ് ചെയ്യുന്നതിന് എന്താ പറയുക, ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഈ ഡീബങ്ങിങ്ങും അതിന്റെ എറേഴ്സും ഒന്നും അറിഞ്ഞിരുന്നേ കേട്ടോ. ഈ ഒരു സിൻടാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ, ഇതൊന്നും ഓർത്ത് വെച്ചേക്ക്. അത് പണിയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡ്രോ ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ ഫോളോയിങ് അൽഗോരിതം. ഒരു അൽഗോരിതം നിങ്ങൾക്ക് തന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഒരു അൽഗോരിതം നിങ്ങൾക്ക് തരും, അതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ട് തരും, എന്നിട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും, അൽഗോരിതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ അതിൽ തന്നേക്കുന്ന ഏതൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതാൻ പറയും. അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുത്തേക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. സ്റ്റാർട്ട്, ഇൻപുട്ട് മാക്സ്, നം അസൈൻ 5, റിപ്പീറ്റ്, സ്റ്റെപ്പ് 5, 6, വൈൽ നമ്പർ ലെസ് ദാൻ മാക്സ്, ഔട്ട്പുട്ട് നം അസൈൻ നം+5, സ്റ്റോപ്പ്. അപ്പൊ ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ഉണ്ട്, ഒരു എലിപ്സ് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ തന്നെ എന്തുണ്ട്, ഇൻപുട്ട് ഉണ്ട്. അപ്പൊ എന്താണ്, ഒരു പാരഗ്രാം യൂസ് ചെയ്യണം. നം അസൈൻമെന്റ് അതൊരു പ്രോസസിംഗ് ആണ്. അപ്പൊ എന്ത് നമുക്ക് യൂസ് ചെയ്യാം, റെക്ടാങ്കിൾ യൂസ് ചെയ്യാം. റിപ്പീറ്റ് സ്റ്റെപ്പ് 5 and 6 വൈൽ ദ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സ്. അപ്പോൾ ഒരു കണ്ടീഷൻ വന്നേക്കണം. കണ്ടീഷൻ വരുമ്പോൾ ആര് യൂസ് ചെയ്യും, നമ്മൾ റോംബസ് യൂസ് ചെയ്യും. റോംബസ് ഇവിടെ ഔട്ട്പുട്ട് നം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, വീണ്ടും ഔട്ട്പുട്ട് കൊടുക്കണം. അപ്പൊ അതൊരു പാരലോഗ്രാമിന്റെ ഉള്ളിലായിരിക്കും വരാം. നം അസൈൻ നം+y, അതായത് കിട്ടിയ നമ്പറിന്റെ കൂടെ 5 കൂട്ടാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്നത് എന്താണ്, അതൊരു പ്രോസസിംഗ്. അപ്പൊ വേണ്ടത് എന്താണ്, റെക്ടാങ്കിൾ വരും. ഇനി സ്റ്റോപ്പ്, അത് ഏതിൻ്റെ ഉള്ള ഒരു എലിപ്സ് വരും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ പ്രോഗ്രാമിന് എന്ത് ചെയ്യണം, ഈ രീതിയിൽ നമുക്ക് വരയ്ക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് കൊടുത്തു, സ്റ്റാർട്ട് എലിപ്സ്, ഇൻപുട്ട് മാക്സ് പാരലോഗ്രാം വന്നു, നം അസൈൻ 5 വന്നു. അതെന്താണ്, നമുക്ക് റെക്ടാങ്കിൾ ഉള്ളിൽ കൊടുത്തു. നമ്മൾ എന്നൊരു കണ്ടീഷൻ കൊടുത്തേക്കെ, ഈ നം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാക്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് 5 to 6 വരെ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഈ 4 കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ 5 6 എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഈ നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാക്സ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഔട്ട്പുട്ട് നം കൊടുക്കുക. എന്നിട്ട് എന്താണ്, നം+5 ചെയ്യുക, പിന്നെയും ഈ ലൂപ്പിലോട്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി നം ലെസ് ദാൻ മാക്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുക്കാം. ഇവിടെ ശരിക്കും ഏതാണ് നമ്മൾ പഠിച്ച വൈൽ ലൂപ്പ് ഇല്ലേ, വൈൽ ലൂപ്പിന്റെ അൽഗോരിതം ആണ് ഇവിടെ വന്നേക്കുന്നത്. ക്ലിയർ ആണ്? ഓർമ്മ വന്നായിരുന്നു വൈൽ ലൂപ്പ് ഇവിടെ ആർക്കെങ്കിലും, വൈൽ ലൂപ്പ്. ഓക്കെ, നമ്മൾ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ഒക്കെ പഠിച്ചില്ലേ, ആ ലൂപ്പാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും, ചോദിക്കാനായിട്ടുണ്ടാവും. അപ്പോ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് 4th ചാപ്റ്റർ എന്ന് പറയുന്നത് C++ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. C++ൽ നമുക്ക് മെയിൻ ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കോഡിംഗ് പഠിക്കുന്നതിനും പ്രോഗ്രാം പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ക്യാരക്ടർ സെറ്റ്, എന്താണ് ടോക്കൺസ് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ടോക്കൺസ് മിക്കവാറും ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് C++ ലാംഗ്വേജ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വിത്ത് വൈറ്റ് സ്പേസ്. ഇതായത് ഇതിനുള്ള സാധനത്തിന് എന്താ പറയുക, ക്യാരക്ടർ സെറ്റ് എന്ന് പറയുക. അതായത് ഒരു പ്രോഗ്രാമിന് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പേഴ്സും ലെറ്റേഴ്സും ഡിജിറ്റ് എല്ലാം എന്താണ്, ക്യാരക്ടർ സെറ്റ് ആണ്. ടോക്കൺസ് എന്ന് പറയുന്നത് ദ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് C++നെയാണ് നമ്മൾ എന്താ പറയാ, ടോക്കൺസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു നമ്മളുടെ ആ ഒരു കാര്യം, അതായത് ഈ C++ൽ ടോക്കൺസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, C++ എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് ടോക്കൺ നോക്കാം. ഫസ്റ്റ് ടോക്കൺ വരുന്നതാണ് കീവേഡ്സ്. ഓക്കെ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം യൂസ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾ ഇന്റിജർ ആണെങ്കിൽ ഇന്റ് യൂസ് ചെയ്യാറുണ്ട്, ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ഫ്ലോട്ട് യൂസ് ചെയ്യാറുണ്ട്, ബ്രേക്ക്, കണ്ടിന്യൂ, ഈഫ്, സ്വിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇല്ലേ, യൂസ് ചെയ്തിട്ടില്ലേ നിങ്ങൾ പ്രോഗ്രാം എഴുതിയപ്പോ? ഈ വക സാധനങ്ങളൊക്കെ എന്താണ്, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തല്ല, C++ ഉള്ള കാലത്ത് തന്നെ ആദ്യമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള. അതായത് ഇതിന് എന്തുണ്ട്, ഈ ഫ്ലോട്ട് ആണെങ്കിൽ അത് ഫ്ലോട്ടിംഗ് നമ്പർ ആയിരിക്കും. അപ്പൊ ഒരു ഫംഗ്ഷൻ അതിന് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ കൺവേ ദ സ്പെസിഫിക് മീനിങ് ഓഫ് എ കമ്പൈലർ. കമ്പൈലറിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് മീനിങ് കൊടുത്ത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വേർഡ്സിനെയാണ് എന്താ പറയാ, കീവേഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് വരുന്നതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് 3 കാര്യങ്ങളുണ്ട്: വേരിയബിൾസ്, ലേബല്, ഫംഗ്ഷൻ.
ഓക്കെ, ഐഡന്റിഫയേഴ്സ് മൂന്നെണ്ണമുണ്ട്, വേരിയബിൾ, ലെവൽ, ഫംഗ്ഷൻ. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുകയാണ്, കമ്പ്യൂട്ടറിലോട്ട് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അതിനൊരു പേരിട്ട് വെക്കുകയാണ്. ആ ഒരു കൊടുക്കുന്ന ഫയലിൽ നിങ്ങൾ ഒരു പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനാണ് എന്താ പറയാ, ഐഡന്റിഫയർ എന്ന് പറയാം. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ആരൊക്കെ ഐഡന്റിഫയർ എന്നത്? വേരിയബിൾ ഉണ്ട്. വേരിയബിൾ എന്താണ്? നെയിം ഗിവിംഗ് ടു ദ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേരുകളെയാണ് നമ്മൾ എന്താ പറയാ, ഐഡന്റിഫയർ എന്ന് പറയുന്നത്. നമ്മളൊരു മെമ്മറി ലൊക്കേഷൻ കൊടുക്കുന്ന പേര് നമ്മൾ എന്താ പറയും? ഐഡന്റിഫയർ എന്ന് പറയും. ഇനി നെക്സ്റ്റ് വരുന്നത് ലേബൽ ആണ്. നെയിം ഗിവൻ ടു എ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റിന് കൊടുക്കുകയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതിയിട്ട് അതിനൊരു പേര് കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? നമ്മൾ ലേബൽ എന്ന് പറയും. ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സംഭവം, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അതായത് നിങ്ങളൊരു പേരിൽ ഇപ്പൊ സമ്മ് ചെയ്യാനായിട്ടുള്ളൊരു ഫംഗ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് സമ്മ് ഒരു പ്രോഗ്രാം എഴുതിയിട്ട് ആ പ്രോഗ്രാമിന് നിങ്ങളൊരു നെയിം ഇട്ട് സേവ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെയിം ഗിവൻ ടു എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് റൂൾസ് ടു ഫോർ ആൻ ഐഡന്റിഫയർ. ഒരു ഐഡന്റിഫയർ കൊടുക്കാനായിട്ട്, അതായത് ഇങ്ങനെ ഐഡന്റിഫയർ ഒക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. റൂൾസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് തോന്നിയ മാതിരി ഇഷ്ടമുള്ള പേരൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതെന്തൊക്കെയാണ് നോക്കുന്നത്? ഐഡന്റിഫയർ ഇസ് എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ് ഓർ അണ്ടർസ്കോർ. ഐഡന്റിഫയേഴ്സിൽ എന്തൊക്കെ വരാം? ലെറ്റേഴ്സ് കൊടുക്കാം, ഡിജിറ്റ് കൊടുക്കാം, അണ്ടർസ്കോർ കൊടുക്കാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. ആദ്യത്തെ എന്തായിരിക്കണം? നിർബന്ധമായിട്ട് ക്യാരക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? അണ്ടർസ്കോർ ആയിരിക്കണം. പക്ഷെ നമ്പർ കൊടുക്കാൻ പറ്റില്ല. അണ്ടർസ്കോർ അല്ലെങ്കിൽ ക്യാരക്ടർ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഫസ്റ്റ് ലെറ്റർ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും കീവേഡ്, ഇന്റ്, ഫ്ലോട്ട്, ക്യാർ അങ്ങനെയുള്ള കീവേഡ് ഇല്ലടാ, അതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഐഡന്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർ വരാൻ പാടില്ല. കീവേഡ് വന്നു കഴിഞ്ഞാൽ അതിനെന്തായിട്ടാണ് റീഡ് ചെയ്യുക? അതൊരു കീവേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ, നിങ്ങളുടെ ഐഡന്റിഫയർ ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പൊ നമ്മുടെ പ്രോഗ്രാം മൊത്തത്തിൽ തെറ്റും. ഇനി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓർ വൈറ്റ് സ്പേസ് കനോട്ട് ബി യൂസ്ഡ്. അതായത് എന്താണ്? നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാങ്ക് സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ സിമ്പിൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇതാണ് നമ്മളുടെ ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് എന്ന് പറയുന്നത്. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ലിറ്ററൽസ് എന്ന് പറയും. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂസ് യൂസ് ചെയ്യുന്ന പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് വാല്യൂസിനെയാണ് നമ്മൾ എന്താ പറയാ, ലിറ്ററൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഫസ്റ്റ് വരുന്ന ലിറ്ററൽ ആണ് ഇന്റിജർ ലിറ്ററൽ. അതായത് ഹോൾ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മളുടെ നമ്പേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നത് എന്താണ്? ലിറ്ററൽസ് ആണ്. ഇനി ഫ്ലോട്ടിംഗ് ലിറ്ററൽസ്, അതായത് പോയിന്റ് ഉള്ള നമ്പേഴ്സിനെയൊക്കെ നമുക്ക് എന്താ പറയാം? ഫ്ലോട്ടിംഗ് ലിറ്ററൽ എന്ന് പറയാം. ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ ഒരു ക്യാരക്ടർ സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ എന്ത് എഴുതി കഴിഞ്ഞാൽ അതിനൊക്കെ നമ്മൾ എന്തായിട്ട് എടുക്കാം? ക്യാരക്ടർ ലിറ്ററൽസ് ആയിട്ട് എടുക്കാം. ഓക്കെ, ക്യാരക്ടർ ലിറ്ററൽസ് എന്ന് പറയുന്ന സംഭവത്തിലാണ് എടുക്കുക, സിംഗിൾ കോട്ട്സിന്റെ ഉള്ളിൽ എഴുതുന്നത്. പിന്നെ അതിന്റെ ഇടയിലായിട്ട് വരുന്ന ഒരു വേറൊരു ആളും കൂടിയാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയും. ഈ എസ്കേപ്പ് സീക്വൻസ് നമ്മൾ സിംഗിൾ കോട്ട്സിലാണ് എഴുതുക. അതായത് നിങ്ങൾ എന്താണ്, പുതിയ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടാബ് പോകണം, ഒരു വൈറ്റ് സ്പേസ് വേണം, ഒരു സ്പേസിങ് വേണം, അങ്ങനെ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആളുകൾ എന്താ പറയാ? എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ ഈ എസ്കേപ്പ് സീക്വൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. സ്ലാഷ് എൻ സ്ലാഷ് ടി എന്നൊക്കെ പറയുന്നത് അറിഞ്ഞിരിക്കുക. ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഡബിൾ കോട്ട്സിന്റെ ഉള്ളിൽ കൊടുക്കുന്ന ആളുകൾ നമ്മൾ എന്താ പറയും? ക്യാരക്ടേഴ്സ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടോക്കൺ ആണ്. ഓപ്പറേറ്റേഴ്സിൽ വരുന്ന ആരൊക്കെയാണ്? സിമ്പിൾസ് ആണ്. പ്ലസ്, മൈനസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ആംപ്രസന്റ്, നോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരുടെ ഉള്ളിൽ വരുന്നതാണ്? നമ്മളുടെ ഓപ്പറേറ്റേഴ്സിന്റെ ഉള്ളിൽ വരുന്ന. ഓപ്പറേറ്റേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും, ഇപ്പൊ തന്നിട്ടുണ്ടാവും ചിലപ്പോൾ പ്ലസ് മൈനസ് ഇതൊക്കെ തന്നിട്ട് അത് ഏത് ഓപ്പറേറ്റർ ആണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണോ, ലോജിക്കൽ ഓപ്പറേറ്റർ ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കണം. പ്ലസ്, മൈനസ്, ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആയിരിക്കും. ഇനി ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? റിലേഷണൽ ഓപ്പറേറ്റർ ആയിരിക്കും. ഇനി നോട്ട്, ആൻഡ് അങ്ങനെയുള്ളതൊക്കെ വന്ന എന്തായിരിക്കും? ലോജിക്കൽ ഓപ്പറേറ്റർ ആയിരിക്കും. ഈ പേരുകളൊക്കെ അറിഞ്ഞിരിക്കണം. ഏത് ഓപ്പറേറ്റർ ആണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? കുറെ ഓപ്പറേറ്റേഴ്സ് ഒക്കെ തരണം. ആംപ്രസന്റിന്റെ സിമ്പിൾ ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ പ്ലസ് ഉണ്ടാവും, പിന്നെ മൈനസ് ഉണ്ടാവും, പിന്നെ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് ഒക്കെ ഉണ്ടാവും, പിന്നെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഉണ്ടാവും, അങ്ങനെ ആംപ്രസന്റ് ഉണ്ടാവും, പൈപ്പ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഈ സിമ്പിൾസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതൊക്കെ എന്ത് ചെയ്യാൻ പറയും? ക്ലാസിഫൈ ചെയ്യാൻ പറയും. ഏതൊക്കെയാണ്, ഏതൊക്കെ ഓപ്പറേറ്റർ ആണ് ക്ലാസിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണം. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുള്ളൂ? പ്ലസ്, മൈനസ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അരിത്തമെറ്റിക് വരും. ഇനി റിലേഷനിൽ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ വരും? ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ലോജിക്കൽ വരുമ്പോൾ ആൻഡ്, ഓർ, നോട്ട്, ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ലോജിക്കൽ വരും. അത് അറിഞ്ഞ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി പങ്ക്ച്വേറ്റേഴ്സ്, അതൊരു ടോക്കൺ ആണ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് സ്പെഷ്യൽ സിമ്പിൾസ് യൂസ് ഇൻ C++. യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സിമ്പിൾസ്, അതായത് നമ്മളുടെ ഹാഷ്, സെമി കോളൻ, ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്, ഇതൊക്കെ എന്താണ്? നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. നമുക്ക് ഇതെല്ലാം പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ആംപ്രസന്റ്, ലെസ് ദാൻ ഒക്കെ കൊടുക്കാറുണ്ട്. ഇതൊക്കെ എന്താണ്? പങ്ക്ച്വേറ്റേഴ്സിലാണ് ഇവിടെ.
ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് അടുത്ത ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ 5 ഡാറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ്, ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്സ് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ് വരുന്നത് പറഞ്ഞാൽ, നമ്മൾ പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ടാവും, അതായത് ഓരോ വേരിയബിൾസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ആ വേരിയബിളും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാല്യൂസ് ഒക്കെ ഏത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, എത്രക്കാരെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രോഗ്രാമിന് മനസ്സിലാവണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. യൂസ് ടു ഐഡന്റിഫൈ ദ നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഡാറ്റയുടെ ക്യാരക്ടറും കാര്യങ്ങളും എങ്ങനത്തെ ഉള്ള ആളാണ് ഇപ്പൊ കമ്പ്യൂട്ടർ മനസ്സിലാവണം, ഓ ഇവൻ തരാൻ പോകുന്ന ഇങ്ങനെയുള്ള ഒരാളെയാണെന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? വോയിഡ് ഉണ്ട്, ക്യാർ ഉണ്ട്, ഇന്റ്, ഫ്ലോട്ട്, ഡബിൾ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. വോയിഡ് എന്ന് പറയുന്നത് നൾ ഓർ എംപ്റ്റി ആയിട്ടുള്ള ഡാറ്റാസിനെയാണ് വോയിഡ് എന്ന് പറയാ. അതിന്റെ മെമ്മറി സൈസ് 0 ആണ്. അതുപോലെ തന്നെ ക്യാർ എന്ന് പറയുന്നത് ക്യാരക്ടർ വാല്യൂസ് ആണ്. അതായത് നമുക്ക് എന്താണ് അതിന്റെ സൈസ് വരുന്നത് 1 ആണ്. നമുക്ക് ക്യാരക്ടേഴ്സ് ABCD എന്ന് പറഞ്ഞ ലെറ്റേഴ്സ്, അതുപോലെ തന്നെ എസ്കേപ്പ് സീക്വൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാ വിടാം? ക്യാറിലാണ് വിടാം. ഇനി ഇന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റിജർ വാല്യൂസ് ആണ്. അതായത് പ്ലസ്, മൈനസ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ എന്താണ്? ഇന്റിജർ വാല്യൂസ്. ആ നമ്പേഴ്സ് എല്ലാം എന്തിലാ വിടാം? ഇന്റിലാണ് വിടുന്നത്. ഇനി ഫ്ലോട്ട് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ്. അതായത് ഏതൊക്കെയാണ്? 0.111 അല്ലെങ്കിൽ 2.344 അങ്ങനെ പോയിന്റ് ഒക്കെ ഇട്ട് എഴുതുന്ന നമ്പേഴ്സ് നമുക്ക് എന്താ പറയാ? ഫ്ലോട്ട് എന്ന് പറയാ. ഫ്ലോട്ടിന്റെയും ഇന്റിന്റെയും ബൈറ്റ്സ് സൈസ് വരുന്നത് എത്രയാണ്? 4 ആണ്. ഫ്ലോട്ടിന്റെയും ഇന്റിന്റെയും സൈസ് എത്രയാണ്? 4 ആണ്. ഇനി വരുന്ന ആളാണ് ഡബിൾ എന്ന് പറയുന്നത്. ഡബിൾ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ മക്കളെ, നമ്മൾ തന്നേക്കുന്ന വാല്യൂവിന്റെ നേരെ തന്നേക്കുന്ന ഫ്ലോട്ട്. അതായത് ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഒരു 8.456 ഒക്കെ വരാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. ഫ്ലോട്ട് എന്ന് പറയുന്നത് 8.456 ഒക്കെ വരാൻ പറ്റുള്ളെങ്കിൽ ഫ്ലോട്ട് ഡബിൾ കൊടുക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് കുറച്ചും കൂടി ഡെസിമൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കയറ്റാൻ പറ്റും. അതായത് കുറച്ചും കൂടി എന്ത് ഉണ്ടാവും? ഡെസിമൽ പ്ലേസ് ഒക്കെ കൂടുതലായിട്ടുണ്ടാവും. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സിന്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കുറച്ചും കൂടി വാല്യൂ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ 10/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.1111 പോയിട്ട് 3.3333 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. ഫ്ലോട്ടിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ 3 പൊസിഷൻസ് ഉള്ളൂ എങ്കിൽ ഡബിളിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ആ വാല്യൂ കുറച്ചും കൂടി പ്രിസൈസ് ആയിരിക്കും, കുറച്ചും കൂടി എന്തുണ്ടാവും? വാല്യൂസ് ഉണ്ടാവും. അങ്ങനെ വരുന്നതിന് എന്ത് പറയാം? നമ്മൾ ഡബിൾ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോടാ? ഓക്കെ, ഇത്രയും മെമ്മറി സൈസ് അറിഞ്ഞിരിക്കുക. ഇനി വേരിയബിൾ എന്ന് പറയുന്നത്, വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷന് കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? നമ്മൾ ലെറ്റേഴ്സും ക്യാരക്ടേഴ്സും അണ്ടർസ്കോർ ഒക്കെ കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ എന്ത് കൊടുക്കാൻ പാടില്ല? നമ്പർ കൊടുക്കാനായിട്ട് പാടില്ല. അല്ല, അവസാനം വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. കീവേഡ്സ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് എങ്ങനെയാണ്? അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തു, അതിന്റെ വേരിയബിളിന്റെ നെയിം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്റ് num80 എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വേരിയബിളിന് 3 ആളുകളുണ്ടാവും. അതിന് ഫസ്റ്റ് വൺ വേരിയബിൾ നെയിം. ഓക്കെ, പിന്നെ വരുന്നതാണ് മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്ന് പറയും. പിന്നെ വരുന്നതാണ് കണ്ടന്റ് ആർ വാല്യൂ. നമ്മൾ ക്ലാസ്സിലുണ്ടായിരുന്നപ്പോൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൽ വാല്യൂ ആർ വാല്യൂ വെച്ച് നമ്മൾ എക്സാമിനൊക്കെ പലതവണ ക്വസ്റ്റ്യൻസ് കണ്ടതാണ്. അപ്പോ വേരിയബിൾ നെയിം എന്ന് പറയുന്നത്, അതായത് നമ്മൾ കൊടുക്കാൻ പോകുന്ന വേരിയബിളിന് ഇപ്പൊ ഏതാണ് നമ്മൾ കൊടുക്കുന്ന നമ്പർ? 18 എന്ന് പറഞ്ഞ നമ്പറാണ് സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നത്. ആ 18 നമ്മൾ കൊടുക്കുന്ന നെയിം ആണ് എന്ത്? നം എന്ന് പറയുന്നത്. അപ്പൊ നമ്മിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? 18 ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ ഇത് വേരിയബിൾ നെയിം എന്ന് പറയും, നം എന്ന് പറയുന്നത്. ഇനി എന്തുണ്ടാവും? ആ മെമ്മറി, അതായത് സിസ്റ്റത്തിൽ എന്തുണ്ടാവും? കുറെ മെമ്മറികൾ ഉണ്ടാവും. ഈ മെമ്മറിയുടെ ഉള്ളിൽ എവിടെയായിരിക്കും ഈ നം എന്ന് പറഞ്ഞ ആളിരിക്കുന്നത്. അപ്പൊ ആ ഒരു മെമ്മറിക്ക് ഒരു അഡ്രസ് ഉണ്ടാവും. നമ്മുടെ വീടിനൊക്കെ ഒരു അഡ്രസ് ഉള്ള പോലെ ഈ ഇരിക്കുന്ന നമ്മിന് 18 എന്ന് പറഞ്ഞ നമ്പർ ഇരിക്കുന്ന നം എന്ന് പറയുന്ന വേരിയബിളിന് ഒരു അഡ്രസ് ഉണ്ടാവും. അതിനെയാണ് മെമ്മറി അഡ്രസ് അല്ലെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത്. ഇവിടെ എൽ വാല്യൂ ഇതിലെന്താണ്? എൽ വാല്യൂ എന്ന് പറയുന്നത് 1001 ആണ്. ഈ 1001 എന്ന് പറഞ്ഞ മെമ്മറി അഡ്രസിന്റെ ഉള്ളിലാണ് നം എന്ന് പറഞ്ഞ വേരിയബിൾ ഇരിക്കുന്നത്. ഇനി കണ്ടന്റ് എന്ന് പറയുന്നത് ഈ വേരിയബിളിന്റെ ഉള്ളിലിരിക്കുന്ന ആളെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടന്റ് ആരാണ്? ആറാണ്. 18 ആണ്. ഈ 18 പറയുന്ന പേരാണ് എന്ത്? കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? ആർ വാല്യൂ എന്ന് പറയുന്നത്. ദ വാല്യൂ സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയാ? കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ 3 നെയിംസ് നിർബന്ധമായി അറിഞ്ഞിരിക്കണം. വേരിയബിൾ നെയിം എന്താണ്? മെമ്മറി അഡ്രസ് എന്താണ്? കണ്ടന്റ് എന്താണ്? ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സിംബൽസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആൻ ഓപ്പറേറ്റർ. അതായത് ഇപ്പൊ നമുക്ക് എന്താണ്
ജസ്റ്റ് പ്ലസ് മൈനസ്, ഇത് പ്ലസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യാനാണ്, മൈനസ് എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്യാനുണ്ട്, ഡിവിഷൻ എന്ന് പറയുന്നത് ഡിവൈഷൻ കണ്ടുപിടിക്കാൻ, ഇനി മോഡുലസ് യൂസ് ചെയ്യുന്നതിന് റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോ സിമ്പിൾസ് ആണ്, അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾസിനെയും കാര്യങ്ങളെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റേഴ്സ് ആരൊക്കെ ഉണ്ട്? പല ടൈപ്പ് ഉണ്ട്, ലോജിക്കൽ ഉണ്ട്, അരിത്മെറ്റിക് ഉണ്ട്, റിലേഷണൽ ഉണ്ട്, ഇതെല്ലാം എന്താണ്? ഓപ്പറേറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് വേറെ എന്താണ് ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, ആ കാര്യങ്ങൾ എന്തായാലും അറിഞ്ഞോളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ഇൻ കേസ് നമ്പർ ഓഫ് ഓപ്പറന്റ് ബേസ് ആണ്. ഓപ്പറന്റ് എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു ഓപ്പറേറ്റർ നമ്മൾ കൊടുക്കുമ്പോൾ ഓപ്പറേറ്ററിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയാ, ഓപ്പറന്റ് എന്ന് പറയാം. അപ്പൊ നമ്മളിവിടെ വല്ല വാല്യൂസ് കൊടുത്തു, 5+8 കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ 5, 8 എന്താണ്? ഓപ്പറന്റ് ആണ്. ഓപ്പറന്റിന്റെ നമ്പർ അനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പറേറ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും വെച്ച് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ഓപ്പറന്റുകൾ അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നതാണ്. ഫസ്റ്റ് വൺ യൂണറി. യൂണറി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓപ്പറൻസ് എന്തായിരിക്കും? 1 ആയിരിക്കും. 1 വരുന്ന കേസ്, അതായത് ഓപ്പറന്റ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ യൂണറി എന്ന് പറയാം. ഇപ്പോ 1 വെച്ച് യൂണറി പ്ലസ് 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 മൈനസ് മൈനസ്, ഇവിടെ എന്താണ്? പ്ലസ് പ്ലസ് ഐ പ്ലസ് പ്ലസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻക്രിമെന്റ് ചെയ്യാനും ഡിക്രിമെന്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടില്ലേ? ഇവിടെ എന്താണ്? ഒറ്റ ഓപ്പറന്റ് ഉള്ളൂ. ആ ഓപ്പറന്റ് നമ്മൾ എന്ത് പറയാ? യൂണറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബൈനറി എന്ന് പറയുന്നത്. ബൈനറിയിൽ ആരാ ഉണ്ടാവുക? ഓപ്പറന്റുകൾ എന്തായിരിക്കും? നമ്പർ ഓഫ് ഓപ്പറന്റ് 2 ആയിരിക്കും. 2 ഓപ്പറൻസ് ഉണ്ടാവും. പിന്നെ സം ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ അതെന്താണ്? ഒരു ബൈനറി ആണ്. ഇനി ടേർണറി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഓപ്പറന്റ് എന്തായിരിക്കും? 3 ആണെങ്കിൽ അതിനെന്താ പറയാ? ടേർണറി എന്ന് പറയാം. അതായത് നമ്മളെ കണ്ടീഷൻസ് കൊടുക്കുക. ഈ സിമ്പിൾ എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? കണ്ടീഷൻസ് എഴുതാം. അതായത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസ് കൊടുക്കും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? മോർ ദാൻ 2 ഓപ്പറൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന കേസ് അതിനെ എന്താ പറയാ? ടേർണറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ബേസ്ഡ് ഓഫ് നേച്ചർ ഓഫ് ഓപ്പറേഷൻ. ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഫസ്റ്റ് വരുന്നതാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ആരൊക്കെ വരുമ്പോഴാണ്? പ്ലസ് മൈനസ്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, സോറി, പ്ലസ് മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. മോഡുലസ് എന്ന് പറയുന്നത് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ എത്ര ആയിരിക്കും കണ്ടുപിടിക്കുന്നതിന് എന്താ പറയാ? മോഡുലസ്. മോഡുലസിന് യൂസ് ചെയ്യുന്ന ആരാണ്? പെർസെന്റേജ് സിമ്പിൾ ആണ്, അറിഞ്ഞിരിക്കുക. ഇനി റിലേഷണൽ ഓപ്പറേറ്റർ. റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത് രണ്ടും വിട്ടു പോകാറുണ്ട്, അത് വിടരുത് കേട്ടോ. ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ആരുടെ ഉള്ളിൽ പെടുന്ന? റിലേഷനിൽ പെടുന്നതാണ്. ഇനി ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ വരുന്ന ആരൊക്കെയാണ്? ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, ഇതാണ് എന്ത്? ആൻഡ് സിമ്പിള്. പിന്നെ ഇതുണ്ട്, നോട്ട് ഉണ്ട്. നോട്ട് വരുന്നത് ഏതാണ്? നമുക്ക് ജസ്റ്റ് എക്സ്ക്ലമേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നോട്ട് വരും. ഓറ് വരുന്ന എന്താണ്? 2 പൈപ്പ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഓറ് വരും. ഓക്കെ, ഈ ഒരു സിമ്പിളിനെ പറയുന്ന പേര് എന്താണ്? പൈപ്പ് എന്നാണ് കേട്ടോ. 2 പൈപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഓറ് വരും. 2 ആംപ്രസെന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ആൻഡ് വരും. ഓക്കെ, അപ്പൊ ആ സിമ്പിൾസ് അറിഞ്ഞിരിക്കുക. ഇനി വരുന്നതാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും ഓപ്പറേറ്റർ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മൾ സി ഇന്നും സി ഔട്ട് ഒക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളുകളില്ലേ, ആളുകൾ എന്താ പറയാ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയാൻ നമ്മൾ ഇങ്ങനെ ഒരു സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പറയാം. ഇത് എന്താ പറയാ? നമ്മള് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം എന്ന് പറയാം. എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം എന്തിനു വേണ്ടിയിട്ടാ? ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി. നമ്മൾ സി ഇന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആരെ കൊടുക്കുക? ഈ ഒരു ഓപ്പറേഷൻ ഗെറ്റ് ഫ്രം എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഇയാളുടെ പേരെന്താണ്? പുട്ട് 2 ആണ്. പുട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. സി ഔട്ട് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആരാണ്? പുട്ട് 2-നാണ് കൊടുക്കുക. ഇതെന്താണ്? ഇൻസേർഷൻ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സി ഔട്ട് ഒക്കെ കൊടുക്കുമ്പോൾ കൊടുക്കുന്നതാണ് ഈ ഓപ്പറേറ്റർ. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, ഇൻസേർഷൻ ഓപ്പറേറ്റർ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഡിഫറൻറ്റ് ബിറ്റ്വീൻ, ഈ ഒരു ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഡിഫറൻറ്റ് ബിറ്റ്വീൻ എന്താണ്? അസൈൻമെന്റ് ഓപ്പറേറ്റർ ആൻഡ് ഈക്വൽ ടു. നമ്മൾ 2 കേസ് ഉണ്ട്. ഈ ഒരു ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്നാണ്. 2 ഈക്വൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു ആണ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? എ അസൈൻ 5 എന്ന് പറഞ്ഞാൽ 5നെ എ എന്ന് പറഞ്ഞ വേരിയബിളിന്റെ ഉള്ളിലോട്ട് വെക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസൈൻമെന്റ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതേസമയം ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ കൊടുത്തേക്കുന്ന വാല്യൂ, ഞാനിപ്പോ 5 ഈക്വൽ ടു 5 ഇവിടെ നോക്കുമ്പോൾ എന്താണ്? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണോ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഈക്വൽ ആണെങ്കിൽ ട്രൂ തരും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ 4 ഈക്വൽ ടു 5 എന്ന് കൊടുത്തു, ഈക്വൽ അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഫാൾസ് തരും. അതാണ് എന്ത് പറയുന്നത്? ഈക്വൽ ടു ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു കമ്പാരിസൺ നടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത്? അസൈനിങ് ആണ് നടക്കുന്നത്. അപ്പൊ അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്താണ്? അസൈൻ വാല്യൂ ടു എ. റിലേഷണൽ ഓപ്പറേറ്റർ ആണെങ്കിൽ ഇതെന്താണ്? ഈക്വൽ ടു ആണെങ്കിൽ എന്താണ്? അത് റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. അതെന്താ ചെയ്യുന്നത്? കമ്പയർസ് വാല്യൂസ് ആണ്. വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത ഇട്ടോളൂ സർ. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, നമുക്ക് പല ടൈപ്പ് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ വരുന്നുണ്ട്, ലോജിക്കൽ എക്സ്പ്രഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിലേഷണൽ എക്സ്പ്രഷനും വരുന്നുണ്ട്.
ഓക്കെ, അപ്പോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓപ്പറൻസ്. ഓപ്പറേറ്റേഴ്സിന്റെ ഓപ്പറന്റും ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്തായി? എക്സ്പ്രഷൻ ആയി. അതായത് ഞാനിപ്പോ എഴുതിയേക്കാണ് a പ്ലസ് ബി ഈക്വൽ ടു എസ് എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ എന്താണ്? പ്ലസ് ഉണ്ട്. ഇതെന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. ഇനി ഇവിടെ രണ്ട് ഓപ്പറന്റ് ഉണ്ട്. ഓക്കെ, അതിനൊരു വാല്യൂ അസൈൻ ചെയ്തത്. അപ്പൊ ഇതെന്താണ്? ഇതൊരു എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിനെന്താ പറയാ? എക്സ്പ്രഷൻ എന്നാണ് പറയാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്രഷൻസ് നമുക്ക് പല ടൈപ്പ് ഉണ്ട്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ഉണ്ട്, റിലേഷൻ ഉണ്ട്, ആൻഡ് ലോജിക്കൽ ഉണ്ട്. അരിത്തമെറ്റിക് എക്സ്പ്രഷൻ പറയുന്നത് കണ്ടെയ്ൻസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് അവിടെ പ്ലസ് എം പ്ലസ് എൻ ഇൻറ്റു വൈ. അപ്പൊ എന്താണ്? അവിടെ ഒരു എക്സ്പ്രഷൻ ഓപ്പറന്റ് ഉണ്ട്, അതുപോലെ തന്നെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയാം. ഇവിടെ ഇന്റിജർ എക്സ്പ്രഷൻ കണ്ടെയ്ൻസ് ഇന്റിജർ ഓപ്പറന്റ്. ഇന്റിജർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓപ്പറൻസ് ഈ കൊടുക്കുന്ന എമ്മും എന്നും വൈ ഒക്കെ എന്തായിരിക്കും? ഇന്റിജേഴ്സ് ആയിരിക്കും. ഇനി ഫ്ലോട്ടിംഗ് കൺസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ ഫ്ലോട്ടിംഗ് വരുന്ന സമയത്ത് ഈ എം എന്നും വൈ ഒക്കെ എന്താണ്? പോയിന്റ് ഉള്ള നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഫ്ലോട്ടിംഗ് ആയിരിക്കും. ഇനി കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വാല്യൂസ് എന്തായിരിക്കും? അവിടെ കൊടുത്തേക്കുന്ന വാല്യൂസ് എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അതായത് ഫിക്സഡ് ആയിട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാം? ഈ വേരിയബിൾസിന് പകരമായിട്ട് നമ്മൾ നമ്പറോ കാര്യങ്ങളൊക്കെ കൊടുത്തു. കോൺസ്റ്റന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്? കോൺസ്റ്റന്റ് എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, ഇതാണ് അരിത്തമെറ്റിക് എക്സ്പ്രഷനിൽ മൂന്നായിട്ടുള്ളത്. പിന്നെ റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സെയിം കാര്യങ്ങൾ അവിടെ വരുന്ന സിമ്പിൾ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ ഒന്ന് എന്തായിരിക്കും? റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും. ഇനി ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ എന്ത് വരും? ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ്, ഓർ, നോട്ട് ഇങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ അവിടെ കാണുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന എക്സ്പ്രഷൻ എന്തായിരിക്കും? ലോജിക്കൽ ആയിരിക്കും. അപ്പുറത്ത് എന്തുണ്ടാവും? ഓപ്പറൻസ് ഉണ്ടാവും. ഏതെങ്കിലും വേരിയബിൾസ് ആവാം, ചിലപ്പോൾ നമ്പേഴ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ട്, ഇടയിൽ ഏതെങ്കിലും ലോജിക്കലിനെ കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നമുക്ക് പറയാം? അത് ലോജിക്കൽ എക്സ്പ്രഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാനുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ പോർഷനെയാണ് നമ്മൾ എന്താ പറയാ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, ഇന്റ് ഐ. എന്ത് ചെയ്തു? ഇന്റ് ഐ ഈസ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പൊ അതെന്താണ്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയൊരു ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എല്ലാം എന്താണ്? സെമി കോളൻസിലായിരിക്കും എന്ത് ചെയ്യുക? ഏത് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ സെമി കോളൻ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? എസ് ഈക്വൽ ടു 5+2 എന്ന് എഴുതി. അതെന്താണ്? സ്റ്റേറ്റ്മെന്റ് ആണ്. എസ് ഈക്വൽ ടു 5+2 ഇട്ടിട്ട് ഒരു കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സെമി കോളൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക? ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും, അതായത് ഒരു സ്റ്റെപ്പിലെ ഏറ്റവും കുഞ്ഞു പോർഷൻ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് പല ടൈപ്പ് ഉണ്ട്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ഡാറ്റ ദാറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പിനൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതിനെന്താ പറയാ? ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡാറ്റ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പൊ എനിക്ക് എയിൽ ഒരു 5 എന്ന് പറഞ്ഞ വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? 5 എന്ന് പറയുന്നത് ഇന്റിജർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുത്തു, ഇന്റ് എ അസൈൻ 5 സെമി കോളൻ ഇട്ടു. ഇതെന്തായി? ഇതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന കേസ് എന്ന് പറയുന്നത് അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റോർ എ വാല്യൂ ടു എ വേരിയബിൾ. ഒരു വേരിയബിളിലോട്ട് വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂ ഇപ്പൊ സ്റ്റോർ ചെയ്യണത് എ അസൈൻ 5. ഇതെന്താണ്? ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ സം അസൈൻ എ പ്ലസ് ബി, ഇതൊരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യണം. ഇതിനൊക്കെ സെമിക്കോളൻ ഇട്ട് എഴുതി കഴിഞ്ഞാൽ അതെന്ത് സ്റ്റേറ്റ്മെന്റ് ആയി? അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ആയി. ഓക്കെ, ഒരു അസൈൻമെന്റ് ഓപ്പറേഷൻ നടക്കുന്ന അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ എന്താണ്? സി ഇന്ന് എന്ത് കൊടുത്തു? 5 കൊടുത്തു. സി ഇന്ന് 5 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തേക്കെ? ഞാൻ 5 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഇൻപുട്ട് ചെയ്തേക്കെ. അപ്പൊ അതെന്തായി? ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആയി. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ സി ഔട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഇപ്പൊ 5 കൊടുത്തു. അപ്പൊ എന്താണ്? ഒരു 5 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തേക്കെ? ഔട്ട് ചെയ്തേക്കെ. അതായത് മോണിറ്ററിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ നമുക്ക് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെയൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അറിയാവുന്ന കേസാണ് എന്താണ്? The multiple use of input output operator in a single statement is called cascading or input output operator. അതായത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുന്നതിനാണ് എന്ത്? കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറയാം. ഇവിടെ എന്താണ് നോക്കി? സി ഇന്ന് എക്സ് വൈ സെഡ്. അതെന്താണ്? ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ എന്ത് ചെയ്തൊക്കെയാണ്? എക്സിന് എടുത്തു, വൈന് എടുത്തു, സെഡിന് എടുത്തു. അതായത് ഒറ്റ ഒരു ഓപ്പറേറ്റർ സി എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് 3 ആളുകൾ എടുത്തു, ഒറ്റയടിക്ക് എടുത്തു. അതെന്താണ്? കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്. അതായത് ഒരാൾ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തൊക്കെയാണ് ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പകരം എനിക്ക് ഇങ്ങനെ എടുക്കാം: സി ഇന്ന് എക്സ്, സി ഇന്ന് വൈ, സി ഇന്ന് സെഡ്. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ ഒറ്റയടിക്ക് ചെയ്തേക്കാണ്. അതിന് എന്താ പറയാ? കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ എന്ന് പറയാം.
ഇനി ഇവിടെ സി ഔട്ട് സമ്മ് 5, അതായത് രണ്ട് കേസുകൾ ഒറ്റയടി കൊടുത്തേക്ക്. ഇതിന് എന്താ പറയും? കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ തന്നെയാണ് പറയാം. അതായത് ഒരു ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഒറ്റയടിക്ക് നമ്മൾ മൾട്ടിപ്പിൾ സ്റ്റെപ്പിന് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയിരിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു ഡാറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യമാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ചാപ്റ്റർ 6, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഒരു പ്രോഗ്രാമിംഗിന്റെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. പ്രോഗ്രാം വൈസ് നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ഒരുപാടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. മെയിൻ ആയിട്ടുള്ള തിയറി കണ്ടന്റ് പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ടുണ്ടാവണം. പ്രോഗ്രാം കണ്ടന്റ് ഉണ്ടാവും, എന്നാലും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളതായിരിക്കില്ല, ലൈറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ വരുന്ന കേസിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കേസ് എന്താണ്? ബേസിക് സ്ട്രക്ചർ ഓഫ് എ സി പ്ലസ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിന്റെ ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് എന്തുണ്ടാവും? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. IO സ്ട്രീമിന് അവിടെ എന്താ കൊടുക്കുക? ഹെഡർ ഫയൽ. ഹെഡർ ഫയലാണ് നമ്മൾ ഇത് IO സ്ട്രീം ഉണ്ട്, അങ്ങനെ പല സ്ട്രീമുകളുണ്ട്, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ കൊടുക്കണം. അപ്പൊ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന? ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? IO സ്ട്രീം ആണ് കൊടുക്കുക. അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ ഹെഡർ ഫയൽ കൊടുക്കുക. യൂസിങ് നെയിം സ്പേസ് STD. ഐഡന്റിഫയർ എന്ന് പറയുന്നത് നമ്മൾ എന്താ കൊടുക്കുന്നത്? STD എന്നാണ് കൊടുക്കാറ്. ഇവിടെ എന്താണ്? ഐഡന്റിഫയർ ആണ്. നെക്സ്റ്റ് എന്താണ്? ഇന്റ് മെയിൻ. ഈ സ്റ്റെപ്പ് എന്താണ്? ഏത് പ്രോഗ്രാം എഴുതുമ്പോഴും കൊടുക്കും. ഇതിനെന്താ പറയാ? ഹെഡർ ഫയൽ എന്ന് പറയാം. ഓക്കെ, ഹെഡർ പോർഷൻ ആണോ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാം. അരിത്മെറ്റിക് സ്റ്റേറ്റ്മെന്റ് ആവാം, ലോജിക്കൽ ആവാം, ഇനി വേറെ കോൺസ്റ്റന്റ് ആവാം. ഏത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അവിടെ ആയിരിക്കും നമ്മൾ അവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ എഴുതി ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ സ്ട്രക്ചർ വരാം. ഇനി ഫസ്റ്റ് ലൈൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫസ്റ്റ് ലൈൻ 1 എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയണം. ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ എന്തിനു വേണ്ട? ഇൻസ്ട്രക്ട് ദ കമ്പൈലർ ടു പെർഫോം ആൻ ആക്ഷൻ ബിഫോർ ആക്ച്വൽ കമ്പൈലേഷൻ സ്റ്റാർട്ട് വിത്ത് ദ ഹാഷ് സിംബൽ. അതായത് നമ്മൾ എന്ത് പറയാണ്? അതിന്റെ ഉള്ളിൽ നടക്കാൻ പോകുന്ന ഏകദേശം ഇന്നൊരു ഐഡിയ ആണെന്ന് എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? ഫസ്റ്റ് ഹെഡർ ഫയൽ ചെയ്യുന്ന കാര്യം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നെയിം സ്പേസ് സ്റ്റേറ്റ്മെന്റ്. നെയിം സ്പേസ് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? Tell the compiler to use namespace STD in the programs. STD is a standard namespace which a lot of object including C in and C out are defined. അതായത് C-നും C out-ഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു സ്പേസിനാണ് നമ്മൾ എന്താ പറയാ? നെയിം സ്പേസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അതായത് C-നും C out ഒക്കെ ഇരിക്കുന്നത് ഈ ഒരു STD ഉള്ളിലായിട്ടാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ഇവിടെ കൊടുത്തു യൂസിങ് നെയിം സ്പേസ് STD എന്ന് നിങ്ങൾ കൊടുക്കുന്നതിന് പകരം കൊടുത്തില്ല എന്ന് വിചാരിച്ചു. STD എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? C-നും C out-ഉം യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ STD കൊടുത്തു പോയാൽ മതി. അങ്ങനെ കൊടുക്കാം. എല്ലാ ലൈനിലും നിങ്ങൾ STD കൊടുക്കേണ്ടി വരും. ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഒരു തവണ STD കൊടുത്താൽ മതി. ഇനി ഇന്റ് മെയിൻ. ഇന്റ് മെയിൻ എന്ന് പറയുന്നത് മെയിൻ ഈസ് ആൻ എസെൻഷ്യൽ ഫംഗ്ഷൻ ഫോർ C++ പ്രോഗ്രാം. എ C++ പ്രോഗ്രാം സ്റ്റാർട്ട് വിത്ത് എൻഡ് വിത്ത് ദ മെയിൻ ഫംഗ്ഷൻ. ഏതൊരു C++ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാലും അത് തുടങ്ങുന്നതും അത് അവസാനിക്കുന്നതും ഏതിലായിരിക്കും? ഇന്റ് മെയിൻ ആയിരിക്കും. അപ്പൊ ഇന്റ് മെയിൻ എന്നുള്ളത് എന്തായാലും എവിടെ വേണം. ഓക്കെ, അപ്പോൾ ഈ എല്ലാ പോർഷൻസും എന്താണ്? നമുക്ക് മുകളിലായിട്ടുള്ളതാണ്. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ. ഈ 3 ലൈൻ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ അടിയിൽ എന്തൊക്കെ എഴുതി കഴിഞ്ഞാലും പ്രോഗ്രാം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത് സംഭവം സ്ട്രക്ചർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് എ സാമ്പിൾ പ്രോഗ്രാം നമ്മൾ കൊടുത്തേക്കാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ്? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം യൂസിങ് നെയിം സ്പേസ് STD ഇന്റ് മെയിൻ C out ഹലോ വെൽക്കം ടു C++. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്താ കിട്ടുക? C out എന്താ? അവിടെ ആകെ C out മാത്രമേ ഉള്ളൂ. ഹലോ വെൽക്കം ടു C++. അപ്പൊ നമുക്ക് എന്താ? ഹലോ വെൽക്കം ടു C++ മാത്രമേ അവിടെ കാണാനുള്ളൂ. ഇതായിരിക്കും ഒരു പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫിഗർ തന്നെ. ഓക്കെ, നമ്മൾ ഇതിന്റെ കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടെക്സ്റ്റിലുള്ള എല്ലാ പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രോപ്പർ ആയിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. എല്ലാ പ്രോഗ്രാംസും കറക്റ്റ് ആയിട്ട് എഴുതാനുള്ള കൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ഒരാളും ഞാൻ എപ്പോഴും പറയണം, ലോജിക്കൽ അല്ലാതെ അത് കാണാപ്പാടം പഠിച്ചിട്ട് ആരും പോയിരുന്നു മക്കളെ. കാണാപ്പാടം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചിരിച്ചിരിക്കും. എങ്ങാനും ക്വസ്റ്റ്യൻ മാറി കണ്ടന്റ് മാറി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ കാണാപ്പാടം പഠിച്ച സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ആ രീതി തന്നെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗൈഡ് ലൈൻ ഫോർ കോഡിംഗ്. കോഡിങ്ങിന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് നോക്കുന്നത്? യൂസ് സ്യൂട്ടബിൾ നെയിമിംഗ് കൺവേർഷൻ ഫോർ എ ഐഡന്റിഫയർ. അതായത് നമുക്ക് ഇഷ്ടമുള്ള പേരുകളൊന്നും കൊടുക്കുക. അതായത് നമുക്ക് ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഒരു മിനിമം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക. നിങ്ങൾ പേര് കൊടുക്കുന്ന സമയത്ത് ശശി എന്നൊന്നും വേരിയബിളിന് പേരിട്ട് കൊടുക്കരുത്. ഒരു പ്രോപ്പർ ആയിട്ടുള്ള നെയിം ഇട്ട് കൊടുക്കുക. ഇനി യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ എക്സ്പ്രഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ എഴുതാം. യൂസ് കമന്റ്സ് വെൻ എവർ നീഡഡ്. കമന്റ് എന്ന് പറയുന്നത് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മൾ വിട്ടിട്ടുണ്ടായി. കമന്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ലൈൻ കമന്റ് ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? കമന്റ്സ് ആണ്. ഇപ്പൊ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എഴുതുമ്പോൾ ഇപ്പൊ ഞാൻ എന്ത് S = A+B എന്ന് പറയുമ്പോൾ ഇത് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാനുള്ളതാണ് എന്ന് എന്ത് ചെയ്യാം? നമുക്ക് സൈഡിൽ എഴുതി കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? വേറൊരാൾ വരുന്ന സമയത്ത് അതെന്തിനാണെന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവില്ലെങ്കിൽ അയാൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കുക. അതിനെയാണ് കമന്റ് എന്ന് പറയുന്നത്.
അപ്പോൾ കമന്റുകൾ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇനി റെലവൻസ് ഓഫ് ഇൻഡന്റേഷൻ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, ഇൻഡന്റേഷൻ ഇട്ട് കൊടുത്തു പോകാം. ഓക്കെ, ഇൻഡന്റേഷൻ മിസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ഒരു പ്രോഗ്രാമിൽ എറർ അടിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇൻഡന്റേഷൻ കാര്യങ്ങളും കീപ്പ് ചെയ്യാം. അതായത് സ്പേസ് ആ ഒരു ഇന്ന ലൈൻ കഴിഞ്ഞിട്ട് ലൂപ്പൊക്കെ വരുമ്പോൾ ഇൻഡന്റേഷൻ കാര്യങ്ങളും വരാറുണ്ട്. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി കമന്റ്സ്. ഓക്കെ, കമന്റ്സ് വരുന്ന കമന്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാറുണ്ട്. എന്താണ് കമന്റ്? ഒരു കാര്യം നമ്മൾ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് കമന്റ് എന്ന് പറയുന്നത്. കമന്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രോഗ്രാമിന്റെ കൂടെ റൺ ആവില്ല. അതവിടെ എന്താണ്, ജസ്റ്റ് എക്സിക്യൂട്ടബിൾ അല്ല, ജസ്റ്റ് എന്താണ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കമന്റ് ഉള്ളത്. രണ്ട് ടൈപ്പ് കമന്റ് ഉണ്ട്. സിംഗിൾ ലൈൻ കമന്റ് ഉണ്ട്, മൾട്ടിപ്പിൾ ലൈൻ കമന്റ് ഉണ്ട്. സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈനുള്ളൂ, അങ്ങനത്തെ കമന്റ് സിംഗിൾ ലൈൻ കമന്റ് എഴുതും. സിംഗിൾ ലൈൻ കമന്റ് എങ്ങനെ ഇടാം, 2 സ്ലാഷ് ഇട്ടിട്ടാണ് നമ്മൾ എഴുതുക. 2 സ്ലാഷ് ഇട്ടിട്ടായിരിക്കും എന്ത് എഴുതുക, സിംഗിൾ ലൈൻ കമന്റ്സ് നമ്മൾ എഴുതാം. ഇൻ കേസ് മൾട്ടിപ്പിൾ ലൈൻ കമന്റ്സ് ആണ് വരുന്നത്, അതായത് നമുക്ക് കുറെ ലൈൻസ് ഉണ്ട്, ഇപ്പൊ നമുക്ക് ഒറ്റ ലൈനല്ല കുറച്ച് കഥ എഴുതാനുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ലൈൻ കമന്റ് എഴുതാം. എങ്ങനെയാണ്, സ്ലാഷ് സ്റ്റാർ ഇട്ടും എഴുതി 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 പോകും, അവസാനം എന്ത് എഴുതും, സ്റ്റാർ സ്ലാഷ് ഇടും. ഇതാണ് മൾട്ടിപ്പിൾ ലൈൻ കമന്റ് ഇടാനുള്ള രീതി. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ എന്തുണ്ട്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ഉണ്ട്. ഒരു വേരിയബിൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഒരു വേരിയബിളിൽ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ മെൻഷൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്ത് കൊടുക്കണം. എങ്ങനെ മെൻഷൻ ചെയ്ത് കൊടുക്കുക, ആദ്യം അതിന്റെ ഡാറ്റ ടൈപ്പ് കൊടുക്കുക. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ഫ്ലോട്ട്, ഇന്റ് ആണെങ്കിൽ ഇന്റ്, ക്യാർ ആണെങ്കിൽ ക്യാർ, ഡബിൾ ആണെങ്കിൽ ഡബിൾ, വോയിഡ് ആണെങ്കിൽ വോയിഡ്, ഏതാണോ ഡാറ്റ ടൈപ്പ് അത് മെൻഷൻ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിലോട്ട് വാല്യൂവിനെ അസൈൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ വേരിയബിളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക, വാല്യൂലോട്ട് എന്ത് ചെയ്യുക, ആ വേരിയബിളിലോട്ട് വാല്യൂവിനെ അസൈൻ ചെയ്യുക. ആദ്യം വേരിയബിളിൽ ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ട് നിങ്ങൾക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, മാക്സിമം സ്റ്റെപ്സ് കുറവായിട്ട് എഴുതാം. ഒരുപാട് സ്റ്റെപ്സ് എഴുതരുത്, അത് എന്തായിരിക്കും, മെമ്മറി ആവശ്യമില്ലാതെ യൂസ് ചെയ്യും. അപ്പൊ സ്റ്റെപ്സിന്റെ എണ്ണം കുറച്ച് എഴുതാൻ നോക്കാം. ഓക്കെ, ഇനി അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ. എന്തിനാണ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ദ ഓപ്പറേറ്റേഴ്സ് വിച്ച് കമ്പൈൻ അരിത്തമെറ്റിക് ആൻഡ് അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതിനെയാണ് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം. ഓക്കെ, കുറച്ച് അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇതാ പ്ലസ് ഈക്വൽ, മൈനസ് ഈക്വൽ, മൾട്ടിപ്ലിക് ഈക്വൽ, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ഡിവിഷൻ ഈക്വൽ, മോഡുലസ് ഈക്വൽ, ഇങ്ങനെ കുറച്ച് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്, ഇവിടെ ഞാൻ എ അസൈൻ എ പ്ലസ് 5 ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്, എയുടെ കൂടെ 5 കൂട്ടിയിട്ട് ആ വാല്യൂവിനെ എയിലോട്ട് അസൈൻ ചെയ്യാണ്. അതിന് പകരമായിട്ട് ഇങ്ങനെ എനെ വെച്ച് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ പകരമായിട്ട് എന്ത് കൊടുത്താൽ മതി, എ പ്ലസ് ഈക്വൽ 5 കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ആദ്യം എനെ 5 കൊണ്ട് ആഡ് ചെയ്യും, എന്നിട്ട് ആ കിട്ടിയ വാല്യൂവിനെ എന്ത് ചെയ്യും, എയിലോട്ട് അസൈൻ ചെയ്യും. ഈ രണ്ട് കാര്യങ്ങളും എന്ത് തന്നെയാണ്, സെയിം ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ എ ഈക്വൽ ടു എസ് ഇൻറ്റു 5 എന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കാം, എ ഇൻറ്റു അസൈൻ 5 എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുത്താലും ഇങ്ങനെ കൊടുത്താലും എന്താണ്, വർക്ക് ചെയ്യുന്നത് സെയിം ആണ്. ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിന് എന്താ പറയാ, അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് എക്സ്പാൻഡ് ചെയ്തതിന് പകരമായിട്ട് ഷോർട്ട് ആയിട്ട് എഴുതാം. ഒരു പ്രോഗ്രാമിന് നമ്മൾ എപ്പോഴും പ്രോഗ്രാമർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റെ കഴിവ് എന്തായിരിക്കും, എഴുതുന്ന കാര്യങ്ങളെല്ലാം ചെറുതാവും. അതിപ്പോ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു വേർഡ് എഴുതി കഴിഞ്ഞാൽ പോലും അതുപോലും ചെറുതായിക്കളയും. അതാണ് നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഞാനൊക്കെ എഴുതുമ്പോൾ പലതും പകുതി ഉണ്ടാവാറില്ല. എന്റെ വാട്സപ്പ് ചാറ്റ് പോലും ഒരാൾക്കും വായിക്കാൻ പറ്റാറുള്ള അവസ്ഥയും. ഓക്കെ, അപ്പോ അങ്ങനെ ഷോർട്ടായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്താനായിട്ട്, എഴുതാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കേസാണ് ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇൻക്രിമെന്റും ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു സംഭവം വാല്യൂവിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ എണ്ണം വെച്ചിട്ട് എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് ഉപയോഗിക്കുന്നത്. ഇൻക്രിമെന്റ് യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്താണ്, പ്ലസ് പ്ലസ് ആണ്. യൂസ്ഡ് ടു ഇൻക്രിമെന്റ് ദ വാല്യൂ ഇൻ എ വേരിയബിൾ ബൈ 1, അതായത് ഒന്ന് വെച്ച് എന്ത് ചെയ്യുന്നു, കൂടി കൂടി പോകുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒന്ന് വെച്ച് എന്ത് ചെയ്യും, ഐയിലെ വേരിയബിൾ കൂടി 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 പോയിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഡിക്രിമെന്റ് ഓപ്പറേറ്റർ എന്തിനു വേണ്ട, ഒന്ന് വെച്ച് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ഇൻക്രിമെന്റ്സ് ഉണ്ട്. നമ്മൾ ഈ പ്ലസ് പ്ലസ് ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഇൻക്രിമെന്റ് ആയി. ഇനി ബാക്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായി, അത് പ്രീ ഇൻക്രിമെന്റ് ആയി. ഓക്കെ, പോസ്റ്റ് ഇൻക്രിമെന്റ് ഉണ്ട്, പ്രീ ഇൻക്രിമെന്റ് ഉണ്ട്. രണ്ടും എന്താണ്, സെയിം ആസ് എന്താണ്, സെയിം തന്നെ. എ പ്ലസ് 1 അത് തന്നെയാണ് ചെയ്യുന്നത്, ഇൻക്രിമെന്റ് പോസ്റ്റ് ആയാലും പ്രീ ആയാലും. ഇനി ഇവിടെ വരുന്നത് പോസ്റ്റ് ഫ്രണ്ടിൽ, നമ്മൾ ബാക്കിലാണ് എ മൈനസ് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്, പോസ്റ്റ് ഡിക്രിമെന്റ് ആണ്. ഇനി മുന്നിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണത്, പ്രീ ഇൻക്രിമെന്റ് ആണ്. രണ്ടും സെയിം തന്നെ, എയിൽ നിന്ന് എ ഒന്ന് വെച്ചിട്ട് കുറച്ച് കുറച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇൻക്രിമെന്റ് ഉള്ളത്. ഇൻക്രിമെന്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്, പോസ്റ്റ് ഇൻക്രിമെന്റ്, പ്രീ ഇൻക്രിമെന്റ്, അതുപോലെ തന്നെ പോസ്റ്റ് ഡിക്രിമെന്റ്, പ്രീ ഡിക്രിമെന്റ്, ഈ കേസുകളും എന്താണ് അറിഞ്ഞിരിക്കണം. ഇനി മോഡിഫയേഴ്സ്, അതാണ് നെക്സ്റ്റ് നോക്കാനുള്ളത്.
ടൈപ്പ് ഓഫ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത് യൂസ്ഡ് ടു ചേഞ്ച് ദ റേഞ്ച് ആൻഡ് സൈസ് ഓഫ് എ ഡാറ്റ ടൈപ്പ്. ഒരു ഡാറ്റ ടൈപ്പിന്റെ റേഞ്ചും സൈസും ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയാ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. അത് ആരൊക്കെയാണ്? ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ് ഈ വക ആളുകളാണ് എന്താ പറയാ ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. അധികം കണ്ടിട്ടില്ല, എന്നാലും എന്ത് ചെയ്യുക ഒന്ന് അറിഞ്ഞിരുന്നേക്കാം. ഇനി ടൈപ്പ് കൺവേർഷൻസ് ഉണ്ട്. 2 ടൈപ്പ് കൺവേർഷൻസ് ഉണ്ട്. ഇതെന്തായാലും കാണൂടാ. ടൈപ്പ് കൺവേർഷൻ നിർബന്ധമായി മിക്കവാറും ഉണ്ടാവും. ഇനി എങ്ങാനും വന്നില്ലെങ്കിൽ വന്നില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഉണ്ടാവുന്ന ഞാൻ പറയപ്പെടുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുണ്ട് ഈ സാധനം. അതിന്റെ പേരിൽ പിന്നെ അത്യാവശ്യം അറിയേണ്ട ഒരു സാധനമാണ്. അതിന്റെ പേരിൽ ബുദ്ധിയുള്ളവരാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇൻ കേസ് അപ്പൊ ഞാൻ പറഞ്ഞത് വന്നില്ലെങ്കിൽ എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് അവന് ബുദ്ധിയില്ല, അത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈപ്പ് കൺവേർഷൻ നോക്കി കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് ടൈപ്പ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ടൈപ്പ് ഉണ്ട്. ഇംപ്ലിസിറ്റ് ടൈപ്പ് പറയുന്നത് ദിസ് ഈസ് ഡൺ ബൈ ദ കമ്പൈലർ ആൻഡ് ദ കൺവേർഷൻ ഈസ് ലോവർ ദാൻ ഡാറ്റ ടൈപ്പ് ഹയർ. അതായത് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇത് ഇസ് ഡൺ ബൈ ദ കമ്പൈലർ ആൻഡ് ദ കൺവേർഷൻ ഈസ് ഫ്രം ലോവർ ഡാറ്റ ടൈപ്പ് ഇൻ ടു ഹയർ. അതായത് നമുക്ക് എന്താണ്? കമ്പൈലർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന കേസുകളെ എന്താ പറയാ? ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയാം. ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്? പ്രോഗ്രാമർ ആയിരിക്കും. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5/2.0 എന്ന് കൊടുത്തു. ഓക്കെ, 5/2.0 ഇത് ഇന്റിജർ, ഇത് ഫ്ലോട്ട്. അപ്പോ ആൻസർ വരുമ്പോൾ കമ്പൈലർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് തരും? നമുക്ക് ഫ്ലോട്ടിംഗ് ടൈപ്പ് തരും. ഓക്കെ, ഒരു ഇന്റിജറും ഫ്ലോട്ടും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തു? കമ്പൈലർ നമുക്ക് എന്ത് ചെയ്തു? നമുക്കൊരു ഫ്ലോട്ടിംഗ് ടൈപ്പ് തന്നു. വേണമെങ്കിൽ കമ്പൈലർ ഇന്റിജർ തരായിരുന്നു, പക്ഷെ കമ്പൈലർ എന്ത് ചെയ്തു? ഫ്ലോട്ടിംഗ് ടൈപ്പ് തന്നു. ഇങ്ങനെ തരുന്നതിന് എന്താ പറയാ? ഇംപ്ലിസിറ്റ് ടൈപ്പ് എന്ന് പറയാം. കമ്പൈലർ ഓട്ടോമാറ്റിക് അവൻ ചിന്തിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ദിസ് ഈസ് ഡൺ ബൈ ദ പ്രോഗ്രാമർ എക്സ്പ്ലിസിറ്റ്ലി ആൻഡ് കൺവേർഷൻ ക്യാൻ ബി ടു ബി എനി ഡാറ്റ ടൈപ്പ്. അതായത് എന്താണ്? പ്രോഗ്രാമർ ആണ് ഇവിടെ കൊടുക്കുക. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഇന്റ് 5/2.0 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്താ സംഭവിക്കുക? ഇവിടെ 5/2.0 ചെയ്യുമ്പോൾ കമ്പൈലർ 2.5 തന്നെയാണെന്ന് വിചാരിച്ചാലും നമുക്ക് വരാൻ പറ്റില്ല. കാരണം എന്താ? പ്രോഗ്രാമർ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഇന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിട്ട് തരുള്ളൂ? ഇന്റിജർ ആയിട്ടേ നമുക്ക് തരുള്ളൂ. അതാണ് എക്സ്പ്ലിസിറ്റ് ആയി കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് പ്രോഗ്രാമർ തീരുമാനിക്കുമ്പോൾ എക്സ്പ്ലിസിറ്റ് ആവും. ഇനി കമ്പൈലർ ആണെങ്കിൽ അത് എന്താവും? ഇംപ്ലിസിറ്റ് ആവും. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ 7th ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്നത്. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിൽ നമുക്കുള്ളത് എന്താണ്? 2 ടൈപ്പാണ്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ഐട്രേഷൻസ് ഉണ്ട്. ഈ 2 കേസുകളാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ആരൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? സിമ്പിൾ ഇഫ്, എൽസ് ഇഫ്, ലാഡർ, അതുപോലെ തന്നെ പിന്നെ എന്തുണ്ട്? ഫോർ ലൂപ്പ് അല്ല, സ്വിച്ച്. ഈ കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, ഫാൾസ് ആണെങ്കിൽ ഇന്നത് ചെയ്യണം. അങ്ങനെയുള്ള കേസുകൾക്കാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗിൽ ഫസ്റ്റ് വരുന്ന ആളാണ് എന്ത്? ഈഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈഫിന്റെ എങ്ങനെയാ വരാം? ഈഫ് കൊടുക്കും, കണ്ടീഷൻ കൊടുക്കും, അതിൻ്റെ ഉള്ളിൽ കേളി ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ കൊടുത്തിരുന്നത്? ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 18 ആണെങ്കിൽ സി ഔട്ട് പാസ്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ എന്താ കണ്ടീഷൻ? മാർക്ക്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മാർക്ക്. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ യൂസറിന്റെ അടുത്ത് ഒരു മാർക്ക് അടിക്കാൻ പറയും. ഇപ്പൊ യൂസർ മാർക്ക് അടിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൊടുത്തേക്കാണ് യൂസർ അടിക്കുന്ന മാർക്ക് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ 18നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്? ആ കുട്ടി പാസ്സായി. ഇപ്പൊ എന്ത് നമുക്ക് പ്രിന്റ് ആവും? പാസ്ഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. ഇനി ആ കുട്ടി അടിക്കുന്ന വാല്യൂ 18നേക്കാൾ ലെസ്സർ ആണെങ്കിൽ ഫെയിൽഡ് എന്ന് പറഞ്ഞ് പ്രിന്റ് ആവോടാ മക്കളെ? ഇതിലാവോ? ആവില്ല. കാരണം എന്താ? ഇവിടെ നമ്മൾ ട്രൂ ആയാലുള്ള കണ്ടീഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോ ഇനി ഫാൾസ് ആയിട്ടുള്ള കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ അവിടെ വരുന്ന ആളാണ് എന്ത്? ഈഫ് എൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഈഫില് എന്ത് മാത്രമേ ഉള്ളൂ? ട്രൂ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഫാൾസ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈഫ് എൽസ് വേണം. അവിടെ എങ്ങനെ തന്നെ ഈഫ് കൊടുക്കും, അതിന്റെ കണ്ടീഷൻ കൊടുക്കും, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരും. ഇൻ കേസ് ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ ഇവിടെ 4ലോട്ട് പോകും, എൽസിലോട്ട് പോയി കഴിയുമ്പോൾ വർക്ക് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എന്തുണ്ടാവും? നമ്മൾ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നോക്കിക്കോ, സെയിം പ്രോഗ്രാം തന്നെ ഇവിടെ എന്ത് കൊടുത്തു? ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണെങ്കിൽ എന്ത് ചെയ്തു? സി ഔട്ട് പാസ്ഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിൽ യൂസർ അടിച്ച വാല്യൂ ചിലപ്പോൾ ഒരു 15 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല? ഈ കണ്ടീഷൻ വർക്ക് ചെയ്യില്ല. കണ്ടീഷൻ വർക്ക് ചെയ്തിട്ട് നേരെ എവിടേക്ക് പോകും? എൽസിലോട്ട് പോകും. എൽസിൽ ഞാൻ എന്ത് കൊടുത്തു? സി ഔട്ട് ഫെയിൽഡ്. അപ്പൊ എന്ത് കാണിച്ചു? നമുക്ക് കാണിക്കും ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിച്ചു തരും. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനി നേരെ എൽസീഫ് എന്ന് പറയുന്നത് ഈഫ് എൽസ് ലാഡർ വരുന്ന സമയത്ത് എന്താണ്? എൽസീഫ് ലാഡർ വരുന്ന സമയത്ത് എങ്ങനെയാണ്? നമുക്ക് ഇവിടെ നേരത്തെ കണ്ടീഷനിൽ ഒരു ട്രൂവും ഒരു ഫോൾസും ആണ്.
ഇനി നമുക്ക് എന്താണ് മൾട്ടിപ്പിൾ ട്രൂ കണ്ടീഷൻസ് ഉണ്ട്. ഒന്നിൽ കൂടുതൽ ട്രൂ കണ്ടീഷൻസ് വരുന്ന കേസ് ആണെങ്കിൽ നമുക്ക് അവിടെ ആരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും? എൽസിഎഫ് ലാഡർ യൂസ് ചെയ്യാം. എങ്ങനെ യൂസ് ചെയ്യാം? ഈഫ് കൊടുക്കുക, കണ്ടീഷൻ കൊടുക്കുക, അത് ട്രൂ ആയി കഴിഞ്ഞാൽ എഴുതാനുള്ള കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ട്രൂ കേസ് കൊടുക്കുകയും നമ്മൾ എന്ത് ചെയ്യുക? എൽസിഎഫ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ആ ഒരു കണ്ടീഷൻ കൊടുക്കുക, നേരെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ വേണമെങ്കിൽ എൽസിഎഫ് കൊടുക്കുക, അത് കൊടുക്കുക, അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇങ്ങനെ എത്ര ട്രൂ കണ്ടീഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കുക. ഈ നമ്പർ ഓഫ് ട്രൂ കണ്ടീഷൻ എത്രയായാലും ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ട്രൂ കണ്ടീഷൻസ് എല്ലാം കൊടുത്തു, അതെല്ലാം ഫാൾസ് ആയി പോയി. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആരെ കൊടുക്കുക? എൽസ് കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അത് എഴുതാനുള്ള ബ്ലോക്ക് ആയിരിക്കും കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എൽസിഎഫ് ലാഡർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, ഇതേ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റുഡന്റിന്റെ മാർക്ക് A+ ആണോ, A ആണോ, B+ ആണോ, C ആണോ, D ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ യൂസർ ഡേ എന്നൊക്കെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ എഴുതിയിട്ടില്ല. ഇവിടെ മാത്രമേ ഉള്ളൂ, ഈഫ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അപ്പൊ എന്താണ്? ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 ആണോ എന്ന് ചെക്ക് ചെയ്തു. 80 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? സി ഔട്ട് A ഗ്രേഡ് കൊടുത്തു. ഇനി യൂസർ അടിച്ചേക്കുന്ന മാർക്ക് ഇനിയിപ്പോ A ഗ്രേഡ് മാത്രമല്ല, B ആവാം, C ആവാം, D ആവാം, ഏത് വേണമെങ്കിലും ആവാം. അപ്പൊ യൂസർ അടിച്ചേക്കുന്ന മാർക്ക് ഏതെന്ന് അറിയില്ല. അപ്പൊ അടുത്ത കണ്ടീഷൻ നമ്മൾ കൊടുക്കുകയാണ്. മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണെങ്കിൽ എന്ത് കൊടുത്തു? B ഗ്രേഡ്. ഇനി മാർക്ക് ഗ്രേഡ് അടുത്തടുത്ത് എന്ത് കൊടുത്തു? എൽസ് കൊടുത്തു. എൽസ് കൊടുത്തപ്പോൾ മാർക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 40 ആണ്. ഇനി 40നേക്കാൾ താഴെ ആണെങ്കിൽ എന്ത് കൊടുക്കണം? സി ഗ്രേഡ് കൊടുക്കണം. അടുത്ത എൽസ്, ഇനി എൽസിഫ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആ കൊച്ചു തോറ്റു, ഇനിയും കുറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു തോറ്റു. അപ്പൊ എന്ത് കൊടുത്തു? എൽസ് കൊടുത്തു. എന്താണ്? സി ഔട്ട് D ഗ്രേഡ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? യൂസർ അടിച്ചേക്കുന്ന മാർക്ക് ചെക്ക് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ നോക്കും. ഫസ്റ്റ് കണ്ടീഷൻ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പൊ യൂസർ അടിച്ചേക്കുന്ന ഒരു 35 ആണെന്ന് വിചാരിച്ചോ. യൂസർ 35 ആണ് മാർക്കിൽ അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ചെക്ക് ചെയ്യും. ഫസ്റ്റ് കണ്ടീഷൻ മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 80 ആണോ? അല്ല, തെറ്റാണ്. അപ്പൊ നേരെ എവിടെ പോകും? എൽസിലോട്ട് പോകും. മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 60 ആണോ? അല്ല, അതും ഫോൾസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? അടുത്ത എൽസിലോട്ട് പോകും. മാർക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 40 ആണ്, അതും ഫോൾസ് ആയി. അപ്പൊ ഈ ട്രൂ കണ്ടീഷൻ വരുന്ന കേസുകളെല്ലാം ഫോൾസ് ആയി. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് പോകും, നേരെ എൽസിലോട്ട് പോകും. എൽസിൽ എന്താ കൊടുത്തേക്കുന്നത്? സി ഔട്ട് D ഗ്രേഡ്. 35 ആണെങ്കിൽ എന്ത് പ്രിന്റ് ആവും? D ഗ്രേഡ് ആയിരിക്കും പ്രിന്റ് ആവും. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? സ്വിച്ച് ആണ്. സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ പോലെ തന്നെ മോർ ദാൻ ട്രൂ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അവിടത്തേനും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് സ്വിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്വിച്ചിൽ എന്താണ്? നമ്മളിവിടെ കണ്ടീഷൻ കൊടുക്കും, അല്ലെങ്കിൽ വേരിയബിളിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഇവിടെ കൊടുക്കും. ഇവിടെ എങ്ങനെ കൊടുക്കുന്നത്? ഒരു കേസ് 1, കേസ് 2, കേസ് 3 ആ രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കേസ് 1 കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ആരെ കൊടുക്കണം? ബ്രേക്ക് കൊടുക്കണം. ഓരോ കേസ് കഴിയുമ്പോഴും എന്ത് കൊടുക്കണം? ബ്രേക്ക് കൊടുക്കണം. സെക്കൻഡ് കേസ്, തേർഡ് കേസ് എല്ലാം കഴിയുമ്പോൾ ബ്രേക്ക് കൊടുക്കുക. ഇൻ കേസ് ഇതെല്ലാം ട്രൂ ആണ്, ട്രൂ ഒന്നും വർക്ക് ചെയ്തില്ല, അങ്ങനെയാണെങ്കിൽ ഫാൾസ് പോകണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണ്? ഡിഫോൾട്ട് ആണ്. ഡിഫോൾട്ടിനുള്ളിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? ഡിഫോൾട്ടിന്റെ കേസിന് മാത്രം ബ്രേക്ക് വേണ്ട. ട്രൂ കണ്ടീഷൻ ഓരോന്നും കഴിയുമ്പോൾ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവണം? ബ്രേക്ക് കൊടുത്തിട്ടുണ്ടാവണം. ക്ലിയർ ആണോടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഈ ഒരു ചോദ്യം. എന്താണ്? ഈ സ്വിച്ചും ഈഫെൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്വിച്ചും ഈഫെൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്വിച്ചും ഈഫെൽസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. മെയിൻ ആയിട്ട് എന്താണ്? ഒരുപാട് ബ്രാഞ്ചിങ്ങുകൾ കൊടുക്കാനായിട്ട് സ്വിച്ച് ഹെൽപ്പ് ചെയ്യും. ഈഫെൽസും എന്താണ്? മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഇനി ഇവിടെ എന്താണ്? ക്യാൻ ബി യൂസ് ഓൺലി ഫോർ ചെക്കിംഗ് ഇക്വാലിറ്റി. സ്വിച്ചിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഞാൻ ഒരു കണ്ടീഷൻ കൊടുത്തു, സ്വിച്ച് എന്ന് പറഞ്ഞു കൊടുത്തു. സി ഔട്ട് 1, അതായത് കേസ് 1 ആണെങ്കിൽ 1 എന്ന് പറയും. കേസ് 0 ആണെങ്കിൽ നമുക്ക് 0 പ്രിന്റ് ആവും. ഡിഫോൾട്ട് ആണെങ്കിൽ ഇൻവാലിഡ്. അതായത് എന്നിന്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് പ്രിന്റ് ആവും. എന്നിന്റെ വാല്യൂ 0 ആണെങ്കിൽ 0 പ്രിന്റ് ആവും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ എന്താണ്? ഇൻവാലിഡ് എന്ന് പ്രിന്റ് ആവും. അതായത് അവിടെ ഒരു ഇക്വാലിറ്റി ചെക്ക് ചെയ്യുന്നത്. നമുക്ക് കൊടുക്കുന്ന സാധനം അതേ സാധനത്തോട് ഈക്വൽ ആണെങ്കിൽ അത് വെച്ച് കിട്ടും. പക്ഷെ ഇവിടെ മറ്റൊരു എന്താ? നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാം. ക്യാൻ കമ്പയർ അഗൈൻസ്റ്റ് സെറ്റ് ഓഫ് വാല്യൂസ് ഇൻക്ലൂഡിംഗ് ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ എന്താണ്? ഇക്വാലിറ്റി ആണ്. ഇനി യൂസ് ഡിഫോൾട്ട് വെൻ നോ മാച്ചസ് ഇസ് ഫൗണ്ട്. അവിടെ എന്താണ്? ഡിഫോൾട്ട് യൂസ് ചെയ്യും. ഒന്നും മാച്ച് ആയില്ലെങ്കിൽ ഡിഫോൾട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഓരോ ട്രൂ കണ്ടീഷന്റെ അവസാനം എന്ത് വേണം? ബ്രേക്ക് ഉണ്ടാവും. ഇവിടെ എന്താണ്? വെൻ നോ കണ്ടീഷൻ ഇസ് ട്രൂ എൽസ് ബ്ലോക്ക് ഈസ് യൂസ്ഡ്. ഡിഫോൾട്ടിന് പകരം ഇവിടെ ആരെ യൂസ് ചെയ്യുക? എൽസ് യൂസ് ചെയ്യാണ് ചെയ്യുക. ഈ ഒരു കമ്പാരിസൺ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടിരിക്കുക. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് വരുന്നതാണ് ഐട്രേഷൻ. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഭവം ലൂപ്പിൽ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ലൂപ്പ് പോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? ഐട്രേഷൻ എന്ന് പറയാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് അലൗ റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് എ സെറ്റ് ഓഫ് 1 or more സ്റ്റേറ്റ്മെന്റ്. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റില്ല ഇങ്ങനെ വീണ്ടും വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും? നമ്മൾ ഐട്രേഷൻ എന്നാണ് പറയാ, അല്ലെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഓക്കെ, ലൂപ്പിന് 4 ടൈംസ് ഉണ്ട്. ലൂപ്പ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ലൂപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞൊരു അപ്ഡേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ബോഡി ഉണ്ടാവും. ഈ 4 ആളുകളാണ് ഒരു ലൂപ്പിന് ഉണ്ടാവുക.
ഓക്കെ, ലൂപ്പിന് ആരൊക്കെ ഉണ്ടാവും? ഏത് ലൂപ്പ് എടുത്താലും അതിൽ ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ ലൂപ്പിന് എന്ത് ചെയ്യാതെ ഇനീഷ്യലൈസ് ചെയ്യും. ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? ഒരു കണ്ടീഷൻ ആവും. കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും? ലൂപ്പ് ബോഡിയിലോട്ട് പോയിട്ട് എന്താണോ ചെയ്യാനുള്ളത് കാര്യം വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യും? ലൂപ്പിന് പുറത്തോട്ട് വന്നിട്ട് ആ നമ്പർ കൊടുത്തേക്കുന്ന വാല്യൂ എന്ത് ചെയ്യും? ഇനീഷ്യലൈസേഷൻ ചെയ്ത സാധനത്തിന് അപ്ഡേറ്റ് ചെയ്യും, ഒന്നുകൂടി കൂട്ടും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും, ലൂപ്പ് ബോഡിയിലോട്ട് പോകും, പിന്നെയും അപ്ഡേറ്റ് ചെയ്യും. ഈ രീതിയിലായിരിക്കും ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അപ്ഡേഷൻ എന്താണ്, കണ്ടീഷൻ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഒരു 3 ലൂപ്പുകളാണ് നമുക്ക് വരുന്നത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ. 3 ആളുകളുണ്ട്. ഫോർ ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ഉണ്ട്. ഫോർ ലൂപ്പിൽ എങ്ങനെയാണ്? ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കാണ്. ഫോർ ഐ അസൈൻ 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഐ പ്ലസ് പ്ലസ്. ഇതിലെ ഐ അസൈൻ 1 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യലൈസേഷൻ ആണ്. ഐയിൽ നമ്മൾ 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഐ ലെസ് ദാൻ ഈക്വൽ ടു 10. അതെന്താ? ഒരു കണ്ടീഷൻ ആണ്. ഈ കണ്ടീഷൻ അപ്പൊ 1 എന്ന് പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്തു. അപ്പൊ 1 10നേക്കാൾ ചെറുതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോ എന്താണ്? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡിയിലോട്ടും, ലൂപ്പ് ബോഡിയാണ് ഈ ഉള്ളിൽ കൊടുക്കുന്നത്. ലൂപ്പ് ബോഡി ഇവിടെ ഞാൻ എന്താ കൊടുക്കുന്നത്? സി ഔട്ട് ഐ പ്രിന്റ് ആവാൻ. അപ്പൊ എന്ത് പ്രിന്റ് ആവും? 1 പ്രിന്റ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ എവിടേക്കാ പോവാ? ഐ പ്ലസ് പ്ലസ്. ഇതിന് എന്താ പറയാ? അപ്ഡേഷൻ എന്ന് പറയാം. അപ്ഡേഷൻ. അപ്പൊ എന്താ ചെയ്യാ? ഈ ഐയുടെ വാല്യൂ എന്ത് ചെയ്യും? 1 കൂടും. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താ? 1 ആണ്. അതൊന്നുകൂടി കൂടുമ്പോൾ എന്താവും? 2 ആവും. എന്നിട്ട് പിന്നെ നേരെ എവിടേക്കും? കണ്ടീഷനിലോട്ടും. കണ്ടീഷനിൽ 2 ലെസ് ദാൻ ഈക്വൽ ടു 10 ആണെന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ നേരെ ലൂപ്പ് ബോർഡിലോട്ട് പോയി. അപ്പൊ എന്തായി? I2 അത് പ്രിന്റ് ആയി. പിന്നെയും എന്ത് പോവും? അപ്ഡേഷൻ പോവും. എന്താവും? 2 3 ആവും. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? റൺ ചെയ്തുകൊണ്ടിരിക്കും. എവിടം വരാ? ഐയുടെ വാല്യൂ 10 ആവുന്ന വരെ, ലെസ് ദാൻ ഈക്വൽ ടു 10. ഐയുടെ വാല്യൂ 11 ആയി കഴിഞ്ഞാൽ എന്തായി? കണ്ടീഷൻ ഫാൾസ് ആയി. അങ്ങനെയാണെങ്കിൽ ആ ലൂപ്പ് എൻഡ് ആയി പോയി. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്ന ആരായിരുന്നു? വൈൽ ലൂപ്പ് ആയിരുന്നു. വൈൽ ലൂപ്പ് വരുമ്പോൾ എന്താണ്? ഇവിടെ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷനും അപ്ഡേഷൻ ഒക്കെ ഒറ്റ സ്ഥലത്ത് വന്നേക്കുന്നത്. ഇവിടെ വൈൽ ലൂപ്പ് വരുന്ന സമയത്ത് എന്താണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഇനീഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്? കണ്ടീഷൻ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ബോഡി എഴുതും. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സെയിം പ്രോഗ്രാം തന്നെ, അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു. അതേ പ്രോഗ്രാം തന്നെ ഇവിടെ എന്ത്? ഐ അസൈൻ 1 ചെയ്തു, കണ്ടീഷൻ ചെയ്തു, ഐ ലെസ് ദാൻ ഈക്വൽ ടു 10 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ബോഡിയിൽ നമ്മൾ സി ഔട്ട് ഐ കൊടുത്തു. അതിന്റെ ഐ പ്ലസ് പ്ലസ് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യും? 1 അസൈൻ ചെയ്തു, ചെക്ക് ചെയ്യും. 1 10നേക്കാൾ ചെറുതാണ് ചെക്ക് ചെയ്തു. എന്ത് ചെയ്തു? 1 പ്രിന്റ് ആയി. അത് കഴിഞ്ഞിട്ട് എന്തായി? ഐയുടെ വാല്യൂ കൂടി. 1 എന്തായി? 2 ആയി. പിന്നെ എവിടേക്കാ പോവാ? ഇനീഷ്യലൈസേഷനിലോട്ടല്ല പോവാ, കണ്ടീഷനിലോട്ട് പോവാ. ഇനീഷ്യലൈസേഷൻ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടേക്ക് ആരും പോവില്ല. പിന്നെ കണ്ടീഷൻ അപ്ഡേഷൻ ആണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ ഇങ്ങനെ കണ്ടീഷൻ അപ്ഡേഷൻ കറങ്ങി കഴിഞ്ഞ് 10 വരെ പ്രിന്റ് ആവും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡു വൈല്. ഡു വൈല് വരുമ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും എന്താണ്? എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഇത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. ഓക്കെ, എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും അത് ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? പ്രോഗ്രാം ഒരു തവണയെങ്കിലും ആ പ്രോഗ്രാം ഫുൾ ആയിട്ട് റൺ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ എന്താണ്? ആദ്യമേ പ്രോഗ്രാം റൺ ആവാണ്ട് നിന്ന് പോവാം. ഇവിടെ പക്ഷെ എന്താണ്? മിനിമം ഒരു തവണയെങ്കിലും എന്ത് ചെയ്യും? ഡു വൈൽ റൺ ആവും. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഐ അസൈൻ 1 കൊടുത്തു, ഡു കൊടുത്തു, സി ഔട്ട് ഐ കൊടുത്തു, ഐ പ്ലസ് പ്ലസ് കൊടുത്തു. ലാസ്റ്റ് ആണ് എന്ത് ചെയ്ത്? കണ്ടീഷൻ കൊടുത്തത്. ഇവിടെയൊക്കെ എന്താണ്? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പ്രോഗ്രാം റൺ ആവുള്ളൂ. ഡു വൈലിൽ എന്താണ്? അവസാനമായിരിക്കും നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. അപ്പൊ ഇവിടെ എന്താവും? എന്തായാലും നമുക്ക് കൊടുക്കുന്ന പ്രോഗ്രാം എന്താവും? റൺ ആവും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക? കണ്ടീഷൻ ചെക്ക് ചെയ്യുക. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് റൺ ആയില്ലെങ്കിൽ പ്രോഗ്രാം അവിടെ വെച്ച് ഉണ്ടാവും. അങ്ങനെയായിരിക്കും ഡു വൈൽ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ, അപ്പോ ഇവിടെ എന്തായിരിക്കും? മിനിമം 11 വരെ പ്രിന്റ് ആവും. ഇവിടെ എന്താ സംഭവം വെച്ചാൽ 1 2 3 4 5 6 7 10 പ്രിന്റ് ആയി. 10 പ്രിന്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെയും ഐ പ്ലസ് പ്ലസ് പോയി കഴിഞ്ഞിട്ട് എന്താണ്? നമുക്ക് ഇവിടെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും എന്ത് ചെയ്യുക? കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ 10 വരെയുള്ള എന്തായാലും 11 വന്നു കഴിഞ്ഞാലും 11 ഇവിടെ പ്രിന്റ് ആവും. 1 2 3 4 5 6 7 10. ഇനി 11 പ്രിന്റ് ആയെന്ന് വെച്ചോ, അതായത് ഐയുടെ വാല്യൂ 11 ആവുമ്പോൾ ഇവിടെ പ്രിന്റ് ആവും. എന്നിട്ട് എന്താണ്? ഐ പ്ലസ് പ്ലസ് 12 ആവും. 12 ആവുന്ന സമയത്താണ് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവാം. അങ്ങനെ ഒരു ഇഷ്യൂ കൂടി ഉണ്ട്. അതായത് മിനിമം ഒരു പ്രോഗ്രാം ഫാൾസ് ആവുന്നതിന് മുമ്പ് വരെ റൺ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതിന്റെ സിന്റാക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർ ലൂപ്പ് കൊടുത്ത് ഫോർ, ഇനീഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേഷൻ, ബോഡി ഓഫ് ലൂപ്പ്. ഇതാണ് ഇത്. ഇനി വൈൽ ലൂപ്പ് ആണെങ്കിൽ എന്താണ്? ഇനീഷ്യലൈസേഷൻ, വൈല്, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്താ? അപ്ഡേഷൻ വരാം. ഡു വൈൽ വരുമ്പോൾ എന്താണ്? ഇനീഷ്യലൈസേഷൻ കൊടുക്കും. ഡു കേസ്, ഡുവിന്റെ ഉള്ളിൽ നമുക്ക് എന്താണ്? എന്തായാലും ഡുവിന്റെ ഉള്ളിലുള്ള കേസുകൾ എന്തായാലും ഉണ്ടാവും. ഡുവിന്റെ ഉള്ളിലാണ് എന്ത് കൊടുക്കുക? ബോഡി ഓഫ് ലൂപ്പോ അപ്ഡേഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ അവസാനമായിരിക്കും എന്ത് കൊടുക്കുന്നത്? വൈൽ ലൂപ്പ് കൊടുക്കുന്നത്. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള കേസ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന അടുത്തൊരു ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ്? എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും ആണ്. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പ്? എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് നോക്കിയും. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് കണ്ടീഷൻ ബിഫോർ ലൂപ്പ് ബോഡി. അതായത് ലൂപ്പ് ബോഡി റൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. എക്സിറ്റ് കൺട്രോൾ എന്താണ്?
കണ്ടീഷൻ എന്താണ്? ബോഡി റൺ ആയി കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അതാരാ വരുന്നത്? ഡു വൈലിൽ വരുന്ന കേസാണ്. ബാക്കി രണ്ടും എന്താണ്? എൻട്രി കൺട്രോളാണ്. ഇനി ലൂപ്പ് വിൽ റൺ ഓൺലി ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ. അതായത് എന്താണ്? ലൂപ്പ് എപ്പോൾ മാത്രമേ റൺ ആവുള്ളൂ? കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ലൂപ്പ് റൺ ആവുള്ളൂ. എക്സിറ്റ് കൺട്രോൾ എന്താണ്? ലൂപ്പ് വിൽ റൺ അറ്റ്ലീസ്റ്റ് വൺസ് ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ ഓർ ഫോൾസ്. കണ്ടീഷൻ ട്രൂ ആയാലും ഫോൾസ് ആയാലും ഒരു തവണ എന്ത് ചെയ്യും? പ്രോഗ്രാം റൺ ആവും. അത് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക? കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ 1 തൊട്ട് 7 വരെയുള്ള ചാപ്റ്റേഴ്സ് ഈ 2 മണിക്കൂറോട് തീർത്തിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി അല്ലേടാ? സന്തോഷമായില്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു വിശ്വാസമല്ലടാ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അതുപോലെ തന്നെയായിരുന്നു, തീരുമെന്ന് വിചാരിച്ചു, തീർന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഇതൊക്കെ ഒരു വിചാരം മാത്രമല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ കണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ കേസസ് ഒക്കെ പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോ ഇത്രയും ചാപ്റ്റർ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് തീർക്കാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഓക്കെ, എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ഞാൻ അച്ചു. അപ്പോ അലക്സ് ടീംസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് പാട്ടായിട്ട് ചില്ലായിട്ടിരിക്കാണ്ട് പഠിച്ചോട്ടാ, പഠിക്കണോട്ടാ. ഓക്കെ, തിങ്കളാഴ്ച എക്സാം തന്നെ. മൺഡേ അല്ലേ? മൺഡേ മോർണിംഗ് ഓർ ഈവനിങ്? ഏത് ടൈം തന്നെ? മോർണിംഗ് ആണോ ഈവനിങ് ആണോ? എപ്പോഴാടാ? മോർണിംഗ് ആണെങ്കിൽ 1, ഈവനിങ് ആണെങ്കിൽ 2. മോർണിംഗ് ഈവനിങ്? മോർണിംഗ് ആണല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാ. പഠിക്കാൻ പറഞ്ഞ കേസുകൾ നിർബന്ധമായിട്ടും പഠിക്കുക. പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ഡൗട്ട്സ് ഉള്ളവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്തോളൂ. ഡൗട്ട് ഉള്ളവരെല്ലാം ഉണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യുക, അല്ലാത്തവർ ലീവ് ചെയ്തോളൂ കേട്ടോ. ബൈ. ഓക്കെ, വിളിച്ചോളൂ. ആരൊക്കെയായിരുന്നു? മഹേഷ് റെപ്പറടാ. ഗുഡ് ഈവനിങ്, പറഞ്ഞോ. നിങ്ങൾക്ക് ചൊവ്വാഴ്ച? അതെന്താണത്? ഏത് ജില്ലയാണ് നീ? അത് ആലപ്പുഴക്ക് എന്തിനും പറ്റിയ? അറിയില്ലടാ. സ്കൂളുകാരാണ് എടുക്കണേ. സ്കൂളുകാരെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോണാ? കുഴപ്പമില്ലടാ, എന്നാലും പഠിക്കാലോ. പഠിച്ചോ. ആ, ഏതായിരുന്നു ചാപ്റ്റർ 6? ഓക്കെ, പ്രോഗ്രാംസ് ആണോ? ഓക്കെ, പ്രോഗ്രാംസ് ആണെങ്കിൽ നീ ചാപ്റ്റർ 7. ചാപ്റ്റർ 7 ഏതായിരുന്നു? നമ്മളിപ്പോ പറഞ്ഞല്ലേ. ചാപ്റ്റർ 7 എന്ത് ചെയ്യാ? ഈ ഫോർ ലൂപ്പും കാര്യങ്ങളും അതിന്റെ പ്രോഗ്രാംസ് ഒക്കെ എന്ത് ചെയ്യാ? അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്താന്ന് പഠിക്കുക. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും, 2 ലൂപ്പും പഠിക്കുക. ഡു വൈൽ അത്ര രീതിയായിട്ട് വരില്ല എന്നാണ് എന്റെ വിശ്വാസം. രക്ഷിക്കായിരിക്കും. ഡു വൈൽ വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് എന്തായാലും ഉണ്ടാവും. പ്രോഗ്രാംസ് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ പഠിക്കണം. ക്ലാസ്സിൽ പഠിപ്പിച്ച് പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. ഇനി അതീന്ന് ഞാൻ വെട്ടി കുറച്ചു പേരാണോ? ക്ലാസ്സിൽ പഠിപ്പിച്ച ഒന്നുകൂടി പറയാലോ. ക്ലാസ്സിൽ പഠിപ്പിച്ച എന്താണ്? നമ്മള് ജസ്റ്റ് നമ്പറിന്റെ സമ്മിന്റെ ഒക്കെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്, പിന്നെ സമ്മ് കാണുന്നത്, ആ പ്രോഗ്രാംസ് ഒക്കെ. അതന്നെ, അതാണ് സമ്മ് മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്. ഇനി നീ വെട്ടി കുറയ്ക്കണ്ട, ഇനി അതിനുള്ളത് പഠിക്ക്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാതെ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, റെക്കോർഡ് വീഡിയോ ചോട്ടിച്ചിട്ടിരുന്നു, അതിലൊന്ന് പയ്യിരുന്ന് കണ്ടോ. ആകെ ഒരു 4-5 വീഡിയോസ് ഉണ്ടാവുള്ളൂ. ചൊവ്വാഴ്ച അല്ലേ? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, 4 ദിവസം വെറുതിരിക്കും. പഠിച്ചോ? ഓക്കെ, പറഞ്ഞോ. 8th ചാപ്റ്റർ എക്സാമിന് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഉണ്ടാവും, പഠിച്ചു വെച്ചോ. ടാസ്ക് സ്കൂളിൽ പറഞ്ഞില്ലേ 8th ചാപ്റ്റർ ഉണ്ടെന്ന്? ഉണ്ട്, പഠിച്ചോ. നമുക്ക് അതിലോട്ട് പോകാനുള്ള സമയം കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അതുവരെ എത്തിച്ചെന്നേനെ. എനിക്ക് കഴിഞ്ഞില്ലത്, ക്ഷമിക്ക്. ഓക്കെ, അഫീഹ എന്തായിരുന്നു ഉള്ള ഡൗട്ട്? ഗ്രൂപ്പിലോട്ട് ഞാൻ തരാം, കുഴപ്പമില്ല.